Hello, dear students. Very good evening, everyone. നമ്മളൊരു 2 minutes ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ജോയിൻ ചെയ്യാനുള്ളവർക്ക് ഒന്ന് ജോയിൻ ചെയ്തോട്ടെ. ഒരു 2 minutes ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. Okay. So I think students are joining. Okay. Anyway, guys, once again, welcome everyone to PM Question Practice Marathon Session. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മൾ ഈ 3 ദിവസങ്ങളിൽ, അതായത് 17, 18 ആൻഡ് ഈ 3 ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ നമ്മൾ PMലെ ക്വസ്റ്റ്യൻസ്, എക്സാം റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ നിങ്ങൾക്കുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ ഒരു ചാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കുള്ള എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ടോപ്പിക് സ്പെസിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. സോ നിങ്ങൾക്കറിയാം, ഒത്തിരി കേട്ടിട്ടുള്ളതാണ് നിങ്ങൾ ഓൾറെഡി, PM ഭയങ്കര ബുദ്ധിമുട്ടുള്ള പേപ്പറാണ് അല്ലെ, പാസ് ആവാൻ ഇത് ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള പേപ്പർ ആണെന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടൊക്കെ കുറെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ. അതൊക്കെ അങ്ങ് മായ്ച്ചു കളഞ്ഞേര്. We will make it very easy with the time frame available. നമുക്ക് വളരെ കുറച്ച് സമയം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു മാരത്തൺ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഒക്കെ ആയിട്ട്, അപ്പൊ അതിൽ നമ്മൾക്ക് കഴിയുന്നതിന്റെ ബെസ്റ്റ് നമ്മൾ ഈ 3 ദിവസങ്ങൾ എടുക്കും. സോ മൈ റെക്കമെൻഡേഷൻ ഇസ് ടേക്ക് അപ്പ് യുവർ വാട്ടർ ബോട്ടിൽസ്. അല്ലെ, മാരത്തൺ അല്ലെ, മാരത്തൺ ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആവും. കണ്ടിന്യൂസ്ലി 2-3 hours നമ്മൾ സെഷനിൽ പോകേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി വാട്ടർ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തടുത്ത് വെച്ചുകൊള്ളൂ. പ്ലസ് കാൽക്കുലേറ്റേഴ്സ് ആൻഡ് യുവർ ലാപ്ടോപ്സ്. നമ്മൾ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം ലോഗിൻ ചെയ്താൽ നല്ലത്. ഇനി അതല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് എക്സൽ ഷീറ്റ് എങ്കിലും എടുത്തു വെക്കുക. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ നിങ്ങൾ? ഓക്കെ, നിങ്ങളിത് കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓഡിബിൾ ആണ്? യെസ്, ഓക്കെ ആണ് അല്ലേ? ഓൾ സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, തീയും ഉണ്ടയൊക്കെ വരട്ടെ. കമന്റ് ചെയ്തേ. യെസ്, ഐ ക്യാൻ സീ. യെസ്, പെർഫെക്റ്റ്, ഫൈൻ. സോ ഗൈസ്, നിങ്ങൾക്കറിയാവുന്നതുപോലെ നമുക്ക് PMൽ ഏകദേശം ഒരു 15 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് അല്ലെ. അതിന് നമ്മൾ പല സെക്ഷൻസ് ആയിട്ട് പറഞ്ഞിരുന്നു. സെക്ഷൻസ് ആയിട്ട് പറയാനാണെങ്കിൽ ABCD ആൻഡ് E, ഇങ്ങനെ 5 സെക്ഷൻസ് ആയിട്ടാണ് നമുക്കുള്ളത്. ഈ 5 സെക്ഷൻസിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സെക്ഷൻ A ആൻഡ് B എന്നുള്ളത് നമ്മൾക്കറിയാം, ഇത് MCQs ആയിട്ടും അതേപോലെ OTQs ആയിട്ടും മാത്രമേ ടെസ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലെ. ഇതിൽ നിന്ന് ഒരിക്കലും essay ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല. only MCQ ആൻഡ് OTQs നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഈ സെക്ഷൻ A ആൻഡ് B എന്ന് പറയുന്നത് നമ്മളുടെ PMൽ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ഏതാണെന്നറിയോ? ഇൻഫർമേഷൻ സിസ്റ്റംസും ഡാറ്റ അനലിറ്റിക്സും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ട്രാൻസാക്ഷൻ പ്രോസസിംഗ് സിസ്റ്റം, EIS എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന ടോപ്പിക്സ് ആണ്. ഇത് MCQ അല്ലെങ്കിൽ OTQs ആയിട്ട് മാത്രമേ ചോദിക്കത്തുള്ളൂ. OTQ ആയിട്ട് ചോദിക്കുമ്പോൾ തന്നെ അതിലൊരു 2 മാർക്സിനൊക്കെ ചോദിക്കത്തുള്ളൂ. MCQs ആയിട്ടാണെങ്കിലും ഇതുവരെ നമ്മളുടെ പാസ് പേപ്പേഴ്സ് ഒക്കെ എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മാക്സിമം 4 മാർക്കിന് വരെ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ഏതാ? നമ്മുടെ സെക്ഷൻ എയിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റം, TPS, ആ ഒരു ഏരിയ ഒക്കെ, ഡാറ്റ അനലിറ്റിക്സിന്റെ ഏരിയ ഒക്കെ. പിന്നെ ഒരു സെക്ഷൻ B വരുന്നുണ്ട്. അവിടെയാണ് ABC, ത്രൂപുട്ട്, ടാർഗറ്റ് കോസ്റ്റിംഗ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്സ് ഒക്കെ പഠിക്കുന്ന സെക്ഷൻ B. ഇത് MCQ ആയിട്ട് OTQ ആയിട്ട് തന്നെയാണ് ചോദിക്കുക. പക്ഷെ ഇതിന്റെ വെയിറ്റേജ് കുറച്ചുകൂടെ കൂടുതലാണ്. ഇത് നമ്മൾക്കൊരു 15 മാർക്സ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അതിൽ എസ്പെഷ്യലി സ്റ്റുഡൻസ് യൂഷ്വലി പറയാറുള്ള ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ ഒന്ന് നോർമലി കേൾക്കാറുള്ളത് ഏതാ? ഒന്ന് ത്രൂപുട്ട് അല്ലെ. ത്രൂപുട്ട് നിങ്ങൾ പലരും ബുദ്ധിമുട്ട് എന്ന് പറയാറുള്ളതാണ്. ബാക്കിയൊക്കെ കുറച്ച് എളുപ്പമുള്ള ടോപ്പിക്സ് തന്നെയാണ്, കുഴപ്പമില്ല. ഇനി അടുത്തത് സെക്ഷൻ C, D ആൻഡ് E. ഈ സെക്ഷൻസിൽ നിന്നായിരിക്കും, ഇതിൽ നിന്ന് MCQ, OTQs എന്തായാലും ഉണ്ടാവും അല്ലെ, എന്തായാലും ചോദിച്ചേക്കാം. അതിന്റെ കൂടെ അപ്പൊ essay ക്വസ്റ്റ്യൻസ് എന്തായാലും വരുന്ന ഏരിയ എന്ന് പറയുന്നത് സെക്ഷൻ Cയും Dയും Eയും ആണ്. essay ക്വസ്റ്റ്യൻസ് നമ്മളുടെ 20 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ,
20 മാർക്ക് ക്വസ്റ്റ്യൻ, സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സെക്ഷൻ സിയും ഡിയും ഇയുമാണ്. ഇവിടെയാണ് PM ഡിഫിക്കൽട്ട് ആവുന്നത്. എന്താണെന്നറിയോ, നിങ്ങൾ FR പഠിപ്പിച്ചപ്പോഴും അല്ലെങ്കിൽ FM പഠിപ്പിച്ചപ്പോഴൊക്കെ സമയത്ത് നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പെസിഫിക്കലി നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, NPV ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ഞാൻ പഠിച്ചു, 20 മാർക്ക് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ചോദിക്കും. അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഞാൻ പഠിച്ചു, FRന് കൺസോൾട്ടേഷൻ 20 മാർക്ക് ചോദിക്കും എന്നത് നമുക്ക് കുറെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു, പ്രെഡിക്റ്റബിൾ ആയിരുന്നു ഫോർ അതർ പേപ്പേഴ്സ്. ഓക്കെ, PM എന്ന പേപ്പറിൽ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തേയില്ല. essay ക്വസ്റ്റ്യൻ ഏത് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ essay ക്വസ്റ്റ്യൻ could come from section C or D or E. ഈ 3 സെക്ഷൻ തന്നെ എന്ന് പറയുന്നത് നമ്മളുടെ 80% സിലബസ് ആണ്. ഈ 80% സിലബസിലെ ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും essay ക്വസ്റ്റ്യൻ വരാം എന്നുള്ളതാണ് PMനെ ഡിഫിക്കൽട്ട് ആക്കുന്നത്. അതായത് സ്പെസിഫിക്കലി 20 മാർക്സ് വരുന്നത് ഇന്ന ടോപ്പിക്കിൽ നിന്നായിരിക്കും കേട്ടോ, അങ്ങനെ പറഞ്ഞു തരത്തില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല എക്സാമിന്, എവിടെ നിന്ന് വേണമെങ്കിലും വരാം. അപ്പോൾ ആസ് സ്റ്റുഡൻസ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, നമ്മൾ എന്തായാലും ഇത് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. ഈ 5 മുതൽ 15 വരെയുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ സെക്ഷൻ CDE എന്ന 3 സെക്ഷൻസും നല്ല ഉഷാറായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മളുടെ സൈഡിൽ നിന്ന് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ വി ആർ വർക്കിംഗ് ഓൺ ദാറ്റ്. ഈ 3 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ അവൈലബിൾ ആയിട്ടുള്ള ടൈം വെച്ചിട്ട് മാക്സിമം സെക്ഷൻ CDE 5 മുതൽ 15 വരെയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഏരിയാസ് വളരെ ശക്തമായ രീതിയിൽ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്ലാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു മാരത്തൺ സെഷന്റെ പ്ലാൻ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ പ്ലാൻ ഒക്കെ പറയുകയാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ പ്ലാൻ ഇതാണ്. ഇന്ന് സെക്ഷൻ C ആണ് ഫസ്റ്റ് ഡേയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ C ടോപ്പിക്കുകളായിരിക്കും. അതിനുശേഷം നാളെ വി വിൽ ബി ഡിസ്കസിങ് സെക്ഷൻ D ഏരിയാസ്. ഏതൊക്കെയാ? ബഡ്ജറ്റിംഗ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, വേരിയൻസസ് എന്ന 3 ചാപ്റ്റേഴ്സ് വരുന്ന സെക്ഷൻ D ആയിരിക്കും നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുക. ആൻഡ് തേർഡ് ഡേ, ദ ഫൈനൽ ഡേയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ E നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ, നമുക്ക് വരുന്ന 2 essay ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും 95% ചാൻസ് നമുക്ക് പറയാൻ കഴിയും ദാറ്റ് മൈറ്റ് ബി ഫ്രം പെർഫോമൻസ് മെഷർമെന്റ് ഏരിയ. പെർഫോമൻസ് മെഷർമെന്റ് എന്ന സെക്ഷൻ ഇയിൽ നിന്നായിരിക്കും ഈ ഒരു essay ക്വസ്റ്റ്യൻ 20 മാർക്സിന്റെ essay ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സെക്ഷനിങ്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് സ്റ്റിൽ എന്തായാലും ചോദിക്കുമെന്നുള്ളത് കൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടും അതിശക്തമായ രീതിയിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് തേർഡ് ഡേയിലേക്ക് നമുക്ക് പഠിക്കാൻ മാറ്റി വെക്കാം. സോ ദിസ് റിമെയിൻസ് അവർ പ്ലാൻ. അതിൽ തന്നെ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്ഷൻ C ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ഏതൊക്കെയാ? ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ഒന്ന് കമന്റ് ചെയ്തേ. ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ഏതൊക്കെയായിരുന്നു? ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ ഒന്ന് കണ്ടോട്ടെ. കമന്റ്സ് ഒക്കെ കണ്ടോട്ടെ. യെസ്, കറക്റ്റ് ആണ്. CVP അനാലിസിസ്, ലിമിറ്റിംഗ് ഫാക്ടർ അനാലിസിസ്, പ്രൈസിങ്. വെരി ഗുഡ്, വെരി ഗുഡ്. 1-2 കൂടി ഉണ്ടല്ലോ, പറഞ്ഞേ ഏതൊക്കെയാ? പ്രൈസിങ് പോരട്ടെ. യെസ്, റെലവന്റ് കോസ്റ്റിംഗ് ആൻഡ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. വെരി ഗുഡ് ഗൈസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അല്ലെ, ഇങ്ങനെ 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അതിൽ പ്രൈസിങ് എന്ന ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ കഴിയുന്ന ഒരു ഏരിയാസ് ആണ്. പിന്നെ ഒരു 4 ചാപ്റ്റർ ഉണ്ട്, അതാണ് അത്യാവശ്യം വലിയ വലിയ ചാപ്റ്റേഴ്സ്. ഓക്കെ, അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടുതൽ എക്സാമിനൊക്കെ ചോദിക്കാറുള്ള വളരെ ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡെഫിനറ്റ്ലി CVP അനാലിസിസ്. കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം CVP അനാലിസിസ് പലരും പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ പറഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സും നല്ല കിടിലനായിട്ട് നമ്മൾ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഓൾറെഡി കേട്ട് പഠിച്ച കാര്യങ്ങളാണ്. കോൺസെപ്ച്വലി നമ്മൾ 100% ക്ലിയർ ആയിട്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ റിവിഷൻ എന്ന ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. ക്വസ്റ്റ്യൻ പ്രാക്ടീസും നമ്മളൊരു 40ഓളം essay ക്വസ്റ്റ്യൻ, സെക്ഷൻ C ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അതിനോടൊക്കെ പുറമെ ഇനി നമ്മൾക്ക് CVP അനാലിസിസ് എന്ന ചാപ്റ്റർ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതൊന്നും സെഷൻ അറ്റൻഡ് ചെയ്യാത്തവരൊന്നും പേടിക്കേണ്ട ഒരു കുഴപ്പമില്ല. നമ്മൾ ഇന്ന് CVP അനാലിസിസ് പെട്ടെന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യനിലേക്ക് ഡയറക്ട്ലി ജമ്പ് ചെയ്യാം. CVP അനാലിസിസ് നമുക്കറിയാം, ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടെത്തുന്നത് എക്സാമിന് ചോദിക്കാം. അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടെത്തുന്നതിന് ശേഷം ടാർഗറ്റ് പ്രോഫിറ്റ് ഉള്ള കേസിൽ എങ്ങനെയായിരിക്കും നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്നുള്ളത് ചോദിക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി ചോദിക്കാം.
അല്ലെ? പിന്നെ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് വരുന്ന കേസിലുള്ള ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് കണ്ടെത്തുന്നത്, അതേപോലെ ടാർഗറ്റ് പ്രോഫിറ്റും അവിടെയും മാർജിനോ സേഫ്റ്റി ഒക്കെ ചോദിക്കാം. പിന്നെ ഉള്ളത് ഗ്രാഫുകളും പിന്നെ കുറച്ച് തിയറീസും ആണുള്ളത്. ഈ ചാപ്റ്ററിൽ പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു തീരും. ഇത്രയൊക്കെ CVP അനാലിസിസിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ, ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്, ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങളിപ്പം CVP അനാലിസിസ് പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന വിശ്വാസത്തിൽ ഞാൻ പറയാണ്, ഇത് വളരെ ഈസി ആയിരുന്നില്ലേ? നിങ്ങൾ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ഒന്നും ഫീൽ ചെയ്തില്ലല്ലോ? ഇത് ഓക്കെയാണ്, ഇത് എന്നെ കൊണ്ട് എന്തായാലും ചെയ്യാൻ പറ്റും, ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ടോപ്പിക്കാണ്. ഇതേ സ്റ്റുഡൻസ്, ഇത് മുഴുവൻ നല്ല രീതിയിൽ ടെക്നിക്കൽ നോളജ് പഠിച്ചു വെച്ച ആളുകൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കാണുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേക്കും ചിലപ്പോൾ ഇതെങ്ങനെയാ ഇപ്പൊ ചെയ്യുക, ഇത് ഞാൻ ആകെ സ്റ്റക്കായി പോവാണല്ലോ എന്ന സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാറുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ട്, ഈ essay ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഇനി എന്തെങ്കിലുമൊക്കെ കാണിച്ച് ചെയ്താലും ഇതൊക്കെ 36 മിനിറ്റ് എന്ന ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഡിഫിക്കൽട്ടി, അല്ലെ? അതാണ് നമ്മുടെ ഡിഫിക്കൽട്ടി. അപ്പം നമ്മൾ ഇന്നൊരു ദിവസം ഒരു 20 മാർക്ക് CVP അനാലിസിസ് പഠിച്ചെന്ന് വിചാരിക്കുന്നു, പഠിച്ചു കഴിഞ്ഞതാണെന്ന് വിചാരിക്കുന്നു. റെക്കോർഡിംഗ് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ പെട്ടെന്നൊന്ന് പോസ് ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങളൊന്ന് CVPയുടെ നോട്ട്സ് ഒക്കെ എടുത്തൊന്ന് റിവൈസ് ചെയ്ത് വെച്ചോ. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഫൈൻ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ റിവിഷൻ കിറ്റിലെ, കപ്ലാൻ റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 288 ഹെൽത്ത് നട്ട്സ് എന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 288 ഒന്ന് വേണമെങ്കിൽ എടുത്തോ, ഈ ക്ലാസ് നിങ്ങൾ ചെയ്യാനുള്ളതല്ലേ, ഒന്ന് റിവിഷൻ കിറ്റൊക്കെ ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ വെച്ചോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ കണ്ടാലും മതി. ഫൈൻ, എനിത്തിങ് ഈസ് ഫൈൻ. തുടങ്ങാം. സെറ്റ് അല്ലേ? യെസ്, ഓക്കെ, ഫൈൻ. എടുത്തു വെച്ചോ? ശരി, എന്നാ വന്നോട്ടെ, ഒരു മിനിറ്റ് കൂടെ നിൽക്കാം. ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇത് ഡിസംബർ 2020, അതായത് ഒരുപാട് പഴക്കമൊന്നുമില്ല, ഒരു 3-3.5 വർഷങ്ങൾക്ക് മുന്നേ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഹെൽത്ത് നെറ്റ് എന്നുള്ളത്. അന്നത്തെ എക്സാമിനർ റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ഇതിലേക്ക് സ്റ്റുഡൻസ് വളരെ അത്രയും കാര്യമായി വരും, കുറച്ചൊക്കെ പാനിക് ഒക്കെ ആയി പോയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഈ പാനിക് ആയ ക്വസ്റ്റ്യൻസ് കണ്ട് നമ്മൾ പാനിക്കൊക്കെ, നമ്മൾ ഇതൊന്നും ഇതൊക്കെ എത്രയോ കണ്ടതാണ് എന്ന രീതിയിലായിട്ട് വേണം നമ്മൾ എക്സാമിന് കയറാൻ. അപ്പൊ എത്ര വലിയ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും, എങ്ങനെ ടഫുള്ള ചോദ്യം കണ്ടു കഴിഞ്ഞാലും നമുക്കത് ഇതല്ലേ, ഇതിലും എത്രയോ വലുത് ഞാൻ കണ്ടിരിക്കുന്നു എന്ന ആറ്റിറ്റ്യൂഡിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ പ്ലാൻ അതാണ്, തന്നിരിക്കുന്ന ചോദ്യങ്ങൾ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ എടുത്തു വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും റെഡി ആണ് എന്ന് വിശ്വസിക്കുന്നു. ഹെൽത്ത് നെറ്റ് കമ്പനിയുടെ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു സെക്ഷൻസ് ഈ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ക്വസ്റ്റ്യന്റെ വലുപ്പം ഒന്നും കണ്ട് വെറുതെ പേടിക്കാതെ ധൈര്യമായിട്ട് അതിന്റെ റിക്വയർമെന്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. 4 റിക്വയർമെന്റ്സ് ഉണ്ട്, ABCD എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാൽക്കുലേറ്റ് ബോത്ത് ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഹെൽത്ത് നെറ്റ് നീഡ് ടു ബ്രേക്ക് ഈവൻ ആൻഡ് ദ മാർജിൻ ഓഫ് സേഫ്റ്റി ആസ് എ പെർസെന്റേജ് ഓഫ് ദ മന്ത് ഓഫ് ജൂൺ. ഇപ്പൊ 2 റിക്വയർമെന്റ് ബേസിക്കലി പറയുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാ പറയുന്നത്? ബ്രേക്ക് ഈവൻ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എന്നുള്ളതും മാർജിൻ ഓഫ് സേഫ്റ്റി ഒരു പെർസെന്റേജ് ആക്കിയിട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ അത് 20 മാർക്കിൽ വളരെ ക്വിക്ലി കണ്ടെത്താൻ കഴിയുന്ന കാൽക്കുലേഷൻസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കാം ഇതിന്റെ മാർക്സ് നിങ്ങൾ നോക്കിയേ, 3+2 5 മാർക്സ് ആണ് ഉള്ളത് അല്ലെ. 5 മാർക്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്സ് അല്ലേ. 20 മാർക്കിലെ 4-1 മാർക്കായി. റൈറ്റ്. അപ്പൊ ബ്രേക്ക് ഈവൻ കാണാൻ പറയുന്നു, മാർജിൻ ഓഫ് സേഫ്റ്റി ആസ് എ പെർസെന്റേജ് കാണാൻ പറയുന്നു. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ റിക്വയർമെന്റ് ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരു വർഷത്തെയാണോ കാണേണ്ടത് അല്ലെ, ഒരു മാസത്തെയാണോ, മന്ത് ശ്രദ്ധിക്കണം. പലപ്പോഴും റിക്വയർമെന്റ് വായിക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് കാണിക്കുന്ന കോമൺ മിസ്റ്റേക്സ് കൂടെ ഞാൻ ഈ ഒരു പോയിന്റിൽ പറയുകയാണ്. സ്റ്റുഡൻസ് ഇവിടെ വായിക്കുന്ന സമയത്ത് ബ്രേക്ക് ഈവൻ മാത്രം കണ്ടുപോകും, റിക്വയർമെന്റ് ബ്രേക്ക് ഈവൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാറുണ്ട്. ഒരു മിസ്റ്റേക്ക് അതാണ്. പിന്നെ ഇവിടെ ആനുവലി ആണോ മന്ത്ലി ആണോ തന്നത് എന്നുള്ള ഈ ഒരു കാര്യം, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. റിക്വയർമെന്റ് വായിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കണ്ടെത്തേണ്ടത്. ഓക്കെ, ജിമ്മിന്റെയും കഫേയുടെയും കാണും അല്ലേ. ഓക്കെ, ജിമ്മിന്റെയും കഫേയുടെയും കാണാം. അങ്ങനെ കംപ്ലീറ്റ് റിക്വയർമെന്റ് ആയിട്ട് മാത്രം നിങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാനുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഫൈൻ, റെഡി അല്ലേ? ഓക്കെ, ഫൈൻ, ശരി.
ഇപ്പൊ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് മനസ്സിലായി ബ്രേക്ക് ഈവൻ ആണ് ഞാൻ കണ്ടെത്തേണ്ടത്. ഓക്കെ, ജിമ്മും കഫയും ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ജിമ്മിന്റെ കാര്യവും കഫയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടാവും. ഇപ്പൊ ജിമ്മിന്റെയും കഫയുടെയും ബ്രേക്ക് ഈവൻ കണ്ടെത്തണം. ബ്രേക്ക് ഈവൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്കറിയാമല്ലോ, അറിയത്തില്ലേ? എന്നാ പെട്ടെന്നൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ ബ്രേക്ക് ഈവൻ. നിങ്ങളുടെ ലൈവ് കമന്റ് ബോക്സിൽ നിങ്ങൾ പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്ത് കാണട്ടെ, നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നുള്ളതൊന്ന് കണ്ടോട്ടെ. യെസ്, ബ്രേക്ക് ഈവൻ ആണ്. സാധാ ബ്രേക്ക് ഈവന്റെ ഇക്വേഷൻ നിങ്ങൾ ഇട്ടോ. ഓക്കെ, പോരട്ടെ. വെരി ഗുഡ് ഗൈസ്, വെരി ഗുഡ് ജോബ്. ധൈര്യമായിട്ട് ബാക്കിയുള്ളവർ ടൈപ്പ് ചെയ്ത് തുടങ്ങിയ ഒരു ടൈപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തോ. ധൈര്യമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്തോ. ബാക്കിയുള്ളവർ പറഞ്ഞതിന് ഇപ്പൊ എന്താ കുഴപ്പമില്ലേ, നമുക്കും കമന്റ് ചെയ്യണ്ടേ? ഓക്കെ, വെരി ഗുഡ്. സോ ബ്രേക്ക് ഈവൻ പോയിന്റേഴ്സ് നമുക്കറിയാം, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി ജിമ്മിൻ്റെത് കാണണം, കഫയുടെ കാണണം. ഇത് രണ്ടും സെപ്പറേറ്റ്ലി കാണേണ്ട രീതിയിലാണ് പറയുന്നത്. ജിമ്മിന്റെ ബ്രേക്ക് ഈവൻ കാണണം, ജിമ്മിന്റെ മാർജിൻ ഓഫ് സേഫ്റ്റി കാണണം. കഫയുടെ ബ്രേക്ക് ഈവൻ കാണണം, കഫയുടെ മാർജിൻ ഓഫ് സേഫ്റ്റി കാണണം. ഓക്കെ, സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എനിവേ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങാം. ഇത് കണ്ടെത്തണമെങ്കിൽ ഐ നീഡ് ഡാറ്റ. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങാം. ഓക്കെ, ഇപ്പം പെട്ടെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ റിക്വയർമെന്റ് വായിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച പോലെ നിങ്ങൾ ഹൈലൈറ്റ് ഇതൊക്കെയാണ് എനിക്ക് കണ്ടെത്തേണ്ടത്. ശരി, ഞാൻ ഇനി ക്വസ്റ്റ്യൻ വായിച്ച് ബാക്കി മുന്നോട്ട് പോകാം. സോ ക്വസ്റ്റ്യൻ വായിക്കുന്നത് അടുത്ത കാര്യം. നമ്മൾ പലർക്കും ഉള്ള പ്രശ്നമാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ മോശമാണ് സാർ, എനിക്ക് ക്വസ്റ്റ്യൻ അത്രയും വായിക്കാനുള്ള സെൻസസ് എനിക്ക് അത്രയും കിട്ടാറില്ല, എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ച് ഇത് മനസ്സിലാക്കാൻ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, നിങ്ങൾക്കുള്ള ഒരു ചെറിയൊരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്. വളരെ മലയാളം മീഡിയം സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ട് ACCA PM പേപ്പറിന് 95 മാർക്ക് വാങ്ങിയ സ്റ്റുഡൻസ് നിങ്ങളുടെ മുന്നിൽ തന്നെ എനിക്ക് കാണിച്ചു തരാനുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. നിങ്ങൾ ആലോചിക്കുക, സാധാരണ നമ്മൾ ചിലപ്പോൾ നിങ്ങൾ പലരും ഇംഗ്ലീഷ് മീഡിയം എങ്കിലും പഠിച്ച ആളുകളായിരിക്കാം, ഇനി അതല്ല സ്റ്റേറ്റ് പഠിച്ച ആൾക്കാരായിക്കോട്ടെ, ഒക്കെ ആയിക്കോട്ടെ, നമ്മളെ കൊണ്ട് പറ്റും, എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യം, ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. 95 മാർക്ക് സ്കോർ ചെയ്ത ആൾക്കാരുണ്ട്, വിച്ച് വാസ് ഗ്ലോബൽ റാങ്ക് നമ്പർ 1. ഇന്ത്യൻ റാങ്ക് അല്ല, ഗ്ലോബൽ റാങ്ക് 1 വന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ഒരാൾക്ക് ഇത്രയും എഫേർട്ട് ഇട്ടപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചെടുക്കുക. ആദ്യം സ്റ്റാർട്ടിംഗ് വിത്ത് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഹെൽത്ത് നെറ്റ് ഇസ് എ ഫിറ്റ്നസ് സെന്റർ ഓഫറിംഗ് പേ ആസ് യു ഗോ ജിം ഫെസിലിറ്റീസ്. പേ ആസ് യു ഗോ ജിം ഫെസിലിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പേ ആസ് യു ഗോ, നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റ് കൊടുത്ത് ജിമ്മിലേക്ക് എൻ്റർ ചെയ്യും. അങ്ങനെയുള്ള ഒരു ജിമ്മാണ് അത്. നമ്മുടെ നാട്ടിലുള്ള ജിമ്മുകളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട, അല്ലെ? അങ്ങനെയുള്ള ഒരു ഫിറ്റ്നസ് സെന്റർ ആണ്. ഇറ്റ് ഹാസ് എ ഫുള്ളി ഫിറ്റഡ് ജിം വിത്ത് എ കപ്പാസിറ്റി ടു അക്കോമഡേറ്റ് 200 യൂസേഴ്സ് അറ്റ് വൺ ടൈം. അറ്റ് എ ടൈം 200 പേരെ ഒക്കുപ്പൈ ചെയ്യാനുള്ള ആ ജിമ്മിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 പേരെ അറ്റ് എ ടൈം അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഫൈൻ. ദെൻ ഇറ്റ് ഓൾസോ ഹാസ് 100 കാർ പാർക്കിംഗ് സ്പേസ്. എന്തുകൊണ്ടാണ് 200 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ജിമ്മിന് 100 കാർ പാർക്കിംഗ് സ്പേസേ ഉള്ളൂ? 200 പേരും വരുന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ 200 കാർ പാർക്കിംഗ് വേണോ? 200 പേര് അറ്റ് എ ടൈം വന്നാലേ പാർക്കിംഗ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ ഒരു ദിവസം ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്തല്ലേ, ചിലർ മോർണിംഗ് വരും, ചിലർ വൈകിട്ട് വരും, ചിലർ ആഫ്റ്റർനൂൺ സെഷൻസിലായിരിക്കും വരിക, പലരും പല സമയത്താണ് വരിക. ഇപ്പൊ ചിലപ്പോൾ ജിമ്മിൽ അറ്റ് എ ടൈം തന്നെ 200 പേരെയും അക്കോമഡേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് കുറവായിരിക്കും. ഓക്കെ, so it also has 100 car parking space and an on-site cafe, both of which are only for customers using gym. കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്, അതിന്റെ കൂടെ ഒരു കഫേ നമുക്കുണ്ട്. എന്താ പറയുന്നത്, ഇത് ജിമ്മിൽ വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമുള്ള കഫേയാണ്. ഒരു ഔട്ട്സൈഡേഴ്സ് ചുമ്മാ ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഈ കഫേയിൽ വരുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. The fitness center has shower facilities for customers and HealthNet provide all customers with a clean towel to use on entry. എൻ്റർ ചെയ്യുന്ന സമയത്തല്ലേ ഒരു ടവലൊക്കെ കൊടുക്കാൻ, അല്ലെ? ഷവർ ഫെസിലിറ്റീസ് ഉണ്ട്, ടവലുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള കഥകളൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ക്വിക്ക്ലി വായിച്ചു പോവാം നിങ്ങൾ എക്സാമിന്, അല്ലെ? നമ്പേഴ്സ് ഒന്നും വരുന്നില്ലല്ലോ ഈ ഒരു പാരഗ്രാഫിലൊക്കെ. ഓക്കെ, ഇവര് ഇങ്ങനെ ഒരു ടവലൊക്കെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ടവൽ റെപ്രസെന്റ്സ് ദ വേരിയബിൾ കോസ്റ്റ് ഫോർ ദ കമ്പനി. കമ്പനിക്ക് ഇങ്ങനെ ഒരു ടവൽ ഓരോരുത്തരും വരുമ്പോഴും കൊടുക്കുക എന്നുള്ളത് ഒരു വേരിയബിൾ കോസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതൊന്നും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമില്ല. അപ്പം നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്, അല്ലെ? We should be finding break-even point. So we require fixed cost and contribution per unit. So ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമ്മുടെ മെന്റാലിറ്റി ഇതായിരിക്കണം, എങ്ങനെയെങ്കിലും ഈ ഒരു ജിമ്മിന്റെ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണം, ജിമ്മിന്റെ
ഏതായിരുന്നു കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടെത്തണം. അതായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേട്ടോ. ഇപ്പൊ ഫസ്റ്റിൽ എപ്പോഴും ഏത് എസ് എ ക്വസ്റ്റ്യൻ എടുത്തോട്ടെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ അബൌട്ട് ദ സിനാരിയോ. ഓക്കെ, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം വേറൊന്നുമല്ല, എല്ലാ ക്വസ്റ്റ്യനിലും ഈ ഒരു പാറ്റേൺ സെയിം. അതായത് ഫസ്റ്റ് പാരഗ്രാഫിൽ വെറുതെ ഇങ്ങനെ സിനാരിയോ കഥകളായിരിക്കും തന്നിട്ടുണ്ടാവുക. ആ കഥകളുടെ ഇമ്പോർട്ടൻസ് വരുന്ന വഴിക്ക് നമുക്ക് കാണാം എവിടേക്കായിരിക്കും ആവശ്യം വരിക എന്നുള്ളത് കേട്ടോ. ഓക്കെ, സോ ഗൈസ്, ഇതുവരെ ഓൾ സെറ്റ് ആണോ ഒന്ന് പറയാമോ? ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, യെസ്, ഓക്കെ ആണ്, ഫൈൻ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നാൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ധൈര്യമായിട്ടിട്ടുള്ളൂ, നമുക്കത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, ഇനി customers pay 8.40 for access to the gym for 1 hour plus unlimited time in the cafe. അല്ലെ, അതായത് കഫേയിൽ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. $8.4 പേ ചെയ്യുന്ന ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് അവർക്ക് ജിമ്മിൽ 1 മണിക്കൂർ മാത്രമേ സ്പെൻഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിന് അവർ കൊടുക്കേണ്ടി വരുന്ന $8.4 ആണ്. കസ്റ്റമേഴ്സിന് വരുന്ന കോസ്റ്റ് ആണ്. ജിമ്മിനെ സംബന്ധിച്ച് ഇത് ജിമ്മിന്റെ സെല്ലിംഗ് പ്രൈസ് എമൗണ്ട് ആണ്. പ്ലസ് ഇവർക്ക് കഫേയിൽ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. If customers want to use the car park, they have to pay an additional $1 per visit. And 80% of the visiting customers use the car park. ഈ ജിമ്മിലേക്ക് വരുന്നതിന്റെ പ്രൈസ് ആണ് 8.4. ഇനി നിങ്ങൾ ജിമ്മിലേക്ക് കാറുമായിട്ടാണ് വന്നെങ്കിൽ കാറ് പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്യുന്നതിന്റെ അവിടെ ഒരു എൻട്രി ഫീ, ഒരു പാർക്കിംഗ് ഫീ നിങ്ങൾക്ക് അഡീഷണലി കൊടുക്കേണ്ടി വരുന്നുണ്ട്, വിച്ച് ഇസ് $1. ഓരോ പ്രാവശ്യം വരുമ്പോഴും നിങ്ങൾ $1 കൊടുക്കണം അവിടെ. എന്നിട്ടോ വരുന്നതിൽ 80% ആളുകൾ കാർ പാർക്കിംഗ് ഉപയോഗിക്കുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അവർ കാറുമായിട്ടാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നു. ഓക്കെ, ഫൈൻ, നോക്കാം. Then HealthNet has been monitoring the number of customers attending throughout each day for the month of June. ജൂൺ മന്തിലെ ഡാറ്റയാണ് ഇതൊക്കെ തന്നിരിക്കുന്നത്. Which was considered to be an average month. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്? ജൂൺ മാസം ഒരു സാധാരണ മാസമാണ്, ഒരു ആവറേജ് മന്ത് ആണെന്ന് പറയാൻ കാരണം സീസണലൈസേഷൻ എന്നുള്ള സംഗതികളൊക്കെ നമ്മൾ QT എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലെ, സീസണലൈസേഷൻ. ഓക്കെ, ജൂണില് നല്ല മൺസൂൺ കാലഘട്ടമാണ്. ജൂൺ ജൂലൈ എന്നൊക്കെ പറഞ്ഞാൽ നല്ല മഴ പെയ്യുന്ന കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെ ഉള്ള അംബ്രല പോലെയുള്ള പ്രോഡക്റ്റുകളുടെ സെയിൽ ഒബ്വിയസ്ലി ഹയർ ആയിരിക്കും, ശരിയല്ലേ? ഓക്കെ, ഇവിടെ നമ്മളുടെ പ്രോഡക്റ്റ് ജിമ്മാണ്. ജിമ്മിന്റെ കേസിൽ ഒരു സീസണൽ ഇഫക്റ്റ് വരുന്ന മന്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജനുവരി ആയിരിക്കും. ജനുവരിയിലല്ലേ, ഈ ജനുവരി കഴിഞ്ഞ 17 ദിവസങ്ങൾ മുന്നെയാണ് നമ്മളെല്ലാവരും നന്നാവാൻ വേണ്ടി തീരുമാനിച്ചത്. ഓക്കെ, ഇന്ന് മുതൽ ഞാൻ എല്ലാം നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞൊരു ടൈം ടേബിൾ ഒക്കെ വെച്ച് ചിലരെങ്കിലും ഒരു റെസൊല്യൂഷൻ ഒക്കെ എടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഇത് നമ്മൾ ചെയ്തത് ജനുവരി 1-നാണ്. ജിമ്മിൽ പോകാം, ഫിറ്റ്നസ് സെറ്റ് ആക്കണമെങ്കിൽ മുതൽ അങ്ങോട്ട്, അല്ലേ? അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമലി ചെയ്യുന്നത്. അപ്പൊ ജിമ്മിന്റെ ഒക്കെ കേസിൽ കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്ന ഒരു മന്ത് എന്ന് പറയുന്നത് ജനുവരിയാണ്. അപ്പൊ ജൂൺ ഇസ് ഓൺ ആവറേജ് മന്ത്. ജൂണിലെ സെയിൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഇഫക്റ്റ്, ഒരു സീസണൽ ഇഫക്റ്റ് ഒന്നും വരത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് ആൻ ആവറേജ് മന്ത്. ഓക്കെ, എനിവേ, ആൻഡ് ഫോർ വിച്ച് HealthNet വാസ് ഓപ്പൺ ഫോർ 30 days. ജൂൺ മാസം എല്ലാ ദിവസവും നമ്മൾ ജിം ഓപ്പൺ ആയിരുന്നു. It has determined that average number of customers per day is 330. Another important, numbers are important. Numbers നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടത് അല്ലെ. അപ്പൊ ഒരു ദിവസം 330 കസ്റ്റമേഴ്സ് വരുന്നു. അതിൽ 40 പേര് അറ്റൻഡ് ചെയ്യുന്ന സമയം 9 മണി മുതൽ 5 മണി വരെയുള്ള സമയത്താണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ. നമുക്ക് വേണമെങ്കിൽ ഒരു ഓഫീസ് ടൈമിംഗ് എന്നൊക്കെ പറയാം അല്ലെ. ഓഫീസ് ടൈം അല്ലെങ്കിൽ സ്കൂൾ ടൈം എന്നൊക്കെ പറയുന്ന ഈ ഒരു സമയത്ത് 40 ആളുകളാണ് ഈ ജിമ്മിൽ വിസിറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം 330 പേര് വരുന്നതിലെ 40 പേര് വരുന്ന സമയം ഇതാണെങ്കിൽ ബാക്കി 290 പേര് വരുന്ന സമയം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. രാവിലെ 7 മണി മുതൽ 9 മണി വരെയും, ശരിയല്ലേ? രാവിലെ 7 മണിക്ക് ജിം ഓപ്പൺ ചെയ്യുമ്പോൾ മുതൽ 9 മണി വരെയും, പിന്നെ വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 മണി വരെയും അല്ലെ. ഈ ഒരു ടൈം പീരീഡിലായിരിക്കും ബാക്കി 290 പേരും ഈ ഒരു ജിം വിസിറ്റ് ചെയ്യുന്നത് അല്ലെ. ആഫ്റ്റർ ഓഫീസിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ മോർണിംഗ് വർക്ക്ഔട്ട് ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള കഥകളും കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ് സിനാരിയോയിലേക്ക്. അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ സിനാരിയോയിൽ നിന്ന് വായിച്ചെടുക്കാനുള്ള ഒരു ക്ഷമ കാണിക്കണം നിങ്ങൾ. പേഷ്യൻസോടെ തന്നെ വായിക്കുക നിങ്ങൾ. ഓക്കെ, ഒത്തിരി ടു മച്ച് ഓഫ് ഡേറ്റ് ആണ്. ഞാൻ വീണ്ടും പറയേണ്ടത് 36 മിനിറ്റ് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിക്കും ഹൈലി ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ ചാലഞ്ചാണ് നമ്മളെ വാല്യൂ ഉള്ളവരാക്കുന്നത് അല്ലെ. PM പേപ്പർ പാസ്സായി, ഞാൻ PM പേപ്പർ പാസ്സായി എന്താണെന്ന് പറയുമ്പോൾ തന്നെ എന്നാ പിന്നെ ഒന്ന് ബഹുമാനിച്ചേക്കാം എന്നല്ലേ വിചാരിക്കുക
അയ്യോ ആ ചേട്ടൻ PM പാസ്സായതാണ്, അല്ലെങ്കിൽ ആ ചേച്ചി PM പാസ്സായതാട്ടോ, എന്താല്ലേ. അപ്പൊ ഡെഫിനറ്റ്ലി ഞാൻ പറയുകയാണ്, നിങ്ങൾ PM പേപ്പർ എഴുതാൻ പോകുന്നവരോട് PM പേപ്പർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ വിൽ ബി വെരി ഹൈ. നിങ്ങളുടെ ബാക്കിയുള്ള ACC ജേർണിനെയൊക്കെ ശക്തമായ രീതിയിൽ ഫ്യൂല് ആയി മാറുന്ന ഒരു കാര്യമാണ് ഈ ഒരു PM പേപ്പറിന്റെ കംപ്ലീഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനിയും സമയമുണ്ട്. വി ഹാവ് 15 days ടു ദ എക്സാം. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കൂ കേട്ടോ. ഓക്കെ, ഇനി ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ഫിറ്റ്നസ് സെന്റർ ഫോർ ജൂൺ മന്തിലെ ഫിറ്റ്നസ് സെന്റർ വന്ന കോസ്റ്റ് തന്നിട്ടുണ്ട്. കഫേ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ജിമ്മിന്റെ തൊട്ടടുത്തുള്ള ഐറ്റമാണ് കഫേ. ഈ കഫേയുടെ കാര്യം പറയുന്നില്ല. ഫിറ്റ്നസ് സെന്ററിന്റെ കേസിൽ മാത്രം ഫിക്സഡ് കോസ്റ്റ് 48,000 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിക്സഡ് കോസ്റ്റ് പെർ ഇയർ ആണോ പെർ മന്ത് ആണോ തന്നത് എന്ന് നോക്കണം. കാരണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ജൂൺ മാസത്തേക്ക് മാത്രമാണ് അല്ലെ. ഇപ്പൊ ഫിക്സഡ് കോസ്റ്റ് പെർ മന്ത് എന്ന് പറയുമ്പോൾ പെർ ജൂൺ അല്ലെ, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഫോർ ദ മന്ത് ഓഫ് ജൂൺ ആണ് 48,000. ശരി, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. ജിമ്മിലേക്ക് വരുന്ന കസ്റ്റമറുടെ വേരിയബിൾ കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ് ഓൾറെഡി തന്നതാണ് 8.4. നൗ വി ഹാവ് ഐഡന്റിഫൈഡ് ദ വേരിയബിൾ കോസ്റ്റ് ഫ്രം ദ സിനാരിയോ ആസ് വെൽ. ഓക്കെ, ഇനി ഓൺ ആവറേജ് ഹാഫ് ഓഫ് ദ കസ്റ്റമേഴ്സ് ഓൾസോ യൂസ് ദ കഫേ ഇൻ ജൂൺ. ജിമ്മിൽ വന്ന 330 ആളുകളാണ് ഒരു ദിവസം വരുന്നത്. അതിൽ പകുതി പേരോളം, ഒരു ദിവസം 330 ആണെങ്കിൽ ഒരു മാസം വരുന്നത് എത്ര പേരാണോ അതിന്റെ എക്സാക്ട് ഹാഫ് നമ്പേഴ്സ് കഫേയിൽ വിസിറ്റ് ചെയ്തു എന്ന രീതിയിൽ ഒരു ആവറേജ് ഡേറ്റ കൂടെ തരികയാണ്. എന്നിട്ട് അതിൽ ഒരു കസ്റ്റമർ നോർമലി സ്പെൻഡ് ചെയ്തത് കഫേ വന്നിട്ട് വീണ്ടും ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഒബ്വിയസ്ലി അതിന് വീണ്ടും പേ ചെയ്യേണ്ടി വരും. ദാറ്റ് ഇസ് $2.2 ആണ് അവർ പേ ചെയ്തിട്ടുള്ളത്. അങ്ങനെ സ്പെൻഡ് ചെയ്ത 2.2-ല് 60% ഡ്രിങ്ക്സിലേക്കാണ്. അതിന്റെ പ്രോഫിറ്റ് മാർജിൻ 60% ആണ്. അപ്പൊ ബാക്കി 40% ഫുഡ് ഐറ്റത്തിലേക്കാണ്. അതിന്റെ പ്രോഫിറ്റ് മാർജിൻ 40% ആണ്. എന്തൊക്കെയല്ലേ, കുറെ പെർസെന്റേജ് ഫിഗേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഒന്നുകൂടെ സ്ലോലി വായിച്ചാൽ കിട്ടും. ഒരാള് കഫേയിൽ വന്നു 2.2 കൊടുത്തു. ഈ 2.2 കൊടുത്തു കഴിഞ്ഞാൽ ആ 2.2-ന്റെ 40% ഇയാൾ ഫുഡ് ഐറ്റംസും 60% അയാൾ ഡ്രിങ്ക് ഐറ്റംസിന് വേണ്ടിയിട്ടുമാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇനി കഫേയുടെ ഓണേഴ്സിനെ സംബന്ധിച്ച്, ഹെൽത്ത് നെറ്റ് കമ്പനിയെ സംബന്ധിച്ച്, ഇവര് ഡ്രിങ്ക്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിന്റെ 60% പ്രോഫിറ്റ് മാർജിൻ ആയിട്ട് വരുന്നതാണ്. ഫുഡ് ഐറ്റത്തിന്റെ എമൗണ്ട് എത്രയാണ് ഇവർ സ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ 40% കമ്പനിക്ക് പ്രോഫിറ്റ് മാർജിൻ ആയിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ ഒരു ഡേറ്റ. പിന്നെ സ്പെസിഫിക് ഫിക്സഡ് കോസ്റ്റ് അസോസിയേറ്റഡ് തന്നിട്ടുണ്ട്. 3,600 ആണ് ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുള്ളത്. ഫിക്സഡ് കോസ്റ്റ്, സ്പെസിഫിക് ഫിക്സഡ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് റണ്ണിങ് ദ കഫേ, വിച്ച് മീൻസ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സ്പെസിഫിക് ഫിക്സഡ് കോസ്റ്റ്? എന്താ ഒന്നൊന്ന് അറിയാമെങ്കിൽ ഒന്ന് അറിയാമെന്നൊന്ന് കാണിച്ചേ. തംസപ്പ്, ജസ്റ്റ് ഗീവ് എ തംസപ്പ്. അറിയാവുന്ന ഒരു കാര്യം ചെയ്തു, ഒന്ന് ഒരു തംസപ്പ് ഇട്ടെ, ഒന്ന് തംസപ്പ് ഇട്ടോ. ഓക്കെ, മനസ്സിലായി അല്ലെ? സ്പെസിഫിക് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ദോ വി ആർ നോട്ട് റണ്ണിങ് ദിസ് ജിം അല്ലെ, ഇത് കഫേയിലേക്ക് വേണ്ടി മാത്രം വന്നതാണ്. ജനറൽ ഫിക്സഡ് കോസ്റ്റ് എന്തായിരുന്നു? കഫേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ വരുന്നതാണ്. ജനറൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇൻകേർഡ് ആവും. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഇവിടെ കഫേ റണ്ണ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് വരുന്ന ചിലവുകൾ. നിങ്ങൾ കഫേ നാളെ അവിടെ നിന്ന് അടച്ചു പൂട്ടുന്നുണ്ടോ? അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ ഈ 3,600 നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നില്ല. അതാണ് സ്പെസിഫിക് ഫിക്സഡ് കോസ്റ്റ്. ഇൻ കേസ് കഫേ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 3,600 പിന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. കഫേ ഓപ്പൺ ചെയ്താൽ മാത്രമേ അതിനാണ് സ്പെസിഫിക് ആയിട്ട് വന്ന ഈ ഒരു ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ടു ദ കഫേ. കഫേ ഉണ്ടെങ്കിലേ അതുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ മുഴുവൻ വായിച്ചു കഴിഞ്ഞോ? ഇല്ല അല്ലെ, ക്വസ്റ്റ്യൻ മുഴുവൻ വായിച്ചു കഴിഞ്ഞില്ല. പക്ഷെ അടുത്ത പാരഗ്രാഫ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് ക്രഷ് പ്രൊപ്പോസൽ എന്ന് പറഞ്ഞിട്ട് അടുത്ത 2 പാരഗ്രാഫും ക്രഷിനെ പറ്റിയിട്ടാണ്. വലിയൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എപ്പോഴും അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് അത് മറ്റ് റിക്വയർമെന്റ്സ്, ഇവിടെ 4 റിക്വയർമെന്റ്സോളം ഇല്ല, അപ്പൊ ബാക്കിയുള്ള റിക്വയർമെന്റ്സിലേക്ക് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾക്ക് ഇപ്പൊ ആൻസർ കണ്ടെത്തുവാനുള്ള, നമ്മളുടെ ആൻസറിലേക്കുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആയില്ലേ അല്ലെ? ആയില്ലേ? യെസ്, ആയി. നമുക്കൊന്ന് ചെയ്തു നോക്കാം. നിങ്ങളുടെ പ്രസന്റേഷൻ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നോ? പ്രസന്റേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ എ പേപ്പർ ലൈക്ക് PM, ബിക്കോസ് എക്സാമിനർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ സ്റ്റുഡന്റ് എഴുതി വെച്ചത് എന്നുള്ളത് എക്സാമിനർ മനസ്സിലാക്കുന്നത് ഇവിടെയാണ്. ദിസ് ഇസ് ദ ഒൺലി ഏരിയ വെർ യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ എക്സാമിനർ അല്ലെ? MCQ ആരാ പേപ്പർ നോക്കുന്നത്? കമ്പ്യൂട്ടേഴ്സ് ആണ് വാല്യൂ ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ഓപ്ഷൻ കറക്കി കുത്തിയാലും അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ ഇതൊക്കെ വാല്യൂ ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ്. MCQs MTQs ഒക്കെ. നിങ്ങൾക്ക് CVPയുടെ നോളജ് ഉണ്ട് കേട്ടോ സാർ, എനിക്ക് അതറിയാം എന്നുള്ളത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഏരിയ
അത് ഏത് മാത്രം? അത് നമ്മളുടെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അവിടെയാണ് നമ്മളുടെ എക്സാമിനുമായിട്ട് സംസാരിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് ഇവിടെ നിങ്ങൾ പ്രസന്റേഷൻ നല്ല രീതിയിൽ അടിപൊളിയാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. സോ ഇവിടെ ഞാൻ ഹെൽത്ത് നെറ്റ് കമ്പനി എന്ന ഹെഡിങ് നമ്മളുടെ ക്വസ്റ്റ്യൻ എഴുതി. ദെൻ അല്ലെ, ഫസ്റ്റ് റിക്വയർമെന്റ് ആണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഫസ്റ്റ് റിക്വയർമെന്റിൽ തന്നെ ജിമ്മിന്റെ ഒരു 1 ഉണ്ടായിരുന്നു, അല്ലെ? അതൊക്കെ 1 എന്നൊന്നുമല്ല, ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതും. അപ്പം ജിമ്മിന്റെ കേസിൽ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ജിമ്മിന്റെ കേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ജിമ്മിന്റെ കേസിൽ നമ്മളോട് ബ്രേക്ക് ഈവൻ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ആയിരുന്നു പറഞ്ഞത്. ബ്രേക്ക് ഈവൻ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടി എനിക്ക് വേണ്ടത് ബ്രേക്ക് ഈവൻ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നുള്ളത്, അല്ലെ? സോ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടില്ലേ ക്വസ്റ്റ്യനിൽ? ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളത്. ഫിക്സഡ് കോസ്റ്റ് എത്രയായിരുന്നു? ക്വസ്റ്റ്യൻ നോക്കാം, പെട്ടെന്നൊന്ന് ക്വസ്റ്റ്യനിലേക്ക് വരൂ. ഫിക്സഡ് കോസ്റ്റ് ഫോർ ജിം ആണ്. ജിമ്മിന്റെ ഫിക്സഡ് കോസ്റ്റ് ഫോർ മന്ത് 48,000 ആണ്. വെരി ഗുഡ്, 48,000. ആ 48,000 എഴുതി വെച്ചു. ഓക്കെ, ജിമ്മിന്റെ ഫിക്സഡ് കോസ്റ്റ് എഴുതി വെച്ചു. ഇനി നമുക്ക് വേണ്ട അടുത്ത ഐറ്റം കോൺട്രിബ്യൂഷൻ ആണ്, അല്ലെ? എനിക്ക് വേണ്ട അടുത്ത ഐറ്റം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഇവിടെ ഇപ്പൊ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ആവുന്നത് കൊണ്ട് പെർ യൂണിറ്റ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. കോൺട്രിബ്യൂഷൻ പെർ കസ്റ്റമർ എന്ന് പറയാം. ഒരു കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ, ഇതല്ലേ വേണ്ടേ? ഇൻ കേസ് നിങ്ങൾ ഇവിടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നാണ് എഴുതിയത്, അതിന് മാർക്ക് കുറയ്ക്കുമോ? ഒരിക്കലും മാർക്ക് കുറയ്ക്കില്ല. അതിനൊന്നും മാർക്ക് കുറയ്ക്കില്ല കേട്ടോ. അതിലൊന്നും നിങ്ങൾ കൺസേൺ ആവണ്ട. നിങ്ങൾ ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ കസ്റ്റമർ ആണ്. ഇവിടെ ഇനി കോൺട്രിബ്യൂഷൻ പെർ കസ്റ്റമർ കണ്ടെത്തണമെങ്കിൽ എന്തൊക്കെ ഡേറ്റ് തന്നിട്ടുള്ളത്? ഡയറക്റ്റ് കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ടോ? ഡയറക്റ്റ് കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല, പക്ഷെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. വിച്ച് ഇസ് ജിമ്മിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 8.4 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടതല്ലേ, അല്ലേ? ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. കസ്റ്റമേഴ്സ് പേ $8.4 ഫോർ ആക്സസ് ടു ജിം എന്ന് കണ്ടതാ. പിന്നെ കഫേയിൽ അൺലിമിറ്റഡ് സമയമുണ്ട്, അതിനെ പറ്റി നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ജിമ്മിൽ വന്ന് ജിമ്മിന്റെ റവന്യൂ കിട്ടിയത് 8.4 ആണ്, ശരി. പിന്നെ വേറെ എന്തെങ്കിലും റവന്യൂ ജിമ്മിനുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ നിങ്ങൾ. വേറെ എന്തെങ്കിലും ഐറ്റംസ് ജിമ്മിനുണ്ടോ എന്ന് നോക്കിയേ. എന്തെങ്കിലും ഫർദർ റവന്യൂ ജിമ്മിൽ വന്നത് കൊണ്ട് മാത്രം കമ്പനിക്ക് കിട്ടിയ അഡീഷണൽ ഒരു റവന്യൂ ഉണ്ടായിരുന്നു. യെസ്, വെരി ഗുഡ്, സംബഡി കമന്റഡ് ഹിയർ, അല്ലെ? എന്താ? കാർ പാർക്കിങ്ങിന് ഒരു റവന്യൂ ഇല്ലേ? വെരി ഗുഡ്. കാർ പാർക്കിങ്ങിന്റെ ഒരു റവന്യൂ ഉണ്ട്. കാർ പാർക്കിങ്ങിൽ നിന്നുള്ള റവന്യൂ എന്താ പറയുന്നത്? ജിമ്മിൽ വന്ന എല്ലാവരും 8.4 തന്നിട്ടുണ്ട്. പക്ഷെ ജിമ്മിൽ വന്ന എല്ലാവരും കാർ പാർക്കിങ്ങിന്റെ $1 തന്നിട്ടുണ്ടോ? ഇല്ല, അല്ലെ? ജിമ്മിൽ വന്ന ആളുകളുടെ 80% ആളുകൾ മാത്രമേ കാറുമായിട്ട് വന്നിട്ടുള്ളൂ. അവർ മാത്രമേ $1 തന്നിട്ടുള്ളൂ. ഈ ഒരു പോയിന്റില് ഒരുപാട് സ്റ്റുഡൻസ് എക്സാമിന് ടോട്ടലി സ്റ്റക്കായി വന്നൊരു പോയിന്റാണ്. ഇവിടെ ഇപ്പൊ നിങ്ങളും സ്റ്റക്കല്ലേ? നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും ഇത് നിങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഈ ഒരു പോയിന്റിൽ സ്റ്റക്കായിട്ടുണ്ടാവും. എക്സാമിനർ തന്നെ പറഞ്ഞതാണ് 90% ഓഫ് ദ സ്റ്റുഡൻസ് സ്റ്റക്കായ ഒരു പോയിന്റ് ആണിത്. അതായത് സെല്ലിംഗ് പ്രൈസ് ചെയ്തു, ജിമ്മിലെ സെല്ലിംഗ് പ്രൈസ് എഴുതി, ഓക്കെ. കോൺട്രിബ്യൂഷൻ പിന്നെ അടുത്ത ഐറ്റം വേണ്ടത് വേരിയബിൾ കോസ്റ്റ് ആണ്. ഓക്കെ, വേരിയബിൾ കോസ്റ്റ്, വാട്ട് ഇസ് ദ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പെർ കസ്റ്റമർ എന്നൊക്കെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയായിരുന്നു അത് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്? അത് പെട്ടെന്ന് എഴുതി വെച്ചേക്കാലോ. വേരിയബിൾ കോസ്റ്റ് 1.2, അല്ലെ? വേരിയബിൾ കോസ്റ്റ് 1.2 ആണ്. അത് ഞാൻ എഴുതി വെച്ചു. അപ്പൊ കിട്ടുന്ന കോൺട്രിബ്യൂഷൻ പെർ കസ്റ്റമർ എന്നുള്ളത് 7.2 ആണ്. കോൺട്രിബ്യൂഷൻ പെർ കസ്റ്റമർ 7.2 ആണ്. പലരെയും കൺസേൺഡ് ആക്കിയ ഒരു വിഷയം എന്നുള്ളത്, അല്ല സാറേ നമ്മളിവിടെ കാർ പാർക്കിങ്ങിന്റെ റവന്യൂ കൺസിഡർ ചെയ്യണ്ടേ? അതിന് ആൻസർ ഇതാണ്, ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യണം. എന്തുകൊണ്ട് കൺസിഡർ ചെയ്യണം എന്ന് പറയാം. ജിം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു കാർ പാർക്ക്, ജിമ്മിലേക്ക് വരുന്നവർ കൊണ്ടുവന്നതാണ് കാറുകൾ, അല്ലെ? അപ്പൊ അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അവർ ജിമ്മിലേക്ക് വന്ന് വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഇത് ജിമ്മുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള റവന്യൂ തന്നെയാണ്. ഇത് ജിമ്മിന്റെ തന്നെ റവന്യൂ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ജിമ്മിൽ വന്നവർ തന്നെയാണ് കഫേ ഉപയോഗിച്ചതെങ്കിലും കഫേക്ക് സ്പെസിഫിക്കലി വേറെ തന്നെ ഫിക്സഡ് കോസ്റ്റും, അല്ലെ? കഫേയുടെ ഡ്രിങ്ക്സിന്റെ കോസ്റ്റ്, ഫുഡ് ഐറ്റത്തിന്റെ കോസ്റ്റ്, അതിന് വീണ്ടും വേറെ സ്പെൻഡ് ചെയ്യേണ്ടത്, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ഫിക്സഡ് കോസ്റ്റും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. മോർ ഓവർ നമ്മളോട് കഫേയുടെ സെപ്പറേറ്റ്ലി ചോദിക്കുന്നുണ്ട്.
അല്ലെ? കഫേയുടെ ബ്രേക്ക് ഈവൻ എത്രയാണെന്ന് സെപ്പറേറ്റ്ലി ചോദിക്കുന്നുണ്ട്. ഇവിടെ ജിമ്മിന്റെ ബ്രേക്ക് ഈവൻ എത്രയാണെന്നൊന്നും ചോദിക്കുന്നില്ല. സോറി, ജിമ്മിന്റെ അല്ല, കാർ പാർക്കിന്റെ ബ്രേക്ക് ഈവൻ എത്രയാണെന്നൊന്നും ചോദിക്കുന്നില്ലല്ലോ, അല്ലെ? അപ്പൊ അതിനെ നമുക്ക് ശരിക്കും റൈറ്റ് ട്രീറ്റ്മെന്റ് എന്നുള്ളത് കാർ പാർക്കിങ്ങിൽ നിന്നുള്ള റവന്യൂ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ജിമ്മിൽ നിന്ന് ഏൺ ചെയ്ത റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ഐറ്റം ചെയ്യണം? ഇവിടെ റവന്യൂ ഫ്രം പാർക്കിംഗ്, റവന്യൂ ഫ്രം കാർ പാർക്കിംഗ് എന്ന രീതിയിൽ $1 എഴുതിയാൽ ശരിയാവോ? ജിമ്മിൽ വന്ന എല്ലാവരും 8.4 തന്നിട്ടുണ്ട്, പക്ഷെ ജിമ്മിൽ വന്ന എല്ലാവരും $1 തന്നിട്ടില്ല. അപ്പൊ 1 എഴുതി കഴിഞ്ഞാൽ അത് ദാറ്റ് ഇസ് റോങ്. 1 എഴുതിയാൽ ശരിയാവില്ല. ഓക്കെ, 1ന് പകരം നമുക്ക് എഴുതേണ്ട ഫിഗർ ആണ്, ശ്രദ്ധിച്ചോ, 80% ഓഫ് ദ കസ്റ്റമേഴ്സ് ദേ പെയ്ഡ് 1. അല്ലെ, ജിമ്മിൽ വന്ന 80% ആളുകൾ $1 പേ ചെയ്തു എന്ന് പറയുന്നതും ജിമ്മിൽ വന്ന എല്ലാവരും 0.8 പേ ചെയ്തു എന്ന് പറയുന്നതും സെയിം അല്ലേ? നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങില് ഇക്വലന്റ് യൂണിറ്റ്സ് എന്നൊക്കെ പറഞ്ഞൊരു കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതൊന്നും ഞാൻ വീണ്ടും പറയുന്നില്ല കേട്ടോ, അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇവിടെ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ജിമ്മിൽ വന്ന 100, ഇവിടെ നമ്മൾ ജിമ്മിൽ വന്ന 100% ആളുകളും, ജിമ്മിൽ വന്ന 100% ഓഫ് ആളുകളും $1 തന്നിരുന്നുവെങ്കിൽ 100% into 1 എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു 1 റവന്യൂ കിട്ടുന്നുണ്ടെന്ന് പറയാം. ഇവിടെ നമ്മൾക്ക് 80% ഓഫ് ആളുകളല്ലേ 1 തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ഒരു റവന്യൂവിനെ എത്രയായിട്ട് കൺസിഡർ ചെയ്യാം? 0.8 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതാണ് ഇതിന്റെ ശരിയായ ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ 2 റവന്യൂ നമുക്ക് വരുന്നുണ്ട് അല്ലെ? അപ്പൊ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് മാറിയില്ലേ? ദിസ് ഇസ് എ റവന്യൂ, ദിസ് ഇസ് അനദർ റവന്യൂ മൈനസ് ദിസ് വേരിയബിൾ കോസ്റ്റ്. സോ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് 8 ആണ്. കോൺട്രിബ്യൂഷൻ പെർ കസ്റ്റമർ 8 ആണ്. എക്സാമിന് പല സ്റ്റുഡൻസും സ്റ്റക്കായ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ റവന്യൂ ഫ്രം പാർക്കിംഗ് എന്നുള്ളത്. ഇവിടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനുള്ള ഒരു ഇമ്പോർട്ടന്റ് എക്സാം ടെക്നിക് എന്നുള്ളത് ഇതാണ്. ശ്രദ്ധിച്ചോ, ഇൻ കേസ് നിങ്ങൾ ഈ റവന്യൂ ഫ്രം പാർക്കിംഗ് ഇഗ്നോർ ചെയ്തെന്ന് വെച്ചോ, അയ്യോ എന്തൊക്കെയോ പാർക്കിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, പാർക്കിംഗ് പാടെ മറന്നേക്കാം, പാർക്കിങ്ങിനെ പറ്റി നിങ്ങൾ മൈൻഡേ ചെയ്യണ്ട, പാർക്കിംഗ് വിട്ട് കളഞ്ഞേര്, പോയിക്കോട്ടെ, പാർക്കിങ്ങിന്റെ കാര്യം ഞാൻ നോക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ശ്രദ്ധിച്ച്, അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാർക്സ് കിട്ടും. 3+2 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 3 മാർക്സ് സ്പെസിഫിക്കലി ജിമ്മിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. കൂടിപ്പോയാൽ നമുക്ക് എത്ര മാർക്ക് പോകും? ഈ ഒരു റവന്യൂ ഞാൻ എഴുതിയില്ല. റവന്യൂ എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ മാറി, കോൺട്രിബ്യൂഷൻ മാറിയാൽ അതിനനുസരിച്ച് ബ്രേക്ക് ഈവൻ മാറി, ആൻസേഴ്സ് ഒക്കെ മാറിയല്ലോ സർ. അപ്പൊ തെറ്റിയില്ലേ? 3 മാർക്ക് പോകത്തില്ലേ? ഒരിക്കലും ഇല്ല. ഇവിടെ 1/2 മാർക്കേ എക്സാമിനർ പീനലൈസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ഒരു 1 മാർക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു, 1 മാർക്ക് പോയിക്കോട്ടെ, അപ്പോഴും 3ല് 1 മാർക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് 2 മാർക്സ് അവിടെ നിന്ന് ഏൺ ചെയ്യാം. ഓക്കെ, എക്സാമിന് പല സ്റ്റുഡൻസും ഈ കാർ പാർക്കിങ്ങിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നറിയാതെ കഷ്ടപ്പെട്ട് അവിടെ ഒരു 5 മിനിറ്റ് എങ്കിലും കളഞ്ഞവരുണ്ട്. 36 മിനിറ്റ് ആണ്, ടൈം ഇസ് ടിക്കിംഗ് അല്ലെ? അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സേവ് ടൈം. ഇഫ് യു ഡോണ്ട് നോ സംതിങ്, അസ്യൂം ഗോ ഓൺ. ഇവിടെ ഞാൻ എടുക്കുന്ന അസംപ്ഷൻ ആണ്, ഓക്കെ, ഐ ആം ഇഗ്നോറിംഗ് ദിസ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഫൈൻഡ് ഔട്ട് റവന്യൂ ഫ്രം പാർക്കിംഗ്. ഓക്കെ, ലെറ്റ്സ് ഇഗ്നോർ ദാറ്റ്. അല്ലെങ്കിൽ ലെറ്റ്സ് സേ റവന്യൂ ഫ്രം പാർക്കിംഗ് ഈസ് ഈക്വൽ ടു $1. നിങ്ങൾ ചിലരെങ്കിലും $1 എന്ന് വെച്ചിട്ട് തന്നെ പ്രൊസീഡ് ചെയ്തവരുണ്ടാവാം. ലെറ്റ് ഇറ്റ് ബി. 1/2 മാർക്കേ പോകത്തുള്ളൂ, 0.5 മാർക്സ്. ഓക്കെ, അപ്പൊ ആ ഒരു ധൈര്യം കാണിക്കണം. ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ഐറ്റം, ഇപ്പൊ നമ്മൾ എഴുതി വെച്ച ഈ ഒരു ഓരോ ഐറ്റത്തില് ഇതിന്റെ ആൻസേഴ്സ് കണ്ടെത്തുവാൻ വേണ്ടി, ഈ നമ്പേഴ്സ് കണ്ടെത്താൻ വേണ്ടി ഒരുപാട് സമയം നിങ്ങൾ ചെലവഴിക്കാൻ നോക്കുക. പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, ഞാൻ മുന്നോട്ട് പോവാണ്. ഇനി therefore break even number of customers നെ കാണാം. break even number of customers is equal to, ഇവിടെ എപ്പോഴും ഫോർമുലാസ് ആയിട്ട് ലിങ്ക് ചെയ്ത് വേണം കൊടുക്കാൻ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, കോൺട്രിബ്യൂഷൻ പെർ കസ്റ്റമർ വിച്ച് ഇസ് 8, 6,000 എന്നുള്ള ആൻസർ കിട്ടി. 6,000. ദിസ് ഇസ് ദ ബ്രേക്ക് ഈവൻ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അല്ലെ? ഇതിപ്പോ എക്സാമിനർ ഇത് വാല്യൂ ചെയ്യാൻ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആദ്യം കാണുന്നത് ബ്രേക്ക് ഈവൻ നമ്പർ ഓഫ് കസ്റ്റമർ 6,000. ഓ, ഇത് ആദ്യം എഴുതി വെച്ചു എന്നുള്ളത് അയാൾ എന്തായാലും ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അയാൾക്ക് മനസ്സിലാവും അല്ലെ? ഓക്കെ, ഇത് ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ കസ്റ്റമർ ചെയ്തിട്ടാണ് ഇവിടെ വന്നത് ബ്രേക്ക് ഈവൻ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വന്നത്. ഓക്കെ, ദിസ് ഗൈ നോ സംതിങ് അല്ലെ? അതിന്റെ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ അടിപൊളിയായിട്ട് കാണിച്ചു. That's it. Break even number of customers 6,000. അപ്പൊ ഇത് നമ്മൾ സമയം എടുത്ത് ചെയ്തപ്പോഴേക്കും നമ്മളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി പറയുന്ന ഒരു പ്രശ്നം ഉണ്ട്. അതോടെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഇനി ബിയിലേക്ക് പോകാം. ഇല്ല, കഴിഞ്ഞിട്ടില്ല അല്ലെ? കഴിഞ്ഞിട്ടില്ല. ബ്രേക്ക് ഈവൻ, ജിമ്മിന്റെ ബ്രേക്ക് ഈവൻ കഴിഞ്ഞു. ഇനി ജിമ്മിന്റെ
മാർജിൻ ഓഫ് സേഫ്റ്റി ആസ് പെർസെൻറ്റേജ് കൂടെ ചെയ്യുവാനുണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി ആസ് പെർസെൻറ്റേജ്, ഇതും കൂടെ നമുക്ക് കണ്ടെത്തണം. ആൻഡ് ഇതിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്തായിരുന്നു? ബജറ്റഡ് കസ്റ്റമേഴ്സ് മൈനസ്, പഠിച്ചു ഓർക്കുന്നുണ്ടോ? ബജറ്റഡ് മൈനസ് ബ്രേക്ക് ഈവൻ ഡിവൈഡഡ് ബൈ ബജറ്റഡ്, അതായിരുന്നു മാർജിൻ ഓഫ് സേഫ്റ്റി. അപ്പൊ ഇവിടെ ബജറ്റഡ് കസ്റ്റമേഴ്സ് മൈനസ് ബ്രേക്ക് ഈവൻ കസ്റ്റമേഴ്സ് അല്ലെ, ഡിവൈഡഡ് ബൈ ബജറ്റഡ്. അപ്പൊ ഈ രണ്ട് ഐറ്റംസ് ആണ് നമുക്ക് ഇനി ഐറ്റം വേണ്ടത്, ബജറ്റഡും ബ്രേക്ക് ഈവൻ. ബ്രേക്ക് ഈവൻ കസ്റ്റമേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ടല്ലോ, 6000 ബ്രേക്ക് ഈവൻ കസ്റ്റമേഴ്സ്. ഓക്കെ അല്ലേ? വളരെ ഈസിലി നമുക്ക് അത് എഴുതിയെടുക്കാം. ഇനി അടുത്തത് ബജറ്റഡ് കസ്റ്റമേഴ്സ്. എത്ര ബജറ്റഡ് കസ്റ്റമേഴ്സ് ആണ് ഈ ഒരു മാസത്തെ നമ്മളുടെ ബജറ്റഡ് കസ്റ്റമേഴ്സ്? എത്ര പേരായിരിക്കും? ഓക്കെ, എത്ര പേരാ? ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം നമ്മളുടെ ജിമ്മിൽ വരുന്നത് എത്ര പേരാ? ഒരു ദിവസം ജിമ്മിൽ വരുന്നത് 330 customers, right? 330 customers. Okay, so 330 customers are coming and we do open for all the days of this particular month. അല്ലെ, 30 ദിവസം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. So 330 into 30, which means ഒരു മാസത്തേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ബജറ്റഡ് കസ്റ്റമേഴ്സ് ഇറ്റ് ഇസ് 9900. വളരെ ക്വിക്ലി നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടെത്താം. ഈക്വൽ ടു ബജറ്റഡ് മൈനസ് ബ്രേക്ക് ഈവൻ ഡിവൈഡഡ് ബൈ ബജറ്റഡ്, വിച്ച് ഇസ് 0.39, അല്ലെങ്കിൽ നമുക്ക് പറയാം 39.39% പെർസെൻറ്റേജിലേക്ക് ആക്കിയിട്ട് പറഞ്ഞു നോക്കാം. ദിസ് ഇസ് ഹൗ യു ഷുഡ് പ്രസന്റ് യുവർ ആൻസർ ഗൈസ്. കേട്ടോ, ക്വസ്റ്റ്യൻ നമ്മൾക്ക് ബ്രേക്ക് ഈവൻ ആണെന്നും മാർജിൻ ഓഫ് സേഫ്റ്റി ആണെന്നും അറിയുമ്പോഴേ എന്താണോ നമ്മൾ അതിന് പഠിച്ച കോൺസെപ്ച്വലി നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഉണ്ടല്ലോ, ആ ഇക്വേഷൻസ് നമ്മുടെ മനസ്സിൽ വരണം. അതായിരിക്കണം നിങ്ങളുടെ ആൻസറിലെ പ്രസന്റേഷൻ ഫോർമാറ്റ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എക്സാമിനർക്ക് മനസ്സിലാക്കി ബജറ്റഡ് മൈനസ് ബ്രേക്ക് ഈവൻ, ഓക്കെ ഇവർ അതാണ് ചെയ്തത് എന്നുള്ള എക്സാമിനർക്ക് പെട്ടെന്ന് ക്യാച്ച് ആവും. അപ്പൊ ഇത്രയും പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് 3 marks, ജിമ്മിന്റെ 3 marks കിട്ടി. നൗ വി ഹാവ് ടു ഡു ദ സെയിം തിങ് ഫോർ കഫേ. സെക്കൻഡ് കേസിൽ നൗ ഐ ഹാവ് ടു ഡു ദ സെയിം തിങ് ഫോർ കഫേ, റൈറ്റ്? കഫേക്ക് ഇനി ഇതേപോലെ കണ്ടെത്തണം. കാര്യങ്ങൾ വ്യത്യാസമൊന്നും ഇല്ലല്ലോ അല്ലെ? ഇപ്പൊ എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കോപ്പി ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് എളുപ്പം ഉണ്ടായിരിക്കും അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും സമയം കളയരുത്. ദിസ് റിമീൻസ് അനദർ എക്സാം ടെക്നിക്. ഇതിൽ എന്നിട്ട് റവന്യൂ ഫ്രം പാർക്കിംഗ് ഉണ്ടോ? ഇല്ല. പാർക്കിങ്ങിന്റെ കേസൊന്നും കഫേയുടെ കേസിൽ പറയുന്നില്ല. കഫേയിലേക്ക് സ്പെസിഫിക്കലി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബ്രേക്ക് ഈവൻ നമ്പർ എത്രയാന്നുള്ളത്. സോ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, സെല്ലിംഗ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ ഇഫ് എനി. അത് ചെയ്ത ബ്രേക്ക് ഈവൻ ആയി. ഇതേപോലെ കഫേയുടെ മാർജിൻ ഓഫ് സേഫ്റ്റിയും കാണണം. ഓക്കെ അല്ലേ? ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഈ 3 മാർക്ക് നിങ്ങൾ എല്ലാവരും ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാമോ? നമ്മുടെ ലൈവിൽ ഒന്ന് കമന്റ് ചെയ്തേ. എല്ലാവരും കമന്റ് ചെയ്യൂ കേട്ടോ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും. ഓക്കെ ഓക്കെ ഫൈൻ. ഞാൻ കമന്റ്സ് നോക്കുന്നുണ്ട്. യെസ്, ക്ലിയർ ആണെന്ന് കമന്റ് കാണുന്നു. താങ്ക് യു. പെർഫെക്റ്റ് ഗൈസ്, പെർഫെക്റ്റ്. ഓക്കെ, ദിസ് ഇസ് ഹൗ യു ഷുഡ് പ്രസന്റ് ആൻസർ. നിങ്ങൾ അല്ലെ കുറച്ചൊരു ലെവലപ്പിംഗ് ആവുന്ന പോലെ നിങ്ങൾക്ക് തന്നെ തോന്നും, പക്ഷെ മനസ്സിലാക്കി ഇതൊന്നും ഒരു വലിയ കാര്യങ്ങളൊന്നും, ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഫിക്സഡ് കോസ്റ്റ്, കഫേയുടെ കേസിൽ we have already identified the specific fixed cost associated with cafe, which is 3600 ഉള്ളൂ കഫേയുടെ ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, 3600. വാട്ട് അബൌട്ട് ദ സെല്ലിംഗ് പ്രൈസ്? കഫേയുടെ കേസിൽ സെല്ലിംഗ് പ്രൈസ് പീപ്പിൾ ഡു സ്പെൻഡ് 2.2. ഓർക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്? ഒന്ന് പെട്ടെന്ന് എടുത്ത് നോക്കിയോ കഫേ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്. 2.2 സ്പെൻഡ് ചെയ്യും, അതിൽ 60% ഡ്രിങ്ക്സിലേക്ക് പോയി, അതിന്റെ പ്രോഫിറ്റ് മാർജിൻ 60%. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് സെല്ലിംഗ് പ്രൈസും വേരിയബിൾ കോസ്റ്റ് ഒന്നും സെപ്പറേറ്റ്ലി പ്രസന്റ് ചെയ്യുന്ന രീതിയിലല്ല ക്വസ്റ്റ്യനിലെ ഡേറ്റ തന്നത്. ഡയറക്റ്റ് നമുക്ക് കോൺട്രിബ്യൂഷനിലേക്ക് ജമ്പ് ചെയ്യാവുന്ന രീതിയിലാണ്. സേ ഫോർ എക്സാമ്പിൾ 2.2 ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. നമ്മളെന്ന് പറയുന്നത് പോട്ടെ, കസ്റ്റമേഴ്സ് സ്പെൻഡ് ചെയ്യുന്നത് 2.2 ആണ്. 2.2ല് 60%ഓളം ഇവർ സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഡ്രിങ്ക്സിന് വേണ്ടിയിട്ടാ അല്ലെ? ഇപ്പൊ ഡ്രിങ്ക്സിന്റെ മാത്രം സെല്ലിംഗ് പ്രൈസ് ആണ് 1.32 എന്ന് വേണമെങ്കിൽ പറയാം.
ഡ്രിങ്ക്സിന്റെ മാത്രം സെല്ലിംഗ് പ്രൈസ് ആണ് 1.32. ആ 1.32ന്റെ അഗെയിൻ 60% എന്നത് പ്രോഫിറ്റ് മാർജിൻ ആണ്. ഇപ്പൊ 2.2ന്റെ 60% എടുത്തപ്പോൾ ഡ്രിങ്ക്സിന്റെ സെല്ലിംഗ് പ്രൈസ് കിട്ടി. ഡ്രിങ്ക്സിന്റെ 60% എടുത്തു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. അല്ല, ഒരു കസ്റ്റമറിൽ നിന്ന് ഹെൽത്ത് നെറ്റ് കമ്പനി, കഫേയിൽ വന്ന ഒരു കസ്റ്റമറിൽ നിന്ന് ഹെൽത്ത് നെറ്റ് കമ്പനി ഏൺ ചെയ്ത കോൺട്രിബ്യൂഷൻ ആണ് കിട്ടുന്നത്. കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെന്ന് പറയാം. ഈ ക്വസ്റ്റ്യനിലുള്ള ഏറ്റവും വലിയ ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇത് കണ്ടോ, ഇവിടെ ഇവര് പ്രോഫിറ്റ് മാർജിൻ എന്നാ തന്നിരിക്കുന്നത്. അപ്പൊ സ്റ്റുഡൻസ് ഒക്കെ വിചാരിച്ചു പ്രോഫിറ്റ് മാർജിൻ 60% വെച്ച് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഫിഗർ എന്താ? ശ്രദ്ധിച്ചേ, നമുക്ക് കിട്ടാൻ പോകുന്ന ഫിഗർ അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. ശരിയല്ലേ? കോൺട്രിബ്യൂഷൻ അല്ലല്ലോ നമുക്ക് ഇവിടെ വേണ്ടത്, കോൺട്രിബ്യൂഷൻ അല്ലേ, പ്രോഫിറ്റ് മാർജിൻ ആണല്ലോ തന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് അടുത്ത സ്റ്റക്കായ ഒരു പോയിന്റ് ആണിത്. ചേട്ടാ അത് ശരിയാണല്ലോ അല്ലെ, പ്രോഫിറ്റ് എന്നതും കോൺട്രിബ്യൂഷൻ എന്നതിന്റെ ഇടയ്ക്ക് വലിയൊരു കാര്യം നിൽക്കുന്നുണ്ട്, ഫിക്സഡ് കോസ്റ്റ്. ഈ കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് അല്ലേ സാർ പ്രോഫിറ്റ്? അതെ, പ്രോഫിറ്റ്. അപ്പൊ നമുക്കിവിടെ കോൺട്രിബ്യൂഷനാണ് വേണ്ടതെങ്കിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റിന്റെ കൂടെ തിരിച്ച് ഫിക്സഡ് കോസ്റ്റ് ഒക്കെ ആഡ് ചെയ്താലല്ലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇവിടെ ഫിക്സഡ് കോസ്റ്റ്, അതാണ് ശരി, അതാണ് റൈറ്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്, അതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പോയിന്റ് നമ്പർ 1, ഇതിന് എത്ര മാർക്കുണ്ട്? നിങ്ങൾ ഈ ബ്രേക്ക് ഈവൻ ആൻസർ പക്ക നിങ്ങൾ കറക്റ്റ് ആക്കിയാലും എത്ര മാർക്ക് മാക്സിമം കിട്ടും നിങ്ങൾക്ക്? ഒറ്റ മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഈ ഫിക്സഡ് കോസ്റ്റ് നിങ്ങൾ കണ്ടെത്തി, ഐഡന്റിഫൈ ചെയ്ത് എഴുതി, കോൺട്രിബ്യൂഷൻ നിങ്ങൾ ഒരു ഫിഗർ കണ്ടെത്തി, അത് ശരിയായ ഫിഗർ തന്നെ ആണെങ്കിലും അതിനുവേണ്ടി ഒരുപാട് സമയം കളഞ്ഞ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഒക്കെ കണ്ടെത്തി അത് ആഡ് ബാക്ക് ചെയ്ത് കോൺട്രിബ്യൂഷനിലേക്ക് എത്തി. ഞാൻ ആ കോൺട്രിബ്യൂഷൻ കണ്ടെത്തുമ്പോൾ അല്ലെ, എത്ര സമയം കളഞ്ഞു നമ്മൾ, പക്ഷെ കിട്ടിയത് 1 മാർക്കാണ്. അപ്പൊ മനസ്സിലാക്കുക, യു ഷുഡ് ഓൾവേസ് കീപ് ഇൻ മൈൻഡ് ദ മാർക്സ് ഫോർ എ പെർട്ടിക്കുലർ റിക്വയർമെന്റ്. ഇതിനാകെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 1 മാർക്ക് മാർജിൻ ഓഫ് സേഫ്റ്റിക്കും 1 മാർക്ക് ബ്രേക്ക് ഈവനുമാണ്. 1 മാർക്ക് മാർജിൻ ഓഫ് സേഫ്റ്റിക്കും 1 മാർക്ക് ബ്രേക്ക് ഈവനുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെറുതെ ഇവിടെയൊക്കെ സ്റ്റക്ക് ആവേണ്ട കാര്യമുണ്ടോ? അൾട്ടിമേറ്റ്ലി ഐ നോ ബ്രേക്ക് ഈവൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ. ലെറ്റ് ദ കോൺട്രിബ്യൂഷൻ ബി എനി നമ്പർ, എന്തെങ്കിലും നമ്പർ ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ശരിയായ ട്രീറ്റ്മെന്റ്, ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾ ചെയ്യേണ്ട ശരിയായ ട്രീറ്റ്മെന്റ് ഇതാണ്. ഇത്രയും ചെയ്തപ്പോൾ നമ്മൾക്ക് ആ ഡ്രിങ്ക്സിന്റെ പ്രോഫിറ്റ് കിട്ടി. ഇനി ഫുഡിന്റെ പ്രോഫിറ്റ് കിട്ടണമെങ്കിലോ 2.2 into 40% ആണ് ഫുഡിന്റെ സെല്ലിംഗ് പ്രൈസ്, ഫുഡിലേക്ക് നോർമലി സ്പെൻഡ് ചെയ്തത്. അതിന്റെ 40% ആണ് ഫുഡിന്റെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നുണ്ട്, റൈറ്റ്? സോ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഒരു കസ്റ്റമറിൽ നിന്ന് നമുക്ക് കിട്ടിയ കോൺട്രിബ്യൂഷൻ കിട്ടും, ദാറ്റ് ഇസ് 1.144. ശരിക്കും ഈ 1.144 എന്നുള്ളത് പ്രോഫിറ്റ് ഫിഗർ ആണ്, പ്രോഫിറ്റ് പെർ കസ്റ്റമർ ആയിട്ട് പറയേണ്ട കാര്യം. പക്ഷെ ഫിക്സഡ് കോസ്റ്റ് പെർ കസ്റ്റമർ കൂടെ തന്നാലേ നമുക്ക് ഇത് ആഡ് ബാക്ക് ചെയ്ത് കോൺട്രിബ്യൂഷൻ പെർ കസ്റ്റമറിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് ഓക്കെ എങ്കിൽ തൽക്കാലം അത് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു അസംഷൻ ആണ്, നമ്മൾ എക്സാമിന് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. സ്റ്റക്കായി നിൽക്കരുത് ഇവിടെ. നമുക്കറിയാം നമ്മൾ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, പക്ഷെ വാട്ട് ഡസ് ഇറ്റ് മാറ്റർ? കാരണം 3600 ബൈ ഇവിടെ ഇനി 1.144 പകരം നിങ്ങളൊരു 10 എന്നിട്ട് നിങ്ങൾ അസ്യൂംഡ് എന്ന് എഴുതി പോയി കഴിഞ്ഞാലും യു വിൽ ഗെറ്റ് 11 മാർക്സ്. 1/2 മാർക്ക് എന്തായാലും കിട്ടും. ഈ ഫിഗർ മൊത്തം തെറ്റിയിട്ടാണ് നിങ്ങളുടെ ബ്രേക്ക് ഈവൻ നമ്പർ വരുന്നതെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇതിന്റെ പകുതി മാർക്ക് കിട്ടും. ബിക്കോസ് അൾട്ടിമേറ്റ്ലി എക്സാമിനർ നോസ് ഇവർക്ക് 360 കിട്ടിയത് ഓക്കെ ഇവരുടെ കോൺട്രിബ്യൂഷൻ പെർ കസ്റ്റമർ തെറ്റിപ്പോയിട്ടാണ്. ഓക്കെ, സോ പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ്, numbers doesn't matter much. Time is what it matters. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ പ്രോഫിറ്റ് മാർജിൻ കിട്ടി. ഓക്കെ, അതുവരെ ഞാൻ അത്യാവശ്യം ശരിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദിസ്. ഇതിന് ഫുൾ മാർക്സ് കിട്ടും, പ്രോഫിറ്റ് തന്നെ എടുത്ത് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്ത. കോൺസെപ്ച്വലി നോക്കുമ്പോൾ ഈവൻ ദോ ദിസ് ഇസ് എ മിസ്റ്റേക്ക്, ഇതിന് കംപ്ലീറ്റ് ക്രെഡിറ്റ് നമുക്ക് കിട്ടും എക്സാമിന് കേട്ടോ. കാരണം ഇവിടെ വേറെ അവൈലബിൾ ഡേറ്റ ഇത്രയല്ലേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ഉള്ള ഡാറ്റ വെച്ചിട്ട് മാക്സിമം മുന്നോട്ട് പോട്ടെ, ദാറ്റ്സ് ഇറ്റ്. ഇനി സിമിലർലി അടുത്തത് മാർജിൻ ഓഫ് സേഫ്റ്റി, ബജറ്റഡ് കസ്റ്റമേഴ്സ്, ബ്രേക്ക് ഈവൻ കസ്റ്റമേഴ്സ്. കോപ്പി പേസ്റ്റ് ചെയ്യേ പാടുള്ളൂ, ടൈപ്പ് ചെയ്ത് സമയം കളയരുത്. ബ്രേക്ക് ഈവൻ കസ്റ്റമേഴ്സ് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടെത്തി വെച്ചു, ദാറ്റ് ഇസ് 3146.8 എന്ന് പറയാം, അല്ലെങ്കിൽ 3147 എന്ന് പറയാം. ഓക്കെ, വാട്ട് അബൌട്ട് ദ ബജറ്റഡ് കസ്റ്റമേഴ്സ്? ബജറ്റഡ് കസ്റ്റമേഴ്സ്
ഓൺ ആവറേജ് ഹാഫ് ഓഫ് ദ കസ്റ്റമേഴ്സ് ഓൾസോ യൂസ് കഫേ എന്നായിരുന്നു ക്വസ്റ്റിന് പറഞ്ഞല്ലേ, ഓർക്കുന്നുണ്ടോ? ഓൺ ആവറേജ് ഹാഫ് ഓഫ് ദ കസ്റ്റമേഴ്സ് ഹു വിസിറ്റഡ് ജിം ഓൾസോ യൂസ് ദ കഫേ ഇൻ ജൂൺ. ജൂൺ മാസം ജിമ്മിൽ വന്ന ആളുകളുടെ എണ്ണം നമ്മൾ ഓൾറെഡി ബജറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് 9,900. അതിന്റെ പകുതി ആളുകൾ, അതിന്റെ പകുതി എത്രയാ അല്ലെ, ഡിവൈഡ് ബൈ 2 ചെയ്താൽ പോരെ, ദാറ്റ് ഇസ് 4950 എന്നുള്ളതാണ്. സോ കാൽക്കുലേറ്റ് നൗ, വളരെ പെട്ടെന്ന് നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ബജറ്റഡ് മൈനസ് ബ്രേക്ക് ഈവൻ ഡിവൈഡഡ് ബൈ ബജറ്റഡ് വിച്ച് ഇസ് 36% എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടി. ഇത്രയും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 5 മാർക്കാണ് കിട്ടുന്നത്, 5 മാർക്സ്. ഇത്രയും പക്ഷെ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സമയം കുറച്ച് കൂടുതലായിരിക്കും. സിൻസ് it is having a many number of calculation, obviously we might take a bit more time, but please do realize സമയം ആണ് important. അതുകൊണ്ട് in case if you are stuck with car parking or in case if you are stuck with the contribution per customer in cafe, ഇത് രണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ give your assume figures and move on. That's it. 5-ൽ ഒരു 4 മാർക്ക് മതി, കിട്ടും, 4 മാർക്ക് കിട്ടും. സോ ഫസ്റ്റ് റിക്വയർമെന്റ് ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ചെയ്യാമോ? ഒന്ന് ലൈക്ക് അടിച്ച എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യോ, ക്ലിയർ ആണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് പറഞ്ഞോ. അതിന്റെ ഇടയ്ക്ക് ഒരു സിപ്പ് നമുക്ക് വെള്ളം കുടിക്കാം. സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഓക്കെ അല്ലേ? യെസ്. താങ്ക് യു. വെരി ഗുഡ്. ക്ലിയർ ആയി, സെറ്റായി, ഫൈൻ, സൂപ്പർ ഗുഡ്. ഓക്കെ, സോ അടിപൊളി ഗൈസ്. ഇതേ പവറിൽ തന്നെ നമുക്ക് ബാക്കി കൂടെ മുന്നോട്ട് പോവാം അല്ലെ? കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നെ. മൂവിങ് എഹെഡ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒത്തിരി സമയം കളയരുത് എന്നുള്ള റൂള് നമ്മൾ പഠിച്ചു. ബ്രേക്ക് ഈവൻ ആണല്ലോ സാർ, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. മാർജിൻ ഓഫ് സേഫ്റ്റി ഒക്കെ ഈസിയാണ്. അപ്പൊ ഈസി ആവുന്ന ടോപ്പിക്സിൽ നമ്മൾ നല്ല പെർഫെക്റ്റ് ആൻസർ കൊടുക്കണം എക്സാമിനർക്ക് എന്നൊരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ ആൻസർ ചെയ്യുക. എന്നിട്ട് നമ്മൾ പെർഫെക്റ്റ് ആൻസർ കിട്ടാത്തത് നമ്മളവിടെ തപ്പിത്തടഞ്ഞ് അങ്ങനെ നിൽക്കും. ദാറ്റ് ഈസ് ദ ലൂപ്പ് ഹോൾ ദാറ്റ് ACCA എക്സാമിനർ ഇസ് ഡൂയിങ് ടു യു. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പെട്ടെന്ന് അസംഷൻ ഫിഗേഴ്സ് ഒക്കെ ഇട്ടിട്ട്, അസ്യൂം ഫിഗേഴ്സ് ഒക്കെ ഇട്ടിട്ട് മുന്നോട്ട് പോകും. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ഒരു റിക്വയർമെന്റ് ഉണ്ട്. എക്സ്പ്ലെയിൻ വാട്ട് ഈച്ച് ഓഫ് യുവർ കാൽക്കുലേഷൻ ഇൻ പാർട്ട് എ ടെൽസ് ഹെൽത്ത് നെറ്റ് അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ജിം ആൻഡ് കഫേ. 3 മാർക്കിന്റെ തിയറി ക്വസ്റ്റ്യൻ ആണ്. ദ വേർബ് ഹിയർ ഈസ് എക്സ്പ്ലെയിൻ. അല്ലെ, നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ഓരോ വേർബും ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ആൻസർ എഴുതിയത്. ഡിസ്കസ് എന്ന് വരുമ്പോൾ എങ്ങനെയായിരുന്നു അല്ലെ, ഓർക്കുന്നില്ലേ? അതേപോലെ കാൽക്കുലേറ്റ് എന്ന വേർബ് വരുമ്പോൾ ചെയ്തതാണ്. അഡ്വൈസ്, റെക്കമെൻഡ്, പല വേർബ്സിനനുസരിച്ച് വേണം നമ്മളുടെ ആൻസർ എന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തതാണ്. എനിവേ, explain what each of your calculation in part A tells about the performance of gym and cafe. Gym and cafeയുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ റിക്വയർമെന്റ് നമ്പർ 2B അല്ലെ? എന്തായിരിക്കും നിങ്ങൾ പറയും? നമ്മൾ ഇപ്പൊ കണ്ടെത്തിയ നമ്പേഴ്സ് വെച്ചിട്ട് ഇവരുടെ പെർഫോമൻസിനെ പറ്റി നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ ഞാൻ ഫുൾ ടൈപ്പ് ചെയ്ത് സമയം കളയുന്നില്ല, പകരം ഞാൻ ജസ്റ്റ് അത് പറയാം അല്ലെ. ബ്രേക്ക് ഈവൻ number of customers, break even number of customers in gym is എത്രയായിരുന്നു ജിമ്മിലെ ബ്രേക്ക് ഈവൻ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്? അറൌണ്ട് 6,000 സംതിങ് അല്ലേ? യെസ്, 6,000. ഓക്കെ, അപ്പൊ ആദ്യം ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 6,000 ആണ് the break even number of customers who use gym, who should be using gym is 6,000. This means that if 6,000 customers have visited the gym, 6,000 കസ്റ്റമേഴ്സ് വിസിറ്റ് ചെയ്താലേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഹെൽത്ത് നെറ്റ് കമ്പനി വിൽ റീച്ച് അറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് വിച്ച് ഇസ് 0 പ്രോഫിറ്റ് 0 ലോസ് പോയിന്റ്. ആ ഒരു പോയിന്റിൽ എത്തണമെങ്കിൽ 6,000 കസ്റ്റമേഴ്സ് വിസിറ്റ് ചെയ്യണം. അതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് ഒരു 2 ലൈൻസിൽ നിങ്ങൾ എഴുതേണ്ടത് അല്ലെ. ദ ബ്രേക്ക് ഈവൻ number of customers for gym is 6,000 and break even number of customers for cafe is 3,147 അല്ലെ. റൗണ്ട് ചെയ്ത് 7 എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ എന്നുള്ളതായിരിക്കണം നിങ്ങൾ അടുത്ത്. ഇറ്റ് റിക്വയർസ് 6,000 customers for gym to reach at a 0 profit 0 loss point and it requires 3,147 customers to visit the cafe for cafe to be at a break even, that is no profit no loss point. First paragraph is done. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതേണ്ടത്. ഒരു
ഫസ്റ്റ് പാരഗ്രാഫ് കൊടുക്കുക. ഈ പാരഗ്രാഫ്സിന്റെ കാര്യം നമുക്കറിയാം, പാരഗ്രാഫിന്റെ സൈസിങ് എന്ന് പറഞ്ഞതാ. ഇപ്പൊ ഞാൻ ഈ സെലക്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയ കണ്ടോ, ഓക്കെ, ഇത്ര മാത്രമേ നമുക്ക് സൈസിങ് വരാൻ പാടുള്ളൂ. ഈ ഒരു സെലക്ടഡ് ഏരിയ മാത്രമേ നിങ്ങൾ സൈസിങ് ആയിട്ട് കൺസിഡർ ചെയ്യാവുള്ളൂ. ചിലപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ആൻസർ ഭയങ്കര ഡിഗ്രിക്കും പ്ലസ് ടുവിനൊക്കെ ഞാൻ എസ് എഴുതിയതുപോലെ, അല്ലെ, എന്താ പറയാ, രണ്ട് പുറം കവിയാതെ എഴുതുക എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ അങ്ങ് പോകും. ചിലപ്പോൾ എഴുതി അങ്ങ് പോകും. 3 മാർക്കല്ലേ ഉള്ളൂ, അല്ലെ? ഇത്രയും ഒരു പാരഗ്രാഫിന് കിട്ടും 2 മാർക്സ്. ഓക്കെ, വി ഹാവ് ടു ബ്രിങ് 1 മോർ പാരഗ്രാഫ്. ദ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾക്ക് സംസാരിക്കാൻ മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട്. എന്തായി മാർജിൻ ഓഫ് സേഫ്റ്റി? നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്, അല്ലെ? ഫോർ ജിം ദ മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് 39%, ആൻഡ് ഫോർ കഫേ ദ മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് 36%. അതിന്റെ മീനിങ് നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതണം. എന്തായിരിക്കണം ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റിയെ പറ്റി എഴുതി വെക്കണ്ടേ? എന്തായിരിക്കും എഴുതി വെക്കണ്ടേ? പറഞ്ഞേ, എന്തായിരിക്കും നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എഴുതി വെക്കേണ്ടത്? എന്തായിരിക്കും? ഇഫ് the budgeted customers of gym fall down by 39%, അതായത് ഇപ്പോഴുള്ള കസ്റ്റമർ ലെവല് 39% റവന്യൂ താഴേക്ക് പോയി കഴിഞ്ഞാലേ നമ്മളുടെ കമ്പനി ഒരു 0 പ്രോഫിറ്റ് 0 ലോസിലേക്ക് എത്തത്തുള്ളൂ, അല്ലെങ്കിൽ അതിനുശേഷമേ കമ്പനി നഷ്ടം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുള്ളൂ. ദാറ്റ് ഈസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് മാർജിൻ ഓഫ് സേഫ്റ്റി, അല്ലെ? അതിന്റെ മീനിങ് ആലോചിക്കേ, ഞാൻ ഇത്രയും സേഫ് ആട്ടോ, ഞാൻ ബ്രേക്ക് ഈവൻ വരെ ഇത്രയാണ് എന്റെ, അതിന് മുകളിലേക്ക് ഞാൻ ഇപ്പോൾ റവന്യൂ ഉണ്ടാക്കുന്ന ഇത്രയാണ്, അപ്പൊ ഞാൻ ഇത്രയും സേഫ് ആണ്. ഇതാണ് എന്റെ മാർജിൻ ഓഫ് സേഫ്റ്റി. ബജറ്റഡ് മൈനസ് ബ്രേക്ക് ഈവൻ, അങ്ങനെയല്ല പഠിച്ചത്. അപ്പൊ ഇത്രയും ഞാൻ സേഫ് ആണ് കേട്ടോ. ഈവൻ ഇഫ് ദ റവന്യൂ ഫാൾ ഡൗൺ ബൈ 39%, still the gym is at break even, അല്ലെ? ആഫ്റ്റർ ദിസ് ഓൺലി the gym will start making losses. അതാണ് നിങ്ങൾ അവിടെ എഴുതണ്ടേ. ഫോർ എ കഫേ the margin of safety is 36%. If the current revenue falls down by 36%, then only cafe will start making losses. നമുക്കറിയാം റവന്യൂ ഒക്കെ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ, നോർമലി ഒരു കമ്പനിയിലൊക്കെ റവന്യൂ 5% കൂടി 10% കുറഞ്ഞു, അങ്ങനെ ഒരു 5-10 മാക്സിമം ഒരു 20-25 ഒക്കെ ഉള്ളിലാണ് മാക്സിമം ചേഞ്ചസ് യൂഷ്വലി വരാറ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചേഞ്ചസ് ഒക്കെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും അൺഫോർസീൻ ആയിട്ടുള്ള കോവിഡ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ വരുമ്പോഴായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ അങ്ങനെ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് സംഭവിച്ചാലേ നമ്മളിവിടെ ഒരു നഷ്ടത്തിലേക്കൊക്കെ പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ അത്യാവശ്യം സേഫ് ആയിട്ട് പോകുന്ന 2 പ്രോഡക്ട്സ്, നമ്മൾ 2 സർവീസ് സെക്ടേഴ്സ് ആണ്, ജിം എന്നുള്ളതും കഫേ എന്നുള്ളതും. ഹെൽത്ത് നെറ്റ് കമ്പനി അത്യാവശ്യം സേഫ് ആയിട്ടാണ് പോകുന്നത് എന്നുള്ളത് വേണം നിങ്ങൾ ഈ ഒരു 2 പാരഗ്രാഫിൽ എഴുതുക. അപ്പൊ അതിന്റെ വേർഡിങ്സ് എങ്ങനെ വേണം എന്നുള്ളത് ഞാനിപ്പോൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ആഫ്റ്റർ ദ സെഷൻ, ജസ്റ്റ് ആഫ്റ്റർ വൈൻഡിങ് അപ്പ് ദിസ് ലൈവ് സെഷൻ, ട്രൈ ടു റൈറ്റ് ഇറ്റ് ബൈ യുവർ സെൽഫ്. ഈ റെക്കോർഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ഈ ഒരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് ചെയ്തേ. ഫസ്റ്റ് ഒരു പാരഗ്രാഫും അടുത്തൊരു പാരഗ്രാഫും ഇപ്പൊ തന്നെ എഴുതി വെച്ചു. നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റുന്നുണ്ടല്ലോ വേർഡിങ്സ്, അല്ലേ? ഇവിടെയാണ് നമ്മൾ ഡിഫറൻസ് ഉണ്ടാക്കേണ്ടത്. കാരണം കാൽക്കുലേഷൻ നിങ്ങൾക്കറിയാം എല്ലാവരും ചെയ്യും. നമ്മൾ ഡിഫറൻസ് ഉണ്ടാക്കേണ്ടത് ഈ ഒരു ഏരിയയിലാണ്. ലോകത്ത് എല്ലായിടത്തും ഈ പറഞ്ഞ 180+ കൺട്രീസിലെ കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക, അല്ല? എല്ലാവരും ഇരുന്നിട്ട് ഇതിനൊരു എല്ലാവരും മടി കാണിക്കുക തിയറി എഴുതാനായിരിക്കും ഒബ്വിയസ്ലി. കാരണം ഇത് പഠിച്ചു വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറി അല്ല, ഇത് ആ സ്പോട്ടിൽ ഉണ്ടാക്കേണ്ട തിയറിയാണ്. അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള സാധനമാണ്. വളരെ ഈസിലി നമുക്ക് ഈ ഒരു 3 മാർക്ക് സ്കോർ ചെയ്യാം. ദിസ് 3 മാർക്ക് ഇസ് ആക്ച്വലി ഈസിയർ ദാൻ ദ 5 മാർക്സ് അബൌവ്. അല്ല, ഇപ്പൊ മുകളിൽ കണ്ട 5 മാർക്കിനേക്കാൾ ആക്ച്വലി എളുപ്പമാണ് ഈ ഒരു 3 മാർക്സ് എന്നുള്ളത്. അത് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്നാൽ അടുത്ത ഒരു സെറ്റ് ഓഫ് ലൈക്സ് എനിക്ക് തന്നെ ഗൈസ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ഇതുവരെ കാര്യങ്ങൾ ഓക്കെ ആണോ? 2 റിക്വയർമെന്റ്സ്, നമ്മൾ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. പെട്ടെന്നൊന്നും കമന്റുകൾ തന്നെ കമന്റ് ബോക്സിൽ. വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, സെറ്റ് അല്ലേ? പെർഫെക്റ്റ്. ഓക്കെ, സോ ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എനിവേ, അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് കാൽക്കുലേറ്റ് എന്നുള്ളതാണ് വേർബ്. അടുത്ത വേർബ് ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് ദ ബഡ്ജറ്റ് ടോട്ടൽ വെയ്റ്റഡ് ആവറേജ് CS റേഷ്യോ ആൻഡ് ദർ ഇസ് എ സെക്കൻഡ് റിക്വയർമെന്റ് കമ്മിങ് അപ്പ്, അല്ലെ? കാൽക്കുലേറ്റ് ബഡ്ജറ്റഡ് വെയ്റ്റഡ് ആവറേജ് CS റേഷ്യോ ആൻഡ് ബഡ്ജറ്റഡ് പ്രോഫിറ്റ് പെർ മന്ത് if it closes the cafe and opens a crush instant.
ക്രഷിന്റെ കാര്യം ഇവിടെ സിനാരിയോയിൽ കാണുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ഓക്കെ വി സ്റ്റോപ്ഡ് അറ്റ് ഹാഫ് വേ വൈൽ റീഡിങ് ദ ക്വസ്റ്റ്യൻ. നമ്മൾ പകുതി വെച്ച് നിർത്തിയതായിരുന്നല്ലോ ക്വസ്റ്റ്യൻ വായിക്കാൻ. ക്രഷിന്റെ കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ബജറ്റഡ് ടോട്ടൽ വെയ്റ്റഡ് ആവറേജ് CS റേഷ്യോ കാണണം. വെയ്റ്റഡ് ആവറേജ് CS റേഷ്യോ കണ്ടെത്തുവാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ദാറ്റ് ഈസ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ബൈ ടോട്ടൽ റവന്യൂ ആണ്. ഓർക്കുന്നുണ്ടോ? ശരിയല്ലേ? അത് തന്നെയല്ലേ അല്ലേ? ടോട്ടൽ കോൺട്രിബ്യൂഷൻ ബൈ ടോട്ടൽ റവന്യൂ ആണ് വെയ്റ്റഡ് ആവറേജ് CS റേഷ്യോന്റെ ഇക്വേഷൻ. അത് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. പിന്നെ പ്രോഫിറ്റ് പറയുന്നുണ്ട്. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചു, അപ്പൊ കോൺട്രിബ്യൂഷൻ എത്തി. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റും കൂടെ കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റ് എത്തി. ഓക്കെ, അതപ്പോ ഈസി അല്ലേ? ആക്ച്വലി ഇത് ഈസി ആണല്ലോ. 6 മാർക്കോളം തന്നിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് ബുദ്ധിമുട്ട് അല്ലെ? നമ്മൾ ഈ 36 മിനിറ്റ് എന്നുള്ളത് നമ്മളിപ്പോ ഈ ഇനീഷ്യൽ കണ്ട ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടെ എത്താൻ. ഇതൊക്കെ മര്യാദയ്ക്ക് ചെയ്താൽ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ സ്റ്റക്കായി കഴിഞ്ഞാൽ ഈ മാർക്സ് ഒക്കെ വെറുതെ പോകും. സോ പറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരണം. ദാറ്റ്സ് ഇറ്റ്. അതിനുള്ള ഒരു ധൈര്യം കാണിക്കണം മക്കളെ. ഓക്കെ, സോ ബജറ്റഡ് വെയ്റ്റഡ് ആവറേജ് CS റേഷ്യോ ആൻഡ് ബജറ്റഡ് പ്രോഫിറ്റ് എപ്പോഴാ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല ചോദിച്ചിട്ടുള്ളത്. ഇഫ് ഇറ്റ് ക്ലോസസ് ദ കഫേ ആൻഡ് ഓപ്പൺസ് എ ക്രഷ് ഇൻസ്റ്റഡ് അല്ലെ? കഫേ ക്ലോസ് ചെയ്ത് ക്രഷ് ഓപ്പൺ ചെയ്താലുള്ള സിറ്റുവേഷൻ ആണ്. നമ്മളിപ്പോ കഫേ, ജിമ്മുണ്ട്, ജിമ്മിന്റെ കൂടെ ഒരു കഫേ ഉണ്ട്. ഈ കഫേ ക്ലോസ് ചെയ്തിട്ട് പകരം നമ്മളൊരു ക്രഷ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ജിം പ്ലസ് ക്രഷ് ആയി. അങ്ങനെയാണെങ്കിലുള്ള കഥകളാണ് പറയുന്നത്. അപ്പൊ അതിനാദ്യം ക്രഷിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കണം. നോക്കാം. ആഫ്റ്റർ റിവ്യൂയിങ് ഓൾ ഓഫ് ദ അബവ് ഇൻഫർമേഷൻ, the manager of HealthNet has put together a proposal to close the cafe and fitness center and convert it into a crush for children. അപ്പൊ ഇതെല്ലാം ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ റിവ്യൂ ചെയ്തിട്ട് നമ്മുടെ മാനേജർ എന്താ പറഞ്ഞത്? കഫേ അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ട് എന്നിട്ട് ആ കഫേയെ കൺവേർട്ട് ചെയ്ത് ഇതൊരു ക്രഷ് ആക്കി മാറ്റുക. ക്രഷ് എന്ന് പറയുന്ന സാധനം എന്താന്നുള്ളത് ടു ബി ഫ്രാങ്ക് എനിക്കറിയത്തില്ല അല്ലെ? നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നത് കഫേ ചെയ്തിട്ട് ക്രഷ് തുടങ്ങും. എന്താണ് ഈ ക്രഷ്? ക്രഷ് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, എക്സാമിന് നമ്മൾ ഇതുപോലെ പുതിയൊരു ഐറ്റം കണ്ടു എന്ന് വെച്ചിട്ടുള്ളൂ, ഒട്ടും പാനിക് ആവണ്ട. അത് ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ കിട്ടും. ഇവിടെ ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ നോക്കിയേ, ക്രഷ് ഫോർ ചിൽഡ്രൻ. ഓക്കെ, ഇത് കുട്ടികൾക്കുള്ള എന്തോ പരിപാടിയാക്കി മാറ്റാനുള്ള പരിപാടിയാണ്. ശരി, മതി. ക്രഷ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു കിഡ്സ് പാർക്ക് അല്ലെങ്കിൽ ഒരു കിൻഡർ ഗാർഡൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സെറ്റപ്പാണ്. ഓക്കെ, സോ ദിസ് വുഡ് മീൻ ദാറ്റ് അല്ലെ? അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കിയോ. ദിസ് വുഡ് മീൻ ദാറ്റ് പാരന്റ്സ് കുഡ് ലീവ് ദർ ചിൽഡ്രൻ ഇൻ ദ ക്രഷ് വൈൽ ദേ യൂസ് ഫിറ്റ്നസ് സെന്റർ ബിറ്റ്വീൻ ദ അവേഴ്സ് ഓഫ് 9 and 5 only. 9 മണിക്കും 5 മണിക്കും ഇടയിലുള്ള സമയത്ത് മാത്രമേ ഈ ക്രഷിന്റെ കാര്യം പറയുന്നുള്ളൂ. അല്ലെ, ഒള്ളി എന്നുള്ളത് എക്സാമിനർ തന്നെ വളരെ ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം എക്സാമിന്റെ ടൈം പ്രഷറിൽ നിങ്ങൾ ചിലപ്പോൾ അത് മിസ് ഔട്ട് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒള്ളി എന്നുള്ളത് നോക്കി അല്ലെ. ഇതൊക്കെ ചിലപ്പോൾ വളരെ നോർമൽ ലെറ്റേഴ്സിൽ എഴുതിയാൽ നമ്മൾ ശ്രദ്ധിക്കത്ത പോലും ഇല്ല ഈ ഒരു കാര്യം. 9 മണിക്കും 5 മണിക്കും ഇടയിൽ വരുന്ന പാരന്റ്സിന് അവർ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർക്ക് ഈ ചെറിയ കുട്ടികളാണല്ലേ, അവരെ കിൻഡർ ഗാർഡനിൽ കൊണ്ടുവിട്ട് അല്ലെങ്കിൽ ക്രഷിൽ കൊണ്ടുവിട്ടിട്ട് അവർക്ക് വർക്ക്ഔട്ടിന് പോകാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദ ചാർജ് ഫോർ ദ ക്രഷ് വുഡ് ബി $4 per child per hour. ഒരു കുട്ടിക്ക് $4 ആണ് നമ്മൾ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മണിക്കൂറിന്. ഒരു മണിക്കൂറിനേ ഉള്ളൂ കേട്ടോ. കാരണം ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പാരന്റ്സ് വർക്ക്ഔട്ട് കഴിഞ്ഞ് വരും. വർക്ക്ഔട്ട് യൂഷ്വലി 1 hour ആണല്ലോ. ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്നില്ലേ, $8.4 നമ്മൾ കസ്റ്റമേഴ്സ് സ്പെൻഡ് ചെയ്യുന്നത് ഒരു മണിക്കൂർ ജിം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള സിനാരിയോയിൽ പറയുന്നുണ്ട്. ഇനി ഇനീഷ്യൽ റിസർച്ച് സജസ്റ്റ് ദാറ്റ് കസ്റ്റമേഴ്സ് ഹാവ് ആൻ ആവറേജ് ഓഫ് 2 children each. ജിമ്മിൽ വരുന്ന എല്ലാ ആളുകൾക്കും 2 കുട്ടികളായിരിക്കും, 2 children ആയിരിക്കും ആവറേജ് ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊരു റിസർച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് റിയാലിറ്റിയിൽ ഇത് ഇങ്ങനെ ആവണമെന്നുണ്ടോ അല്ലെ? ഒരു നാട്ടിലെ എല്ലാ വീട്ടിലും 2 കുട്ടികളായിരിക്കുന്നത് അത് നമുക്ക് പറയാൻ കഴിയില്ല അല്ലെ, നമ്മുടെ കയ്യിലൊന്നും അല്ല അത്. അപ്പം അതിനെ പറ്റിയിട്ട് ഒരു റിസർച്ച് ഓൾറെഡി നടത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ റിസർച്ച് എന്ന് പറയുന്നതും ഇത് ശരിയാണോ, ഈ റിസർച്ച് ശരിയാണോ എന്നുള്ള കുറെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. തൽക്കാലം അതൊന്നും വേണ്ട, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തിയാൽ മതി. അപ്പൊ അതുകൊണ്ട് കിട്ടിയതായിട്ട് എന്താണോ തന്നിരിക്കുന്ന ഡേറ്റ് അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് കേട്ടോ. The crush is expected to attract new customers and increase average number of customers between 9 and 5 PM by 300%. തീർച്ചയായിട്ടും ഇവിടെ ഒരു ക്രഷ് കൂടെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി
അത് കാണുമ്പോഴേക്കും എന്നാ പിന്നെ പിള്ളേരെ എവിടെ വിട്ടിട്ടല്ലേ, കുട്ടികളെ എവിടെ വിട്ടിട്ട് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുതിയ കുറെ പാരന്റ്സ് വരും, റൈറ്റ്? ആ പാരന്റ്സിന്റെ നമ്പേഴ്സ് എത്രയാകുന്ന പറയുന്നത് 300% ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്. ബൈ 300%. 9 മണിക്കും 5 മണിക്കും ഇടയിലുള്ള പാരന്റ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് അല്ലെ, ആ സമയത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ വരുന്നവരെയാണ് ഇത് അട്രാക്ട് ചെയ്യുക. അവരുടെ നമ്പേഴ്സ് 300% കൂട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഈ പുതിയ ആളുകൾ മാത്രമേ ക്രഷ് ഉപയോഗിക്കത്തുള്ളൂ. അതായത് ഓൾറെഡി 9 മണി മുതൽ 5 മണി വരെ വരുന്ന 40 പേരും അല്ലാത്ത സമയത്ത് വരുന്ന കുറെ പേരൊക്കെ ഉണ്ട്. അവരൊന്നും ക്രഷ് ഉപയോഗിക്കാൻ പോകുന്നില്ല. ഈ പുതിയതായിട്ട് ഇത് കേട്ടിട്ട് വരുന്ന, അല്ലെ, ഇവിടെ ക്രഷ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വരുന്ന ഒരു നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. അവരാണ് ക്രഷ് ഉപയോഗിക്കത്തുള്ളൂ. കാർ പാർക്കിങ്ങിന്റെ കാര്യം പഴയ പോലെ 80% തന്നെയാണ്. അതായത് വരുന്ന 100 ആൾക്കാരിൽ 80 പേരും കാറായിട്ടായിരിക്കും വരുന്നത്. ക്രഷിന്റെ ഫിക്സഡ് കോസ്റ്റ് 8,000 ആണ്. ക്രഷിന്റെ വേരിയബിൾ കോസ്റ്റ് ഒരു കുട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ടോയ്സോ, ഓരോ കുട്ടിക്കും ടോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെർദർ ആക്സസറീസോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചിലവുണ്ട്. ഒരു കുട്ടിക്ക് 1 മണിക്കൂറിന് നമുക്ക് വരുന്ന ചിലവ് 0.5 ആണ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, ഫൈൻ. ഇത്രയും ഡേറ്റ തന്നിട്ടുണ്ട്. നമ്മളോട് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് CS റേഷ്യോ കണ്ടെത്താം. ഓക്കെ, സോ ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ C, റൈറ്റ്? അപ്പൊ വെയ്റ്റഡ് ആവറേജ് CS റേഷ്യോ കണ്ടെത്തണമെങ്കിൽ നമുക്ക് വേണ്ടത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ വേണം, അല്ലെ? ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടേ? ടോട്ടൽ കോൺട്രിബ്യൂഷൻ വേണം, ടോട്ടൽ റവന്യൂ വേണം. ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബജറ്റഡ്, എന്തായിരുന്നു കണ്ടെത്താൻ പറഞ്ഞത്? ബജറ്റഡ് വെയ്റ്റഡ് ആവറേജ് CS റേഷ്യോ എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് കിട്ടണമെങ്കിൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ വേണം, ടോട്ടൽ റവന്യൂ വേണം. ഇങ്ങനെയല്ലേ ചെയ്യണ്ടേ? ഇങ്ങനെ ചെയ്തു പോയാൽ മതി. ഇത് ഈസിയാണ്. ശരി, ഇനി ടോട്ടൽ കോൺട്രിബ്യൂഷനും ടോട്ടൽ റവന്യൂ വേണം. ഓക്കെ, അപ്പൊ ആദ്യം ഒരു കാര്യം ചെയ്യാം. റവന്യൂ ഫ്രം ജിം നോക്കാം. ജിമ്മിൽ നിന്ന് എത്ര റവന്യൂ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് നോക്കാം. ഓരോന്നിന്റെയും സെപ്പറേറ്റ് നോക്കണ്ടേ? ജിമ്മിന്റെ റവന്യൂ കാണും, അതേപോലെ ക്രഷിന്റെ റവന്യൂ കാണും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ റവന്യൂ ആവുക. ഇതേപോലെ ജിമ്മിന്റെ കോൺട്രിബ്യൂഷൻ കാണണം, ക്രഷിന്റെ കോൺട്രിബ്യൂഷൻ കാണണം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആവുക. ഓക്കെ, സോ വാട്ട് ഈസ് ദ റവന്യൂ ഫ്രം ജിം? ജിമ്മിൽ നിന്നുള്ള റവന്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജിമ്മിന്റെ റവന്യൂ, ഹൗ ആർ വി ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ റവന്യൂ ഫോർ ജിം? അല്ലെ, ഇവിടെ കുറച്ചൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എന്തൊക്കെയാന്ന് ആലോചിക്കേ. ജിമ്മിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് നമുക്കറിയാം എത്രയാ. ജിമ്മിൽ നിന്ന് നമുക്കൊരു $8.4, പിന്നെ കാർ പാർക്കിങ്ങിൽ നിന്ന് ഒരു $1 കിട്ടും. അത് 80% ആയതുകൊണ്ട് നമ്മൾ 0.8 ആണ് റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്തത്. അപ്പൊ ഒരാളുടെ കയ്യിൽ നിന്ന് റവന്യൂ നമുക്ക് 9.8 എക്സ്പെക്ട് ചെയ്യാം. ഈ 0.8ന്റെ മാറ്റമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ, ക്രഷ് വന്നാലും 0.8ന് മാറ്റമൊന്നുമില്ല. അപ്പൊ 9.2 ആണ് ഒരാളുടെ കയ്യിൽ നിന്നുള്ള റവന്യൂ പെർ കസ്റ്റമർ എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. റവന്യൂ പെർ കസ്റ്റമർ. ഓക്കെ, ഞാനിവിടെ ടൈപ്പ് ചെയ്ത സമയത്ത് അറിയാണ്ട് പെട്ടെന്ന് ക്യാപ് ലെറ്റർ ആയി പോയി. എക്സാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ആ ക്യാപ്സ് ആയി പോയല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും അതിനെ, അല്ലെ, ബാക്ക് സ്പേസ് ഒക്കെ ടൈപ്പ് ചെയ്ത് തിരിച്ച് ആ ഒരു റീവർക്കിങ്ങിന്റെ ആവശ്യമില്ല. എക്സാമിന് നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ ക്യാപിറ്റൽ ലെറ്ററിലായി പോയി ഫുൾ, അയ്യോ അങ്ങനെ പറ്റിപ്പോയി, അതിന്റെ ഒന്നും അടിസ്ഥാനത്തിൽ മാർക്സ് കുറയ്ക്കത്തില്ല എക്സാമിന്. അപ്പൊ ഇവിടെയൊക്കെ ഞാനിപ്പോ ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു 4 സെക്കൻഡ് 5 സെക്കൻഡ് എന്തായാലും പോയി. സേവ് ദാറ്റ് ടൈം. ഈ 5 സെക്കൻഡുകളൊക്കെ കൂട്ടി വെച്ചിട്ടാണ് അവസാനം ഒരു 5 മിനിറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. എക്സ്ട്രാ ഒരു 5 മിനിറ്റ്സ് കേട്ടോ. ഓക്കെ, നോക്കാം. അപ്പൊ റവന്യൂ പെർ കസ്റ്റമർ 9.2 ആണ്. ഇനി വാട്ട് ഈസ് ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്? ജിമ്മിൽ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എത്രയാണെന്ന് പറഞ്ഞേ. ജിമ്മിൽ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് ഒരു 330 എന്നൊരു നമ്പർ നമ്മൾ കണ്ടിരുന്നു. ഇത് ആദ്യം തൊട്ടേ നമുക്ക് വരുന്ന ഇത് ആദ്യമേ തൊട്ടേ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് ആണ് ഈ 330 എന്നുള്ളത്. ഇതിന്റെ പുറമെ ആര് വരുന്നുണ്ട്? ക്രഷ് കാരണം കുറച്ച് പേര് അട്രാക്റ്റഡ് ആകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതാരാ ക്രഷ് കാരണം അട്രാക്റ്റഡ് ആവുന്നവർ? ഹു ഇസ് ദാറ്റ്? ഹൗ മെനി കസ്റ്റമേഴ്സ് ആർ ബീങ് അട്രാക്റ്റഡ്? ഇവിടെ പറയുന്നുണ്ട്, അല്ലെ,
ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ബിറ്റ്വീൻ 9 PM ആൻഡ് 5 PM. 9 മണിക്കും 5 മണിക്കും ഇടയിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം അത് എത്രയായിരുന്നു? അത് 40 കസ്റ്റമേഴ്സ് ആയിരുന്നു. ഓർക്കുന്നുണ്ടോ? 40 പേരായിരുന്നു ഈ സമയത്ത് വന്നുകൊണ്ടിരുന്നത്. അവരുടെ നമ്പേഴ്സ് 300% ഇൻക്രീസ്ഡ് ആവുന്നത്. 300%. സോ ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് 330 ആണ്. ന്യൂ കസ്റ്റമേഴ്സ്, പുതിയതായിട്ട് വരുന്ന ക്രഷ് കണ്ടുകൊണ്ട് വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം നമുക്ക് പറയാം 40 ഉണ്ടെങ്കിൽ 40 എന്നുള്ളത് 300% ആണ് ഇൻക്രീസ്ഡ് ആവുന്നത്. അതായത് പുതിയതായിട്ടൊരു 120 കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം ഞാൻ ഇവിടെ വെച്ച് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വർക്കിംഗ് ബിറ്റ്വീൻ 9 ആൻഡ് 5? 9 മണിക്കും 5 മണിക്കും ഇടയിൽ ജിമ്മിൽ വർക്കൗട്ടിന് വരുന്ന ടോട്ടൽ കസ്റ്റമേഴ്സിന്റെ എണ്ണം എത്രയാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേ. 2 ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. 120 എന്നുള്ളതൊരു ഓപ്ഷൻ, 160 എന്നൊരു ഓപ്ഷൻ. 120 എന്നൊരു ഓപ്ഷൻ, 160 എന്നുള്ളൊരു ഓപ്ഷൻ. 120 and 160. ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. 9 മണിക്കും 5 മണിക്കും ഇടയിൽ, 9 മണിക്കും 5 മണിക്കും ഇടയിൽ വർക്കൗട്ടിന് വരുന്നത് എത്ര കസ്റ്റമേഴ്സ് ആണ്? 120 എന്ന ആൻസർ വരുന്നുണ്ട്, 160 എന്ന ആൻസർ വന്നിട്ടുണ്ട്. ഐ ക്യാൻ സി 120യും 160 അല്ലേ? നിങ്ങൾ രണ്ട് സെറ്റ്, ഒബ്വിയസ്ലി 2 ഓപ്ഷൻ ഉണ്ടാവും. ഇത് എക്സാമിന് വരുന്ന ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 9 മണിക്കും 5 മണിക്കും ഇടയിൽ ഓൾറെഡി 40 പേര് വരുന്നുണ്ട്. ഈ 40 എന്ന നമ്പർ ഇൻക്രീസ് ടു 300% എന്നല്ല പറയുന്നത്, ഇൻക്രീസ് ബൈ 300% എന്നാണ്. ഇൻക്രീസ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി 40 ഉണ്ട്, അത് 300% അധികമായിട്ട് കൂടും. അപ്പൊ 300% കൂടെ 40യുടെ 300%, അതായത് 120 കസ്റ്റമേഴ്സോട് അധികമായിട്ട് കൂടും അല്ലെ? അപ്പൊ ശരിക്കും 9 മണിക്കും 5 മണിക്കും ഇടയിൽ വരുന്ന ടോട്ടൽ കസ്റ്റമേഴ്സിന്റെ എണ്ണം 160 ആണ്. മനസ്സിലാവുന്നുണ്ടോ? 160 കസ്റ്റമേഴ്സ് ആണ് 9ന്റെ 5ന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നവർ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ 120 എഴുതിയത്? കാരണം ഞാൻ ഓൾറെഡി 330 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ 330ക്കുള്ളിൽ 40 പേര് ഇൻക്ലൂഡഡ് അല്ലെ? ആദ്യം തൊട്ടേ പണ്ട് മുതലേ 9 മണിക്കിടയുടെയും 5 മണിയുടെയും ഇടയിൽ വന്നുകൊണ്ടിരുന്ന 40 കസ്റ്റമേഴ്സ് അവരെങ്ങനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ശരിയല്ലേ? അപ്പൊ എനിക്ക് ബാക്കിയുള്ള 120 കസ്റ്റമേഴ്സിനെ മാത്രം ചെയ്താൽ മതി. സോ ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വിൽ ബി ദ സം ഓഫ് ദിസ് ടു, വിച്ച് ഇസ് ന്യൂ ടോട്ടൽ കസ്റ്റമേഴ്സ് വിസിറ്റിംഗ് ജിം. Total customers visiting gym is 450. So revenue from gym will be, revenue from gym is equal to 9.2 into 450. ശരിയല്ലേ? 9.2 into 450. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരു ദിവസത്തെയാണ്. 330 കസ്റ്റമേഴ്സ് അല്ലെ? 9.2 ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഫൈൻ. ടോട്ടൽ കസ്റ്റമേഴ്സ് 450 എന്ന് പറയുന്ന ഒരു ദിവസം വിസിറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ അല്ലെ, ഒരു മാസത്തെ എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ റവന്യൂ വിൽ ബി 124,200. ഓക്കെ, ശരിയല്ലേ? 124,200 വിൽ ബി ദ റവന്യൂ ഫ്രം ജിം. ഇതേപോലെ റവന്യൂ ഫ്രം ക്രഷ് നമ്മൾ കണ്ടെത്തണം. ഓക്കെ ആണോ? ഇതുവരെ നിങ്ങൾ മനസ്സിലായോ എന്നൊന്ന് കമന്റ് ചെയ്തേ അല്ലെ? റവന്യൂ ഫ്രം ജിം നമ്മൾ ഓൾറെഡി കണ്ടെത്തി, 124,200. സിമിലർലി റവന്യൂ ഫ്രം ക്രഷിന്റെ കേസിലുള്ള റവന്യൂ. ഇപ്പൊ നമുക്ക് കഫേ ഇല്ല കേട്ടോ, കഫേ നമ്മൾ അടച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിലുള്ള സിറ്റുവേഷൻ നമ്മളോട് ചോദിച്ചത്. ക്രഷിന്റെ കേസിലുള്ള റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കുട്ടിക്ക് നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ഒക്കെ തന്നിട്ടില്ല ഇവിടെ. എത്രയാണ്? എവിടെ പോയി? യെസ്, the charge for crush would be $4 per kid per hour. അല്ലെ? ഒരു കുട്ടിക്ക് $4. അപ്പൊ എത്ര വരും? നമുക്ക് നമ്പർ ഓഫ് കിഡ്സ് വേണമെങ്കിൽ അല്ലെ, നമ്പർ ഓഫ് കിഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് വേണമെങ്കിൽ എഴുതാം. എന്നിട്ട് 120 കസ്റ്റമേഴ്സ് ആണ് പുതിയതായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത്. 9 മണിക്കും 5 മണിക്കും ഇടയിൽ വർക്ക് ചെയ്യുന്ന 160 പേരുണ്ടെങ്കിലും ക്രഷ് കണ്ടതുകൊണ്ട്, ക്രഷ് ഫെസിലിറ്റി ഉപയോഗിക്കുന്നത് ഈ ന്യൂ കസ്റ്റമേഴ്സ് മാത്രമാണെന്ന് ചോദ്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ 120 ആളുകളെ ക്രഷ് ഫെസിലിറ്റി ഉപയോഗിക്കത്തുള്ളൂ. ഈ വരുന്ന 120 ആളുകൾക്കും
എന്തുകൊണ്ടെന്നാ പറയുന്നത്? ഈച്ച് ഓഫ് ദ കസ്റ്റമേഴ്സ് ആർ ഹാവിംഗ് 2 kids each. അപ്പൊ കിഡ്സിന്റെ നമ്പർ നമുക്ക് പറയാനാണെങ്കിൽ 240 ഈസ് ദ നമ്പർ ഓഫ് കിഡ്സ്. 240 ഈസ് ദ നമ്പർ ഓഫ് കിഡ്സ്. ഇനി അല്ലെ, നമ്പർ ഓഫ് കിഡ്സ് 240 ആണ്. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്യുന്നത് $4 ആണെന്നുള്ളത് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ റവന്യൂ ഫ്രം ക്രഷ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈസ് ഈക്വൽ ടു 240 ഇൻറ്റു, സോറി, ഇത് നമുക്ക് ഇത് തന്നെ ലിങ്ക് ചെയ്യാം അല്ലെ. 240 ഇൻറ്റു 4 960 വരും. കറക്റ്റ് ആണോ? റവന്യൂ ഫ്രം ക്രഷും ഇതേപോലെ എന്താണ് 30 days അല്ലേ? 30 daysലേക്ക് ആക്കാൻ വിട്ടുകളരുത് കേട്ടോ. സോ ഇൻറ്റു 30. That is revenue from gym is 124,200. Revenue from crush is 28,800. So total revenue നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത ടോട്ടൽ റവന്യൂ നമ്മൾ കണ്ടെത്തി 124,200 plus revenue from crush 28,800. This is the total revenue. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ നമ്മൾ ചെയ്ത കാര്യം ഒന്നും കൂടെ പറയുകയാണ് അല്ലെ. ക്രഷിൽ നിന്ന് ഉള്ള റവന്യൂ, ഇത് റവന്യൂ ഫ്രം ക്രഷ് എന്ന് എഴുതിയാൽ ശരിയാവില്ല, ദാറ്റ് ഇസ് റോങ്. റവന്യൂ ഫ്രം ക്രഷ് ആണ് റവന്യൂ പെർ കിഡ് അല്ലെ. ഇപ്പൊ ഞാൻ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ശ്രദ്ധിക്കണേ, ഇപ്പൊ നമ്മൾ ലേണിംഗ് ടൈം ആയതുകൊണ്ട് ഞാൻ മാറ്റുക. ദിസ് വിൽ ബി ദ ചാർജ് $4 per hour. ദ നമ്പർ ഓഫ് കിഡ്സ്, പുതിയതായിട്ട് വന്ന 120 പാരന്റ്സ് ഉണ്ട്. ഈ 120 പാരന്റ്സിന് 120 കസ്റ്റമേഴ്സിന് 2 കുട്ടികൾ വെച്ചാണ് ഉള്ളതെങ്കിൽ we will be having a total number of new kids as our customers, which will be 240. So 240 into 4 into 30 days ആണ് ജൂണിലുള്ള, ജൂൺ മന്തിലെ. So this is the total revenue. ടോട്ടൽ റവന്യൂ കണ്ടെത്തി ഇതേപോലെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കണ്ടെത്തണം. അതിനുശേഷം നമ്മൾ എങ്ങോട്ടേക്ക് എത്തുന്നല്ലേ? കോൺട്രിബ്യൂഷനിലേക്ക് എത്തത്തുള്ളൂ അല്ലെ. സോ വേരിയബിൾ കോസ്റ്റ് കണ്ടെത്തണം. റവന്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ കണ്ടെത്താൻ വളരെ ഈസി അല്ലേ? എന്ത് ചെയ്താൽ മതി? റവന്യൂവിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ മതി. വേരിയബിൾ കോസ്റ്റ് എത്രയാ? വേരിയബിൾ കോസ്റ്റ് തന്നിരിക്കുന്നത് 240 കുട്ടികൾക്കും നമുക്ക് വരുന്ന വേരിയബിൾ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 0.5 per kid. 0.5 per kid എന്ന് തരുന്നുണ്ട്. സോ 240 കുട്ടികളുണ്ടോ? എല്ലാ കുട്ടിക്കും 0.5 വെച്ചിട്ട് എനിക്ക് ചെലവ് വരും അല്ലെ. അങ്ങനെ 30 ഡേയ്സിലും എനിക്ക് ചെലവ് വരുന്ന സമയത്ത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വിൽ ബി 3,600. സോ കോൺട്രിബ്യൂഷൻ ഫ്രം ക്രഷ്, സോറി, എത്രയായിരിക്കും കോൺട്രിബ്യൂഷൻ? 240 into 0.5 into 30. Correct അല്ലേ? Yes. Contribution will be revenue minus variable cost, which is 25,200 is the contribution from crush. Okay. ഇതേപോലെ നമുക്കിനി ജിമ്മിൻ്റെതും, ജിമ്മിന് ഒരു വേരിയബിൾ കോസ്റ്റ് വരുന്നില്ല അല്ലെ. വേരിയബിൾ കോസ്റ്റ് ഫ്രം ജിം, വേരിയബിൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ജിമ്മിന്റെ വേരിയബിൾ കോസ്റ്റ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യന്റെ ഇനീഷ്യൽ ഭാഗത്ത് തന്നെ തന്നിട്ടുണ്ടായിരുന്നു, which was 1.2 per customer. 1.2 per customer. So 1.2 into, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, വേരിയബിൾ കോസ്റ്റ് എഴുതിയിട്ട് വീണ്ടും പലരും പറ്റിയ തെറ്റാണ്. 330 കസ്റ്റമേഴ്സ് എന്ന് എഴുതി വെച്ചു. നമുക്കിപ്പോ 330 കസ്റ്റമേഴ്സ് അല്ല, ജിമ്മിൽ വരുന്ന 450 കസ്റ്റമേഴ്സ് ടോട്ടലി ജിം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും 30 ദിവസം വിസിറ്റ് ചെയ്യുന്നുണ്ട്. So variable cost will be an amount of 16,200. Therefore, total contribution from gym present കേട്ടോ. ഇങ്ങനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക. എക്സാമിനൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പ്രസന്റ് ചെയ്യുക. ഇത് ബോൾഡിലൊന്നും ചെയ്യണമെന്നില്ല, കോൺട്രിബ്യൂഷൻ ചെയ്താൽ മതി. ഓക്കെ, സോ ദാറ്റ് ഇസ് 108,000. സോ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ജിം പ്ലസ് ക്രഷ്. That is 133,200. So budgeted weighted average CS ratio is equal to total contribution divided by total revenue, which is 0.87. അല്ലെങ്കിൽ നമുക്ക് പറയാം 87% എന്ന രീതിയിൽ നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാം. This is the CS ratio, 87%. അപ്പൊ ഇവിടെ 87 കൊടുക്കുമ്പോഴേക്കും എക്സാമിനർ ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കും 87 എങ്ങനെയാ വന്നത്. ഓക്കെ, ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്താണ്. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ കണക്ഷൻ എല്ലാം ഇങ്ങനെ ലിങ്ക് ചെയ്ത് എക്സലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇതിനൊക്കെ മാർക്സ് ഉണ്ട്. ഇത്
ഈ ചോദ്യത്തിലെ ഒരു ഹാർഡസ്റ്റ് മാർക്സ് ആയിരുന്നു. നിങ്ങൾക്ക് ഇപ്പം ഇത് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അതിന്റെ എലമെന്റ്സ് ഒക്കെ പറഞ്ഞതുകൊണ്ടാണ്. എക്സാമിന് നിങ്ങൾ ഇത് ടൈം പ്രഷർ വെച്ച് ചെയ്യുന്ന സമയത്ത് എന്തായാലും തെറ്റിപ്പോകും. ആ 120 160 എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ കൺഫ്യൂസ്ഡ് ആയിട്ട് തെറ്റാം. അതേപോലെ വേരിയബിൾ കോസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്പേഴ്സ് ചിലപ്പോൾ തെറ്റാം, 1.2 ഓക്കെ, അങ്ങനെയൊക്കെ എവിടെ വേണമെങ്കിലും തെറ്റാം. അങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ സാധാരണയാണ്. ചിലപ്പോൾ മന്ത്ലി നിങ്ങൾ ഇൻറ്റു 30 വെച്ച് എടുത്തിട്ടില്ലെങ്കിലും CS റേഷ്യോയുടെ കേസിൽ വ്യത്യാസം വരുന്നില്ല, പക്ഷെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ മന്ത്ലി എടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സമയം ഒരുപാട് എടുക്കും, മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ മിസ്റ്റേക്സ് വന്നാലും എനിക്ക് അൾട്ടിമേറ്റ്ലി ഈ ഒരു സെഷന്റെ എൻഡോടുകൂടെ എനിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ട ഒരു കാര്യം ഇത് മാത്രമാണ്. ദിസ് നമ്പേഴ്സ് ഡസിൻ മാറ്റർ. നമ്മൾ അൾട്ടിമേറ്റ്ലി 87% എന്നൊരു ആൻസറിലേക്ക് എത്തിയാൽ മാത്രമല്ല നമുക്ക് 6 മാർക്ക് കിട്ടുക. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ 54% അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ 33% ആണെങ്കിലും അതെങ്ങനെയാണ് നിങ്ങൾക്ക് എവിടെ തെറ്റു പറ്റിയതുകൊണ്ടാണല്ലോ ആ 33 വന്നല്ലേ. ആ തെറ്റു പറ്റാൻ ഒരു കാരണം ഉള്ളൊരു കാര്യം ഉണ്ടാവും. അത് എക്സാമിനർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്യാം. വെയ്റ്റഡ് ആവറേജ് CS റേഷ്യോ എന്ന് പറയുമ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ റവന്യൂ ആണ്. അപ്പൊ എനിക്ക് ഇന്ന കോൺട്രിബ്യൂഷൻ എടുക്കണം, ഇന്ന റവന്യൂ എടുക്കണം, ജിമ്മിൻ്റെതും ക്രഷിൻ്റെതും കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളിപ്പോൾ ഫോളോ ചെയ്ത ഒരു സ്ട്രക്ചറിൽ ചിലപ്പോൾ ഈ 240 ആയിരിക്കും ചിലപ്പോൾ തെറ്റിച്ചിട്ടുണ്ടാവുക. ഈ 240 മാറി വേറെ 120 ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഒബ്വിയസ്ലി ആൻസർ ഒക്കെ തെറ്റി. പക്ഷെ ഈ 1/2 മാർക്കേ പോകത്തുള്ളൂ, മാക്സിമം 1 മാർക്കേ പോകത്തുള്ളൂ. മനസ്സിലാക്കുക, 6 മാർക്കിൽ 5 മാർക്ക് അപ്പോഴും കിട്ടും. അൾട്ടിമേറ്റ്ലി നിങ്ങളെ കൊണ്ട് എനിക്ക് വേണ്ട കാര്യം ഇതാണ്. 36 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നാളെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ പ്ലീസ് മേക്ക് ഷുവർ, ഷോ ദ കോൺഫിഡൻസ് ദാറ്റ് ഐ വിൽ ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ദിസ് ക്വസ്റ്റ്യൻ നോ മാറ്റർ വാട്ട്. മൈ ആൻസർ മൈ ബി റോങ്. എന്റെ ആൻസർ ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാവാം, പക്ഷെ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഐ ആം ഗോയിങ് ടു ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ. I may not be entering perfect answers to the scenario. എനിക്ക് വളരെ പെർഫെക്റ്റ് ആൻസർ ഒന്നും ചിലപ്പോൾ ചെയ്യാൻ കഴിയണമെന്നില്ല, പക്ഷെ ഇതെന്തായാലും ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന കോൺഫിഡൻസോട് കൂടെ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഡെഫിനറ്റ്ലി നമുക്കത് ചെയ്യാൻ കഴിയും. അതിൽ ഒരു അപ്പീലും ഇല്ലാത്ത കാര്യം, ചെയ്യാൻ പറ്റിയിരിക്കും. ഓക്കെ, മനസ്സിലാക്കുക. 6ൽ 6 വേണ്ടല്ലോ, 6ൽ 4 5 എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്സ് കറക്റ്റ്ലി ഫോളോ ചെയ്ത് വരിക. പ്രസന്റേഷൻ എക്സാമിനർ കണ്ടു കഴിഞ്ഞാൽ നല്ല രസം തോന്നണം. ഇത് നോക്കിയേ, ഇവിടെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രസന്റേഷൻ അല്ലെ, നല്ല രസമല്ലേ. ദാറ്റ് മാറ്റേഴ്സ് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഒരു റിക്വയർമെന്റ്, അവസാനത്തെ ഒരു റിക്വയർമെന്റ് കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് ഈസ് എന്താ നോക്കിയേ, അഡ്വൈസ് ദ കമ്പനി കൺസിഡറിങ് ബോത്ത് ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫൈനാൻഷ്യൽ ഫാക്ടേഴ്സ്. എക്സാമിന് വീണ്ടും തിയറി 6 മാർക്ക്. നമ്മൾ ഇത്രയൊക്കെ ചെയ്തപ്പോൾ 14 മാർക്കേ ആയിട്ടുള്ളൂ. അവസാനം ഇതൊക്കെ ചെയ്യുമ്പോൾ റിയാലിറ്റിയിൽ ഇതൊക്കെ ചെയ്തു വരുമ്പോൾ എത്രയൊക്കെ അസംഷൻ വെച്ച് പോയി കഴിഞ്ഞാലും 30 മിനിറ്റോളം എടുത്തിട്ടുണ്ടാവും. ക്വസ്റ്റ്യനും വായിച്ച് മനസ്സിലാക്കി ചെയ്തു വരുമ്പോഴേക്കും 30 മിനിറ്റ്സ് പോയിട്ടുണ്ടാവും. ഇനി അവസാനം ഒരു 6 മിനിറ്റേ ഉള്ളൂ. പെട്ടെന്ന് എന്ത് ചെയ്തോ, ഫൈനാൻഷ്യൽ നോൺ ഫൈനാൻഷ്യൽ ഫാക്ടേഴ്സ് എഴുതണം. ഓക്കെ, ഇനി ഫൈനാൻഷ്യൽ ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് കിട്ടിയ തെറ്റായ ഫൈനാൻഷ്യൽ നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഫൈനാൻഷ്യൽ ഡിസ്കസ് ചെയ്യാൻ സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് ആൻസർ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഇതിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ നോൺ ഫൈനാൻഷ്യൽ ഫാക്ടേഴ്സ് മാത്രം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എന്താ ക്വസ്റ്റ്യൻ? വെദർ ഇറ്റ് ഷുഡ് റീപ്ലേസ് ദ കഫേ വിത്ത് എ ക്രഷ് ആൻഡ് വെദർ ദ കാൽക്കുലേഷൻ പാർട്സ് പ്രൊവൈഡ് ഇനഫ് ഇൻഫർമേഷൻ ടു മേക്ക് സച്ച് എ ഡിസിഷൻ. നമ്മൾ ഇനീഷ്യലി ജിമ്മിന്റെ കൂടെ കഫേ ആയിരുന്നു ഉണ്ടായിരുന്നത്. കഫേ അടച്ചുപൂട്ടി പകരം ക്രഷ് സ്റ്റാർട്ട് ചെയ്താലുള്ള ബജറ്റഡ് പ്രോഫിറ്റ് ഒക്കെ നമ്മൾ കണ്ടെത്തണമായിരുന്നു. യെസ്, മിസ്ഡ് ഔട്ട് സംതിങ് അല്ലെ, പ്രോഫിറ്റ് കണ്ടെത്തിയില്ല. ഇത് കണ്ടോ, ഇപ്പൊ ഞാൻ ഇത്രയും നിങ്ങൾക്ക് ലൈവ് സെഷൻ വരുന്ന ആളാണ് ഞാൻ അല്ലെ, ലൈവ് എടുത്തോ, നിങ്ങളെ ടീച്ചറാണ്. നിങ്ങളെ ടീച്ചറായി നിന്നിട്ട് പോലും ഇവിടെ ഞാൻ മിസ് ഔട്ട് ചെയ്തു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായിപ്പെട്ടു, ഓക്കെ ബജറ്റ് പ്രോഫിറ്റ് ചെയ്തില്ലല്ലോ, മിസ് ഔട്ട് ചെയ്യരുത് ഒരു കാര്യവും. ഇവിടെ കമന്റ് ബോക്സിൽ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, ഈ എവിടെ ആര് പറയാൻ അല്ലെ. ഇതാണ്, ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് സംഭവിക്കാം. അത് വളരെ മനുഷ്യ സഹജമായിട്ടുള്ള മിസ്റ്റേക്സ് ആണ്, മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ബജറ്റഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. ബജറ്റഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, ഫിക്സഡ് കോസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടല്ല നമ്മൾ എവിടേക്ക് എത്തുക, ബജറ്റഡ് പ്രോഫിറ്റിലേക്ക് എത്തേണ്ടത്. ഇവിടെ വളരെ ക്വിക്കായിട്ട് നമുക്ക് ബജറ്റഡ് പ്രോഫിറ്റിലേക്ക് എത്താം. ബിക്കോസ് വി ഹാവ് ഓൾറെഡി ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ കോൺട്രിബ്യൂഷൻ അല്ലെ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ടല്ലോ. അത് എത്രയായിരുന്നു?
ടോട്ടൽ കോൺട്രിബ്യൂഷൻ 133,200 എന്നുള്ള കണ്ടെത്തി വെച്ചത് അല്ലെ. ഇതിൽ നിന്ന് ഇനി ഫിക്സഡ് കോസ്റ്റോട് കുറച്ചാൽ മതി, ഒറ്റ ലൈനായിട്ടും കൂടി ഉള്ളൂ. ഇതിൽ നിന്ന് ഇനി ഫിക്സഡ് കോസ്റ്റോട് കുറച്ചാൽ നമ്മുടെ ബജറ്റഡ് പ്രോഫിറ്റ് എത്തി. ഇതും കൂടെ നമ്മുടെ റിക്വയർമെന്റ് 3 ഉണ്ടായിരുന്നു. ഫിക്സഡ് കോസ്റ്റ് ജിമ്മിന്റെ കേസിൽ ഫിക്സഡ് കോസ്റ്റ് 48,000 ആയിരുന്നു. കഫേ ഇല്ല. ക്രഷിന്റെ കേസിൽ ഫിക്സഡ് കോസ്റ്റ് 8,000 ആയിരുന്നു. ക്വസ്റ്റ്യൻ ഡയറക്ട്ലി തന്നിട്ടുള്ളതാണ് അല്ലെ. പെട്ടെന്നൊന്ന് കൺഫേം ചെയ്യാൻ ക്വിക്ലി. യെസ്, ഫിക്സഡ് കോസ്റ്റ് ഫോർ ക്രഷ് 8,000 കറക്റ്റ് ആണ്. ആൻഡ് ജിമ്മിന്റെ കേസിൽ 48, യെസ് അതും കറക്റ്റ് ആണ്. ഓക്കെ, സോ പ്രോഫിറ്റ് കിട്ടിയില്ലേ? ബജറ്റഡ് പ്രോഫിറ്റ് ഇസ് 133,200 മൈനസ് 56,000 വിച്ച് ഇസ് 77,200. ഡൺ. ഇപ്പോഴാണ് 6 മാർക്ക് കേട്ടോ. ഇതിന് മാർക്സ് ഉണ്ട്, ഇതിന് 2 മാർക്സോളം കിട്ടും കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ 2 മാർക്സിന്റെ കാര്യം ഞാൻ ഒന്നും കൂടെ പറയാണ്. നിങ്ങൾ മുകളിൽ എഴുതിയ കോൺട്രിബ്യൂഷൻ മൊത്തം തെറ്റായ ആൻസർ ആണ് എന്ന് വിചാരിച്ചു. ഫിക്സഡ് കോസ്റ്റ് ഈസി ആയിട്ട് എടുക്കാമല്ലോ അല്ലെ. ഫിക്സഡ് കോസ്റ്റ് ഈസി ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ഞാനൊരു 78,000 ആയിരുന്നു എനിക്ക് കിട്ടിയ കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ തെറ്റായ ഒരു ആൻസർ എഴുതിയാലും നമുക്ക് 2 മാർക്ക് കിട്ടും. മനസ്സിലാക്കുക, എത്ര ഈസി ആയിട്ടാണ് എക്സാമിനർ മാർക്ക് എഴുതുന്നത് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ നിങ്ങൾ തെറ്റായ ആൻസർ, ഇത് ബജറ്റ് പ്രോഫിറ്റ് 22,000 പൊട്ട തെറ്റാണ് എഴുതി വെച്ചത്, ബട്ട് സ്റ്റിൽ വി ഗെറ്റ് 2 മാർക്സ് ഫോർ ദിസ് ബിക്കോസ് നമുക്ക് ഈ 22,000 തെറ്റിയത് ഈ കോൺട്രിബ്യൂഷൻ തെറ്റിയിട്ടല്ലേ. കോൺട്രിബ്യൂഷൻ തെറ്റിയതിന്റെ കാൽക്കുലേഷൻ നമ്മുടെ മുകളിലാണ്. അത് നമ്മൾക്ക് എക്സാമിനർ ഓൾറെഡി നമുക്ക് അവിടെ മാർക്ക് കുറച്ചിട്ടുണ്ടാവും. ഒരേ മിസ്റ്റേക്കിന് 2 തവണ നമ്മളെ പീനലൈസ് ചെയ്യത്തില്ല എന്ന് ഓർക്കുക. സോ കമ്മിങ് ബാക്ക് ടു 133,200, ദിസ് ഈസ് ദ ബജറ്റ്. ദിസ് ഈസ് ഹൗ യു ഷുഡ് പ്രൊസീഡ്. ഇനി അവസാനത്തെ ഒരു 5-6 മിനിറ്റ് കൂടെ നമുക്ക് ഉള്ളൂ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് നമുക്ക് ഈ എന്തെങ്കിലും കഥ എഴുതി വെക്കണം. ഓക്കെ, എന്താണ് അവിടെ കഥ? എന്തായിരുന്നു കഥ? അഡ്വൈസ് ചെയ്യണം നമ്മുടെ കമ്പനിയെ. കഫേ ക്ലോസ് ചെയ്തിട്ട് പകരം ക്രഷ് തുടങ്ങണോ അതോ കഫേ ആയിട്ട് തന്നെ മുന്നോട്ട് പോയാൽ മതിയോ? ജിം എന്തായാലും അവിടെ ഉണ്ട്, ജിമ്മിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്? ഫൈനാൻഷ്യലും നോൺ ഫൈനാൻഷ്യലും നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ നമുക്ക് പറയാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, ശരി, അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നോൺ ഫൈനാൻഷ്യൽ ഒന്ന് ആലോചിക്കുക. നോൺ ഫൈനാൻഷ്യൽ ഇതൊന്നുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ജനറലി അങ്ങ് പറഞ്ഞേ. ഓക്കെ, ഇവിടെ ഞാൻ ഒരു പോയിന്റ് എഴുതുകയാണ്. ഓക്കെ, നിങ്ങളുടെ എക്സാം ആൻസറിൽ ഒന്നും ഇല്ലാത്ത പോയിന്റ്സ് ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ എന്ത് പോയിന്റ് കൊണ്ടുവരാം എന്നുള്ളതാണ് പി എമ്മിലെ ഫ്രീഡം. എന്ത് പോയിന്റ് കൊണ്ടുവരാം, പക്ഷെ അത് ലോജിക്കൽ ആയിരിക്കണം എന്നുള്ളതാണ്. ഇതിലേക്ക് കൊണ്ടുവരുന്ന മാച്ച് ചെയ്യുന്ന കാര്യമായിരിക്കണം. There might be customers who would like to train in a non-child environment. അതായത് ഇവിടെ ഒരുപാട് ക്രഷ് തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് കിഡ്സ് വരും. പിന്നെ ആ കുട്ടികളുടെ അല്ലെ ഒരു നോയ്സസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അല്ലെ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഒരു ചൈൽഡ് ഫ്രീ എൻവയോൺമെന്റിൽ വർക്ക്ഔട്ട് ചെയ്യണം, ചൈൽഡ് ഫ്രീ എൻവയോൺമെന്റിൽ വർക്ക്ഔട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാകും. അവരെ സംബന്ധിച്ച് ജിമ്മും കൂടെ കഫേ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും അവർ പ്രിഫർ ചെയ്യുക അല്ലെ. ഇതൊരു നോൺ ഫൈനാൻഷ്യൽ കാര്യം, ഇതൊരു പാരഗ്രാഫ് ആക്കി എഴുതിയാൽ മതി. ദർ മൈറ്റ് ബി കസ്റ്റമേഴ്സ് ഹു വുഡ് ലൈക്ക് ടു ഡു ദെയർ ഫിറ്റ്നസ് വർക്ക്ഔട്ട്സ് ഇൻ എ ചൈൽഡ് ഫ്രീ എൻവയോൺമെന്റ്. ദേ മൈറ്റ് എന്നൊക്കെ നിങ്ങൾ പറയാവുള്ളൂ എപ്പോഴും. മൈറ്റ്, സീംസ്, കുഡ് ബി അല്ലെ, അല്ലാതെ ഷുഡ്, മസ്റ്റ് എന്നുള്ളത് ഒഴിവാക്കുക. കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങളാണിത്. ജസ്റ്റ് ഒരു ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്നുള്ളത് പറയും. അപ്പോൾ ഫോർ ദോസ് കസ്റ്റമേഴ്സ് ദേ വുഡ് സ്റ്റിൽ പ്രിഫർ ജിം അലോങ് വിത്ത് കഫേ ടു ബി ഓപ്പറേറ്റിംഗ് ടുഗദർ. അങ്ങനെ ഒരു പോയിന്റ് പറയാം, അതിന് മാർക്സ് കിട്ടും. 6 മാർക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും 3 പാരഗ്രാഫ് കൊണ്ടുവന്നാൽ മതി. ഇനി അടുത്തത് പറയാം. ഇഫ് വി ക്ലോസ് ദ കഫേ, അല്ലെങ്കിൽ കഫേ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കഫേ ഉണ്ടല്ലോ, അൺലിമിറ്റഡ് സമയം കഫേയിൽ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ സൊറ പറഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കഫേയിൽ വന്നിരുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെ. അതുകൊണ്ട് അതായിരിക്കും അവരുടെ മോട്ടിവേഷൻ, വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെ. നമ്മളും അങ്ങനെയല്ലേ, ചിലപ്പോൾ ക്ലാസ്സിൽ വരുന്നത് പഠിക്കാൻ എന്നുള്ളതിനേക്കാൾ ഉപരി അല്ലെ ബ്രേക്ക് കിട്ടുമല്ലോ, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വർത്താനം പറയാലോ എന്ന് വിചാരിച്ചിട്ടാ. ഈ മാരത്തൺ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനിൽ ആണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഇത് അല്ലെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ. അപ്പൊ ദർ മൈറ്റ് ബി അതർ ഫാക്ടേഴ്സ് വിച്ച് മേ ലീഡ് ടു സം മോട്ടിവേഷൻ. ഇവിടെ കഫേ ഉള്ളത് കൊണ്ട് ജിമ്മിൽ വരുന്ന ആളുകളുണ്ടാവും. നോക്ക് ഓൺ ഇമ്പാക്ട് ഓഫ് ഷട്ട് ഡൗൺ ഡിസിഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ അതിന്റെ തിയറി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നോക്ക് ഓൺ ഇമ്പാക്ട് ഓഫ് ഷട്ട് ഡൗൺ ഡിസിഷൻ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ കഫേ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ജിമ്മിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന 330 കസ്റ്റമേഴ്സിനെ വരെ ചിലപ്പോൾ നഷ്ടപ്പെടാം എന്നൊരു പോയിന്റ് എഴുതി വെക്കാം. ക്ലോസിംഗ് ദ കഫേ വുഡ് ലീഡ് ടു എ ലോസ് ഓഫ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്
അല്ലെ? ക്ലോസിംഗ് ദ കഫേ മൈറ്റ് ലീഡ് ടു എ ലോസ് ഓഫ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്നുള്ളത്. ദിസ് മേ അഫക്ട് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. ഓക്കെ, അതൊരു റെലവെന്റ് പോയിന്റ് ആണ്, ഒരു വാലിഡ് പോയിന്റ് ആണ്. അതുകൊണ്ട് കഫേ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ. ഇനി ഇത് മാത്രമല്ല, ഇനി നമുക്ക് അടുത്ത കാര്യം പറയാവുന്നതാണ് റിസർച്ചസ്. ഇവിടെ ഒരുപാട് റിസർച്ചുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ക്രഷ് തുടങ്ങിക്കഴിഞ്ഞാൽ പുതിയതായിട്ട് 120 ന്യൂ കസ്റ്റമേഴ്സ് വിൽ ബി യൂസിങ് അവർ ജിം ഫെസിലിറ്റീസ് എന്ന് പറയുന്നു. അത് 120 എന്നുള്ളത് ഒരു റിസർച്ച് അടിസ്ഥാനത്തിൽ വന്ന നമ്പറാണ്. അതായിരിക്കണം എന്നില്ല, അതിലും കൂടുതൽ കസ്റ്റമേഴ്സിനെ ചിലപ്പോൾ അട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞേക്കാം. 40 കസ്റ്റമേഴ്സ് എന്നുള്ള 9 മണി മുതൽ 5 മണി വരെ വർക്ക് ചെയ്യുന്ന 40 കസ്റ്റമേഴ്സ് 300% കൂടുമെന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? 300% കൂടുമെന്ന് പറഞ്ഞിട്ടുള്ള എന്താ? ഈ 300 അതൊക്കെ ഒരു റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി വരുന്ന പാരന്റ്സിനൊക്കെ 2 കുട്ടികളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞെന്താ? അതും റിസർച്ചാണ്. വരുന്ന പാരന്റ്സിനൊക്കെ അതിലും കൂടുതൽ കുട്ടികൾ ഉണ്ടായാലോ ക്രഷിന്റെ റവന്യൂ കൂടില്ലേ? യെസ്. ഓക്കെ, അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇവിടെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഫൈനലി നിങ്ങളുടെ ഒരു അഡ്വൈസ് കൊടുക്കണം. ദ വേർബ് ഹിയർ ഇസ് നോട്ട് ഡിസ്കസ്. ഡിസ്കഷൻ എന്നുള്ള വേർബ് പറഞ്ഞിരിക്കുന്നത് അഡ്വൈസ് എന്നാണ്. അപ്പൊ ഫൈനലി നമ്മളിപ്പോ എഴുതിയ പോയിന്റ്സ്, നമുക്ക് കൂടുതൽ പോയിന്റ്സും വരുന്നത് എന്താ പറയാ, കഫേ ക്ലോസ് ചെയ്യാം, ക്രഷ് തുടങ്ങാം എന്നതാണ് കൂടുതൽ പോയിന്റ്സ് എങ്കിൽ നിങ്ങളുടെ അഡ്വൈസ് എന്തായിരിക്കും? ഓക്കെ, നമുക്ക് കഫേ ക്ലോസ് ചെയ്ത് ക്രഷ് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ദ അഡ്വൈസ് ദാറ്റ് യു ഹാവ് ടു ഗീവ്. ഇനി അതല്ല, കഫേ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം, ക്രഷ് വേണ്ട, ക്രഷ് തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട എന്നാണെങ്കിൽ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള പോയിന്റ് തുടങ്ങാം. അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞു തരാം. ക്രഷ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കഫേ ക്ലോസ് ചെയ്ത് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ടാണ് ക്രഷ് ആക്കുന്നത്. ഈ കൺവേർഷന് വേണ്ടിയിട്ട് ദർ മൈറ്റ് ബി ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കമ്മിങ് ഇൻ. ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അത്ര ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നുണ്ടോ? അല്ലെ? വി ഹാവ് ടു ചെക്ക് വെദർ ഹെൽത്ത് നെറ്റ് കമ്പനീസ് ഹാവിംഗ് ഇനഫ് ക്യാഷ് റിസർവ് ടു ഫണ്ട് ദിസ് ഇൻവെസ്റ്റ്മെന്റ് ടു കൺവേർട്ട് എ കഫേ ഇൻ ടു ക്രഷ്. ഒബ്വിയസ്ലി ഇറ്റ് റിക്വയർസ് ഹൈ ഇൻവെസ്റ്റ്മെന്റ്, ഹെവി ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. അതൊക്കെ നമ്മളുടെ കയ്യിൽ അതിനുള്ള ക്യാഷ് ഉണ്ടോ എന്നുള്ളത് കൺസിഡർ ചെയ്യണം. കഫേ ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് എംപ്ലോയീസിനെ ചിലപ്പോൾ പറഞ്ഞു വിടേണ്ടി വരും. അവിടെ ഹ്യൂജ് റിഡൻഡൻസി കോസ്റ്റുകൾ വരാം. ഇങ്ങനെ ഇഷ്ടം പടി പോയിന്റുകളാണ്. ഇതിലെല്ലാ പോയിന്റ് ഒന്നും എഴുതണ്ട. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന 3 പോയിന്റുകൾ എഴുതുക. അതിൽ കൂടുതൽ പോയിന്റ് നിങ്ങൾ എന്ത് അഡ്വൈസിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു അഡ്വൈസ് കൊടുക്കുക, കൺക്ലൂഡ് ചെയ്യുക. ഇത്രയും ചെയ്ത 20 on 20 ആണ്. പക്ഷെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. 20 on 20 ഈ ഒരു 36 മിനിറ്റ് കൊണ്ട് സ്കോർ ചെയ്യാന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. പക്ഷെ 15 മാർക്സ്, 20ൽ 15 മാർക്ക് എന്നുള്ളത് CVPയുടെ നോളജ് ഒരാളെ സംബന്ധിച്ച് ഇത് നേടിയെടുക്കാവുന്ന മാർക്സ് ആണ്. അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇതിലെ പല മിസ്റ്റേക്സ്, നിങ്ങൾ വരുത്തിയ പല മിസ്റ്റേക്സിനും നമ്മൾ പീനലൈസ് ചെയ്തു പോയാൽ തന്നെ നമ്മുടെ ഫൈനൽ ആൻസർ ഒക്കെ തെറ്റിയാലും സ്റ്റെപ്സിന് മാർക്സ് ഉണ്ട്. സോ ഇഫ് യു പ്രസന്റ് ലൈക്ക് ദിസ്, even if our final answers are wrong, if we present our answer like this, obviously we will get marks. അതിൽ ഒരു സംശയം വേണ്ട. ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ നമ്മൾ നോൺ ഫൈനാൻഷ്യൽ കാര്യങ്ങളല്ലേ സംസാരിച്ചത്. എന്താ? ചൈൽഡ് ഫ്രീ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് ജിമ്മും കഫേയാണ് നല്ലത്. കഫേ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ജിമ്മിന്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഒരു നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് കഫേ ക്ലോസ് ചെയ്യാതെ ജിമ്മും കഫേ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. റിസർച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളൊന്നും ശരിയാവണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത് പോസിറ്റീവായിട്ടും കൊണ്ടുവരാം, നെഗറ്റീവായിട്ടും കൊണ്ടുവരാം. റിസർച്ചേഴ്സ് പറയുന്നത് പോലൊന്നും അല്ല. ജിമ്മിനും ക്രഷയും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് വരും എന്ന രീതിയിൽ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. The researchers done may not be reliable. We cannot rely 100%. Health net company cannot rely on the researchers made. If instead of 120 new customers, customer number may be 250 or 300. അങ്ങനെയാണെങ്കിൽ ജിം പ്ലസ് ക്രഷ് ആണ് നല്ലത്. നമ്പർ ഓഫ് കിഡ്സ് എന്നുള്ള ആവറേജ് 2 കിഡ്സ് എന്നുള്ള റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ്. ആ 2 കിഡ്സ് എന്നുള്ളത് 4 കിഡ്സ് ആണെങ്കിൽ അല്ലെ റവന്യൂ ഡബിൾ ആയി. അപ്പോഴും ജിം പ്ലസ് ക്രഷ് ആണ് നല്ലത്. ഇനി നേരെ തിരിച്ചും പറയാം. 2 കിഡ്സ് എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ചിലപ്പോൾ 1 കിഡ് ആണെങ്കിലോ, അല്ലെ? അല്ലെങ്കിൽ ക്രഷ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തുടങ്ങുന്ന ഒരു കാര്യമാണ്. ഇത്രയും 120 കസ്റ്റമേഴ്സ് വരും എന്നുള്ളത് ഓൺ വാട്ട് ബേസിസ്, അല്ലെ? ആ 120 എന്നുള്ള നമ്പർ കിട്ടിയത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഓൺ വാട്ട് ബേസിസ് ഹെൽത്ത് നെറ്റ് കമ്പനി ഫൈൻഡ് ഔട്ട് 120 as a new customer number? On basis of research. Okay, that research may not be reliable. അതല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ റിസർച്ചിന്റെ കേസിൽ നമുക്ക് ജിം പ്ലസ് കഫേ ആണ് നല്ലതെന്നുള്ള രീതിയിലേക്കും പറഞ്ഞെത്തിക്കുക. അപ്പൊ എന്താണോ നമ്മളുടെ അഡ്വൈസ് അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ എഴുതുക. ഓക്കെ, പിന്നെ ക്രഷ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഹെവി ഇൻവെസ്റ്റ്മെന്റ് വേണം. അതുകൊണ്ട് അതിനുള്ള ഫണ്ടിങ്ങോ കാര്യങ്ങളോ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ജിം പ്ലസ് കഫേ. ഇപ്പൊ നമ്മൾ എഴുതിയത് വെച്ച് നോക്കുമ്പോൾ തന്നെ ജിമ്മും കഫേ ആണല്ലോ കൂടുതലും കാര്യങ്ങൾ.
അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന അഡ്വൈസ്, ഇറ്റ് ഇസ് ബെറ്റർ ഫോർ ഹെൽത്ത് നട്സ് കമ്പനി ടു ഓപ്പറേറ്റ് ജിം ആൻഡ് കഫേ ടുഗദർ, അല്ലെ എന്ന രീതിയിൽ കൺക്ലൂഡ് ചെയ്യാം. ചോദ്യത്തില് ഇവിടെ ഇനി ഒരു ഫൈനാൻഷ്യൽ ഫാക്ടേഴ്സ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു ഫൈനാൻഷ്യൽ കാര്യങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് എന്തായാലും കിട്ടും. നിങ്ങൾ ഏതെങ്കിലും, ഇപ്പൊ നമ്മൾ ചെയ്ത 4 5 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതി വെച്ചാൽ തന്നെ 4 മാർക്സ് നമുക്ക് കിട്ടും. അതിനുകൂടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. കാരണം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് വെദർ ദ കാൽക്കുലേഷൻ ഇൻ പാർട്ട് സിയിൽ നമ്മൾ നടത്തിയ കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി പറയണ്ടേ. പാർട്ട് സിയിൽ നമ്മൾ ഉപയോഗിച്ച കാൽക്കുലേഷൻ എന്തായിരുന്നു? ബജറ്റഡ്, നമ്മൾ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്തിരുന്നു അല്ലെ. ബജറ്റഡ് പ്രോഫിറ്റ് ഇഫ് വി ക്ലോസ് ദ കഫേ and if we operate gym and crush together, the profit that we will be making is 77,200 എന്നുള്ളതാണ് നമ്മുടെ ബജറ്റഡ് പ്രോഫിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബജറ്റഡ് പ്രോഫിറ്റ്. എപ്പോഴാണ് ബജറ്റഡ് പ്രോഫിറ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ജിം ആൻഡ് ക്രഷ് ടുഗദർ? അങ്ങനെയാണെങ്കിൽ നല്ല ഒരു ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ എന്തായിരിക്കും? വാട്ട് ഈസ് ദ ബജറ്റഡ് പ്രോഫിറ്റ് ഇഫ് വി ഓപ്പറേറ്റ് ജിം ആൻഡ് കഫേ ടുഗദർ? ജിമ്മും കഫേയും ഒന്നിച്ച് നടത്തി കഴിഞ്ഞാലുള്ള ബജറ്റഡ് പ്രോഫിറ്റ് എത്രയാന്നുള്ളതൊന്ന് കണ്ടെത്താം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടത് എന്താ? ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കണം. എന്തിൽ നിന്ന്? കോൺട്രിബ്യൂഷനിൽ നിന്ന്. കോൺട്രിബ്യൂഷൻ ഓഫ് റണ്ണിങ് ജിം, കോൺട്രിബ്യൂഷൻ ഓഫ് റണ്ണിങ് ജിം ആൻഡ് കഫേ, അല്ലെ? എങ്ങനെയാ ഫിക്സഡ് കോസ്റ്റ് എത്രയൊക്കെയാ പറഞ്ഞേ? ഫിക്സഡ് കോസ്റ്റ് എത്രയായിരുന്നു? ജിമ്മിന്റെ കേസിൽ ഫിക്സഡ് കോസ്റ്റ് 48,000 എന്നുള്ളതായിരുന്നു. ഓക്കെ, 48,000 എന്നുള്ളതായിരുന്നു. അതിന്റെ കൂടെ കഫയുടെ കേസിലുള്ള ഒരു സ്പെസിഫിക് ഫിക്സഡ് കോസ്റ്റ് 3,600 കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ 51,600 ആണ്. ഓക്കെ, ഇനി വേറെ ജിമ്മിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയി, കോൺട്രിബ്യൂഷൻ പെർ കസ്റ്റമർ 8 ആണ് അല്ലെ? അങ്ങനെയുള്ള, ഓക്കെ 8 ആണ്, ശരി 8 ആണ്. അങ്ങനെയുള്ള എത്ര കസ്റ്റമേഴ്സാണ് വരുന്നത്? എത്ര കസ്റ്റമേഴ്സാണ്? ന്യൂ കസ്റ്റമേഴ്സ് എത്ര? 450 ഉണ്ട് ഇവിടെ. 450 ന്യൂ കസ്റ്റമേഴ്സ് ഉണ്ടോ? അതോ 330 ഉള്ളൂ? ജിം പ്ലസ് കഫേ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 330 കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ. അവരുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ദാറ്റ് ഇസ് 2640 അല്ലെ? ആൻഡ് അത് ഇൻറ്റു 30. സോ ജിമ്മിൽ നിന്നുള്ള ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇസ് 79,200. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഫിക്സഡ് കോസ്റ്റ് 51,600 ആണ്. പ്രോഫിറ്റ് എമൗണ്ട് നമ്മൾ കണ്ടെത്തണം. ഇനി ഒരു ഫിഗറും കൂടെ നമ്മൾ എഴുതാണ്ട്. ഏതാ? ജിമ്മിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എഴുതി, ഇതിന്റെ കൂടെ തന്നെ കഫേയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ കൂടെ എഴുതി വെച്ചേ. കഫേയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? കഫേയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എവിടെ പോയി? കോൺട്രിബ്യൂഷൻ ഫ്രം കഫേ. യെസ്, ഓക്കെ, ഇവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ഫ്രം ജിമ്മും കഫേ. ഓക്കെ ഫൈൻ. അല്ല സോറി, ഇത് ക്രഷ് ആണ്. സോറി, മൈ മിസ്റ്റേക്ക്. എവിടെ പോയി? യെസ്, കോൺട്രിബ്യൂഷൻ പെർ കസ്റ്റമർ 1.144 ആണ്. അപ്പൊ ഈ 1.144 നമ്മൾ എന്ത് ചെയ്യണം? 1.144 ഇൻറ്റു നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വിൽ ബി 330 ഇല്ലല്ലോ, 330യുടെ പകുതിയല്ലേ ഉള്ളേ? 330യുടെ പകുതി കസ്റ്റമേഴ്സ് അല്ലെ? നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് നമ്മൾ ഓൾറെഡി എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇസ് 49,504 a month, right? So this will be the total contribution. So budgeted profit will be 33,263 എന്ന് വേണമെങ്കിൽ റൗണ്ട് ചെയ്യാം. ഓക്കെ, അനദർ തിങ് ഈസ് ദാറ്റ് എപ്പോഴും ചോദിക്കുന്ന ഒരു കൺസേൺ ആണ് കേട്ടോ, ഈ ബജറ്റഡ് പ്രോഫിറ്റ് സാർ ഇത് റൗണ്ടിങ് എങ്ങനെയാ ചെയ്യേണ്ടത്? നിങ്ങൾ
മനസ്സിലാക്കിക്കോ. എസ് എയുടെ കേസിൽ റൗണ്ടിങ്ങിന്റെ പ്രശ്നത്തിലൊന്നും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ കറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ടാവും റൗണ്ട് ടു 2 ഡെസിമൽ പ്ലേസ് 3 ഡെസിമൽ പ്ലേസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനനുസരിച്ച് റൗണ്ട് ചെയ്യുക. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ റൗണ്ട് ചെയ്യാം. ഇപ്പൊ 33 262.8 ആണെങ്കിൽ 263 എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് അറൌണ്ട് 260 എന്ന രീതിയിലൊക്കെ എഴുതാം. കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ ആൻസർ കണ്ടെത്തി, ഇനി കൺക്ലൂഷനിലേക്ക് അല്ലേ. അതൊക്കെ എസ് എയിലായതുകൊണ്ട് എക്സാമിനർക്ക് ഇത് മനസ്സിലാകും. പക്ഷെ MCQസിന്റെ കേസിലോ MTQസിന്റെ കേസിലോ ഒരിക്കലും നിങ്ങൾ ആ രീതിയിലുള്ള റൗണ്ടിങ് ചെയ്യരുത് കേട്ടോ. ശ്രദ്ധിക്കണേ കേട്ടോ. അപ്പൊ ബഡ്ജറ്റഡ് പ്രോഫിറ്റ്. ഇനി ഇത് വെച്ചിട്ടൊരു, ഇതാണ് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, ഇത് വെച്ചിട്ടുള്ള ഒരു കമന്റ് കൂടെ പറഞ്ഞേ. If the health company operate gym and crush, they would generate a profit of 77,200. But if they operate gym and cafe together, ജിമ്മും കഫേയും കൂടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ 33,263, ഏകദേശം ഇതിന്റെ പകുതി അല്ലെ. അതൊക്കെ ജസ്റ്റ് ഒരു ഗസ്സിൽ പറയാം. ഇപ്പോൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിന്റെ പകുതിയെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ എപ്പോ ജിമ്മും കഫേയും കൂടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ. അപ്പൊ ഇവിടെ അഡ്വൈസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കാം. ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ എന്താ, ഓപ്പറേറ്റിംഗ് എ ജിം ആൻഡ് ക്രഷ് വിൽ ജനറേറ്റ് എ പ്രോഫിറ്റ് ഓഫ് $77,200, while operating a gym along with cafe will generate a profit only about 50% of the previous situation, which is 33,263. ഓക്കെ, അത്ര മാത്രമേ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നെഴുതാം. However, before considering a final decision, we have to look at some factors which are the non-financial information. Which is the non-financial information എന്ന് പറഞ്ഞിട്ട് പിന്നീടാണ് നോൺ ഫൈനാൻഷ്യൽ ഇൻഫർമേഷന്റെ ഏതെങ്കിലും 2 പോയിന്റും കൂടെ പറയേണ്ടത്. എന്നിട്ട് കൺക്ലൂഷൻ എന്തെഴുതാം, കൺസിഡറിങ് ഓൾ ദി അബവ് ഫാക്ടേഴ്സ് ഇറ്റ് ഇസ് ബെറ്റർ ടു ഓപ്പറേറ്റ് ജിം ആൻഡ് കഫേ ടുഗദർ, അല്ലെങ്കിൽ കൺസിഡറിങ് ഓൾ ദ ഫാക്ടേഴ്സ് ഇറ്റ് ഇസ് ബെറ്റർ ടു ഓപ്പറേറ്റ് ജിം ആൻഡ് ക്രഷ് ടുഗദർ എന്ന രീതിയിൽ എഴുതാം. അത്രേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു മാർക്സ് നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ഇല്ലേ, അവസാനത്തെ ഈ ഒരു കാൽക്കുലേഷൻ, ഇത് 90-ൽ നിന്ന് 95-ലേക്ക് എത്തുന്നവൻ ചെയ്യേണ്ട കാര്യമാണിത്. സാധാരണ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും 20-ൽ ഒരു 10ഓ 15ഓ മാർക്ക് നേടണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരൊരിക്കലും ഈ കാൽക്കുലേഷന് ഇത് ഇങ്ങനെ പോയി കണ്ടെത്താനൊന്നും ചിലപ്പോൾ മെനക്കെടണമെന്നില്ല. ഈ ഒരു കമ്പാരിസൺ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് പാസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്തുമാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഒരു നോൺ ഫൈനാൻഷ്യൽ ഫാക്ടേഴ്സ് എങ്കിലും എഴുതി വെക്കാലോ മിനിമം, വിത്തൗട്ട് ഈവൻ ലുക്കിംഗ് അറ്റ് ദ നമ്പേഴ്സ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഓക്കെ, കഫേ ക്ലോസ് ചെയ്ത എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടും എന്നുള്ളൊരു പോയിന്റും, ചൈൽഡ് ഫ്രീ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുള്ള പോയിന്റും, റിസർച്ച് ഡാറ്റ ഇൻവാലിഡ് ആണെന്നുള്ള പോയിന്റും ഒക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്, ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് 2 പാരഗ്രാഫ് ആക്കി പ്രസന്റ് ചെയ്യുക, എന്നിട്ട് അഡ്വൈസ് അങ്ങ് കൊടുത്തോളുക. ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ എന്തായാലും ചെയ്താലേ മാർക്സ് കിട്ടത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ജസ്റ്റ് ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ട് എഴുതി വെച്ചിട്ട് മാത്രം കാര്യമില്ല, അഡ്വൈസ് കൊടുക്കണം. 1 മാർക്ക് അഡ്വൈസിനാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈവൻ ദോ ദ ക്വസ്റ്റ്യൻ ഈസ് വെരി ലോങ്. ക്വസ്റ്റ്യൻ ഈസ് ആക്ച്വലി ലോങ് ക്വസ്റ്റ്യൻ. 36 മിനിറ്റിന് കംപ്ലീറ്റ് ചെയ്ത് നോക്കി. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് തന്നെ ഓൾമോസ്റ്റ് നിയർലി 2+ അവേഴ്സോളം, നിയർലി 2 അവേഴ്സോളം നമുക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ഇൻക്ലൂഡിങ് എക്സാം സ്ട്രക്ചറും സിലബസ് ഒക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടാണെങ്കിൽ പോലും നമ്മൾക്ക് ഇത്രയും സമയം എടുത്തിട്ടാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർത്തത്. സോ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ജസ്റ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് സെഷൻ 36 മിനിറ്റ്സ് എടുത്തിട്ട് ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കൂ. ഓക്കെ, ചെയ്യത്തില്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതാണ് ഇന്നത്തെ നമ്മളുടെ ഒരു CVP അനാലിസിസിന്റെ ഒരു ക്വസ്റ്റ്യൻ ടാർഗറ്റ്. ഈ ഒരു എക്സ്പ്ലനേഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് ഒന്ന് ക്വിക്കലി ഒന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് ക്വിക്കലി കമന്റ് ചെയ്യാമോ? ഓക്കെ, പെട്ടെന്നൊന്ന് ക്വിക്കലി കമന്റ് ചെയ്ത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്നുള്ളത്. Okay, answers are incoming. Fine. Okay, good. Clear ആയി. Okay, സെറ്റ് ആയി സർ. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഓക്കെ അല്ലെ? ഇപ്പൊ CVP അനാലിസിസിന്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, സെക്ഷൻ C ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, CVP അനാലിസിസിന്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ,
അല്ലെങ്കിൽ ഇനി ഇവിടെ വരാൻ സാധ്യതയുള്ള അനദർ ഏരിയ ആണ് ലിമിറ്റിംഗ് ഫാക്ടർ അനാലിസിസ്. ലിമിറ്റിംഗ് ഫാക്ടറിന്റെ ക്വസ്റ്റ്യൻ, പിന്നെ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, ഇതൊക്കെയല്ലേ CVP, ലിമിറ്റിംഗ് ഫാക്ടർ. പ്രൈസിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് വരാനുള്ള സാധ്യത കുറവാണ്, പക്ഷെ വന്നിട്ടുണ്ട്, വരുന്നുണ്ട്, വരാം, ഇതുകൊണ്ട് ഒഴിവാക്കുന്നില്ല, ഒന്നും ഒഴിവാക്കുന്നില്ല. റെലവന്റ് കോസ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് അതേപോലെ റിസ്ക്, ഇങ്ങനെ 5 ഏരിയസ് ആണ്. ഈ 5 ഏരിയസ് ആണ് ശരിക്കും PMലെ അത്യാവശ്യം ഹാർഡ് എലമെന്റ്സ് ഉള്ള ഒരു ഏരിയാസ്. ഇതൊക്കെ നല്ല ഹാർഡ് എലമെന്റ്സ് ഉള്ള ഏരിയാസ് തന്നെയാണ്. ഇതിലിപ്പോ CVP ചോദിച്ചത് പഠിച്ചപ്പോൾ വളരെ ഈസി ആയിരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, പക്ഷെ അവർ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചത് അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിലാണ്, റൈറ്റ് അല്ലെ? എത്ര കൺഫ്യൂസിംഗ് എലമെന്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിനെ ടാക്കിൾ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഇന്ന് CVP വെച്ചിട്ട് പഠിച്ചത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, വിച്ച് ഇസ് ലിമിറ്റിംഗ് ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഒരുപാട് ടൈം എടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റിംഗ് ഫാക്ടറിന്റെ. ഓക്കെ, അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ലിമിറ്റിംഗ് ഫാക്ടറിന്റെ. ഓക്കെ, വേണമെങ്കിൽ പെട്ടെന്ന് എല്ലാവരും ഒരു എന്താ പറയാ ഒരു 2 minutes ഒക്കെ വേണമെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്താം, നോ ഇഷ്യൂസ് കേട്ടോ. എന്നാ ഈ 2 ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ഈ 2 ഏരിയാസ് ഇന്ന് പ്ലാൻ ചെയ്താൽ മനസ്സിലാക്കുക, ബാക്കിയുള്ള ഏരിയാസും കോൺസെപ്ച്വലി നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കിത് ചെയ്യാൻ കഴിയും. ഓക്കെ, 20-ൽ ഒരു കുറച്ച് മാർക്സ് എന്തായാലും നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ എല്ലാവരും വേണമെങ്കിൽ ഒരു ക്വിക്ക് ആയിട്ട് ഒരു ചെറിയൊരു ബ്രേക്ക് നിങ്ങൾ എടുത്തോ. മീൻവെൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് പിക്ക് ചെയ്യട്ടെ. ഓക്കെ, okay, this is the question that we will be discussing now. Okay, ഇത് ഫുള്ളി ഞാനിപ്പോ CVP ചെയ്തതുപോലെ അത്ര ഇൻപുട്ട് ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഇടുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് കൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിത് ഓൾമോസ്റ്റ് ഒരു 36 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ ഇത് December 21, ഇപ്പൊ നമ്മൾ December 20യുടെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സെഷൻ December 21 സെഷനിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ABC 3 റിക്വയർമെന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് റിക്വയർമെന്റ്, കാൽക്കുലേറ്റ് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ. ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ എന്ന ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മനസ്സിലാക്കി വെച്ചു, അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. നമുക്ക് പല പ്രോഡക്ട്സ് ഉണ്ടാകാം, ഓരോ പ്രോഡക്റ്റും എത്ര എണ്ണം വെച്ചിട്ടുണ്ടാക്കണം. വാട്ട് ഈസ് ദ പ്രൊഡക്ഷൻ പ്ലാൻ? A എന്ന പ്രോഡക്റ്റ് ഉണ്ട്, B എന്ന പ്രോഡക്റ്റ് ഉണ്ട്, C എന്ന പ്രോഡക്റ്റ് ഉണ്ട്. എത്ര A, എത്ര B, എത്ര C? ദാറ്റ് ഈസ് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ. ആൻഡ് ആ പ്രൊഡക്ഷൻ പ്ലാനിൽ നിന്നുണ്ടാവുന്ന കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം, അസ്യൂമിങ് ദാറ്റ് ദ ഓർഡർ വിത്ത് റൺവൈൽഡ് ഇസ് സപ്ലൈഡ് ഇൻ ഫുൾ. അസ്യൂമിങ് ദാറ്റ് ദ ഓർഡർ വിത്ത് റൺവൈൽഡ് എന്നൊരു കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കസ്റ്റമർ ആയിട്ടോ നമുക്കൊരു ഓർഡർ ഉണ്ടാവും. ആ ഒരു ഓർഡർ ഫുള്ളി സപ്ലൈ ചെയ്യുകയും വേണം. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്ഷൻ പ്ലാനും അതിനനുസരിച്ചുള്ള ഒരു കോൺട്രിബ്യൂഷൻ കാൽക്കുലേഷൻ ആണ്. 7 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, നല്ല രീതിയിൽ കോൺസെപ്റ്റ് പഠിച്ചവർക്ക് അറിയാം ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ലിമിറ്റിംഗ് ഫാക്ടർ അനാലിസിസ് എന്നുള്ളത്. അല്ലാത്തവരെ സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ മനസ്സിലാക്കിയത് ലിമിറ്റിംഗ് ഫാക്ടർ അനാലിസിസ് ഏരിയ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ബിയിലേക്കും സിയിലേക്കും ഒന്നും ഇപ്പൊ വായിക്കുന്നില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം അതാണ് കേട്ടോ. പലരും ചെയ്യാറുള്ള ഒരു കാര്യമാണ്, ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തു, എസ് എ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ A നോക്കും. ഓക്കെ, A നോക്കി A ഒന്ന് പ്രോസസ് ആവാൻ ഒരു സമയം എടുക്കും. അതിന് മുന്നേ അടുത്തത് കാൽക്കുലേറ്റ് മാക്സിമം ഫൈനാൻഷ്യൽ പെനാൽറ്റി, ഇതൊക്കെ എന്താ സംഗതി? ഇവിടെ വീണ്ടും അവർ സ്റ്റക്ക് ആവാണ്. ഇത് വായിച്ച് വീണ്ടും കൂടുതൽ ബുദ്ധിമുട്ടാവാണ്. എന്നിട്ട് അതൊന്ന് പ്രോസസ് ചെയ്യുന്നതിന് മുന്നേ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും, ഡിസ്കസ് വെദർ. ഓക്കെ, റൺവൈൽഡ് ഓർഡർ ഡിസ്കഷൻ ക്വസ്റ്റ്യൻ ആണ്. തേർഡ്, ഡിഫൈൻ ദ വേരിയബിൾസ് ആൻഡ് കൺസ്ട്രെയിന്റ്. ഓക്കെ, ഇത് കണ്ടപ്പോൾ മനസ്സിലായി ലിമിറ്റിംഗ് ഫാക്ടർ ആണെന്ന് മനസ്സിലായി. പക്ഷെ മൈ റെക്കമെൻഡേഷൻ ഇസ് ദാറ്റ് ഇഫ് യു റെഡ് വൺ ക്വസ്റ്റ്യൻ, ഒരു റിക്വയർമെന്റ് A വായിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ്. ആ റിക്വയർമെന്റ് A എന്താണെന്നുള്ളത് പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ വായിച്ചിട്ട് ഇതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു സമയം വേണം. ആ സമയം നമുക്ക് വെറുതെ നഷ്ടമാണ്. അത് എന്തായാലും അത് വീണ്ടും വായിക്കേണ്ടി വരും അല്ലെ? ആ ഒരു ക്വസ്റ്റ്യൻ പെർട്ടിക്കുലർ റിക്വയർമെന്റ് ചെയ്യുമ്പോൾ എന്തായാലും ആ റിക്വയർമെന്റ് വീണ്ടും നമ്മൾ വായിക്കും. അപ്പൊ വെറുതെ പല പ്രാവശ്യം വായിച്ചിട്ട് എന്തിനാ സമയം കളയുന്നേ? എക്സാം ടെക്നിക്കാണ് വീണ്ടും ഇടയ്ക്ക് വെച്ച് നമ്മൾ പറയുന്നത്. ക്വസ്റ്റ്യൻ റിക്വയർമെന്റ് വായിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് റിക്വയർമെന്റ് ഒറ്റയടിക്ക് വായിക്കാതെ ഒരു റിക്വയർമെന്റ്, നമ്മൾ ചെയ്യാൻ പോകുന്ന റിക്വയർമെന്റ് ആദ്യത്തേതാണ്, അതിനെപ്പറ്റി വായിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. അതപ്പോൾ ബ്രെയിനിൽ ഇങ്ങനെ പ്രോസസ് ചെയ്തോളൂ. ഓക്കെ, സോ ദ സിനാരിയോ ഈസ് ദിസ്. Bellawstone manufactures 3 types of running shoes which it sells to sports clothing retailers: road,
സ്പൈക്ക് ആൻഡ് ട്രയൽ. 3 പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സിനാരിയോ ആണ്. റോഡ് എന്നുള്ളത് റോഡിൽ ഓടാനാണ്, സ്പൈക്ക് എന്നുള്ളത് അത്ലറ്റിക്സ് യൂസ് ചെയ്യുന്നതാണ്, ട്രെയിൽ എന്നുള്ളത് ഓഫ് റോഡിൽ പോകുന്ന. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ക്വിക്കലി വായിച്ചെടുക്കും. ഓക്കെ, ഇങ്ങനെ 3 ടൈപ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സിനാരിയോനെ പറ്റി വായിക്കണ്ട. Then each of these product use differing amount of same resource. Each of these product use differing amount of same resource. ഇവര് 3 പ്രോഡക്റ്റും ഷൂസ് ആണ്. അപ്പൊ ഈ ഷൂസ് ഉണ്ടാക്കണമെങ്കിൽ വേണ്ട ലെതറിന്റെ മെറ്റീരിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ ലേബർ എന്ന റിസോഴ്സ് ആയിരിക്കാം. ഇതൊക്കെ 3 പേർക്കും ആവശ്യമുണ്ട്, 3 പ്രോഡക്ട്സിനും ആവശ്യമുണ്ട്, പക്ഷെ പല എമൗണ്ടിലാണ് ആവശ്യം. Financial information and resource requirement related to these products are as follows. Road, spike and trailന്റെ സെല്ലിംഗ് പ്രൈസ്, മെറ്റീരിയൽ, ലേബർ, മെഷീൻ അവേഴ്സ്, ഇങ്ങനെ ഫൈനാൻഷ്യൽ ഡേറ്റ തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഫിക്സഡ് ഓവർഹെഡിന്റെ അബ്സോർപ്ഷൻ റേറ്റും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ ഫൈനാൻഷ്യൽ ഡേറ്റ തന്നിട്ടുണ്ട്. എക്സാമിന് ഫൈനാൻഷ്യൽ ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യന്റെ ഇടയിൽ വെച്ച് വീണ്ടും അത് സെല്ലിംഗ് പ്രൈസ് 60 ആണ്, 45 ആണ്, 52 ആണ്, വായിക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒരു ഓവർവ്യൂ ചെയ്യുക. വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ഈ മെറ്റീരിയലൊക്കെ റുപ്പീസിലാണോ തന്നിരിക്കുന്നത് അതോ മീറ്ററിലാണോ തന്നിരിക്കുന്നത് എന്നുള്ളത് മാത്രം നോക്കി പോയാൽ മതി. ലേബർ $7 per hour എന്ന് തന്നിട്ടുള്ളത്, എന്നിട്ട് ഇവിടെ തന്നിട്ടുള്ളത് അവേഴ്സിലാണോ ഡോളേഴ്സിലാണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഇപ്പൊ അവേഴ്സിലാണോ ഡോളേഴ്സിലാണോ? ഇവിടെ ഡോളറിന്റെ താഴെയാണ് ഈ ഫിഗേഴ്സ് എല്ലാം അല്ലെ. ഫൈനലി പ്രോഫിറ്റ് കണ്ടെത്തിയിട്ടുണ്ട്, വിച്ച് മീൻസ് ഇവിടെ തന്നിരിക്കുന്ന ഓൾ ഫിഗേഴ്സ് അല്ലെ ഡിസ്പ്ലേഡ് ഹിയർ ആർ ഇൻ ഡോളേഴ്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ദെൻ അടുത്ത മെഷീൻ അവേഴ്സ്, എഗെയിൻ അതും ഡോളേഴ്സിലാണ്. അപ്പം തന്നിരിക്കുന്ന ഫിഗേഴ്സ് ഒക്കെ ഡോളേഴ്സിലാണ്. അപ്പൊ എന്തൊക്കെയാ തന്നിരിക്കുന്നത്, അങ്ങനെ പ്രോഫിറ്റ് കിട്ടി. ഡൺ. അതിൽ കൂടുതൽ ഓരോ ഫിഗറും ഉള്ളിലൂടെ ഒന്നും കടന്നു പോകേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യരുത്, സമയം പോകുന്ന കാര്യമാണ്, വേണ്ട. ഓക്കെ. ഡിമാൻഡ് ആൻഡ് റിസോഴ്സ് അവൈലബിലിറ്റി ഫോർ മാർച്ച്. ഡിമാൻഡ് ഫോർ 3 products ഫോർ മാർച്ച് ഇസ് എക്സ്പെക്ടഡ് ടു ബി. 3ന്റെയും ഡിമാൻഡ്, റോഡ് എന്നതും സ്പൈക്ക് എന്ന ഷൂസും ട്രെയിൽ എന്ന ഷൂസിന്റെയും ഡിമാൻഡ് തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മളൊരു സ്പെഷ്യൽ ഓർഡർ, റൺവൈൽഡ് എന്ന് പറഞ്ഞ കമ്പനി നമുക്കൊരു സ്പെഷ്യൽ ഓർഡർ തന്ന കാര്യം പറയാണ്, വിച്ച് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഡിമാൻഡ് എസ്റ്റിമേറ്റ്സ്. അബോ മുകളിൽ തന്നിട്ടുള്ള ഈ ഡിമാൻഡ് എസ്റ്റിമേറ്റുകൾ ഉണ്ടല്ലോ, ഇതിലൊന്നും ഇല്ലാതെ അഡീഷണലി തന്നിട്ടുള്ള ഒരു ഓർഡറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. റൺവൈൽഡ് എന്ന് പറയുന്ന ഒരു ഭയങ്കര കിഡിലൻ സ്പോർട്സ് റീറ്റെയിലർ ആണ്. അവർക്ക് ഭയങ്കര കസ്റ്റമർ ബേസ് ഉണ്ട് അല്ലെ. ദർ നോൺ ഫോർ സ്റ്റോക്കിംഗ് ദ മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ്സ് ഓഫ് സ്പോർട്സ് വെയർ. ഇനി ഓർഡർ ഇതാണ്, maximum of 200 pairs of each type of shoe at a discount of $8 on the standard selling price. റോഡിന്റെയും സ്പൈക്കിന്റെയും ട്രെയിലിനും $8 ഡിസ്കൗണ്ടിൽ 200 എണ്ണം സപ്ലൈ ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ റോഡ് ശരിക്കും എത്ര എണ്ണം ഉണ്ടാക്കണം? 2300 റോഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. 2300 റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യാനാവത്തുള്ളൂ. പിന്നെ ഒരു 200 എണ്ണം ഉണ്ടാക്കി റൺവൈൽഡിനും കൊടുക്കണം. അതേപോലെ 1400 സ്പൈക്ക് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, 200 എണ്ണം ഉണ്ടാക്കി മാർക്കറ്റിൽ കൊടുക്കണം. ട്രയൽ അല്ലെ, ട്രെയിൽ 1650, 1650 is not enough. You have to make additional 200 as well. അപ്പൊ ഇത്രയും പ്രൊഡക്ഷൻ നമ്മൾ ആക്ച്വലി നടത്തണം. ഓക്കെ. അല്ലെങ്കിൽ റൺവൈൽ വിൽ ചാർജ് എ ഫൈനാൻഷ്യൽ പെനാൽറ്റി ഇഫ് ദ ഓർഡർ ഇസ് നോട്ട് കംപ്ലീറ്റ്. മാർച്ചിൽ തന്നെ നമ്മൾ ഇവർക്കൊന്നും പറഞ്ഞ ഓർഡർ കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്കൊരു പെനാൽറ്റി വരും. പിന്നെ മാത്രമല്ല, ഓർഡർ സക്സസ്ഫുൾ ആയിട്ട് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ റൺവൈൽഡ് ഇസ് ഹാപ്പി ടു എൻഗേജ് ഇൻ ടു എ റെഗുലർ സപ്ലൈ കോൺട്രാക്ട്. നമ്മളുമായിട്ട് സ്ഥിരമായിട്ടൊരു ഓർഡർ എടുക്കുന്ന ഒരു ബന്ധത്തിലേക്ക് കിടക്കാൻ റൺവൈൽഡ് ഇസ് റെഡി. ഓക്കെ. ഇനി നമുക്ക് ഈ 3 ഷൂസിനും ഉണ്ടാക്കുവാൻ വേണ്ടി, 3 വെറൈറ്റീസ് ഓഫ് ഷൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സസ് ഡിഫറിംഗ് എമൗണ്ട് ഓഫ് സെയിം റിസോഴ്സ് ആണ്. വി വിൽ ബി യൂസിങ് മെറ്റീരിയൽ, ലേബർ ആൻഡ് മെഷീൻ ടൈം. ഇങ്ങനെ 3 റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എപ്പോഴും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദിസ് ഇസ് ഫോർ മാർച്ച് മന്ത്. അപ്പോൾ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ ആ ഒരു സിനാരിയോ, ഈ ഒരു ബാക്കി ഒരു ഏപ്രിലിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിപ്പോ വായിക്കേണ്ട കാര്യമില്ല അല്ലെ. ഇൻ കേസ് ഇനിയിപ്പോ ഇത്രയല്ലേ ഉള്ളൂ, നിങ്ങൾ വായിച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ക്വസ്റ്റ്യൻ റിക്വയർമെന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഏപ്രിൽ മാസത്തേക്കുള്ള എത്രത്തോളം പ്രൊഡക്ഷൻ ആണ് റൺവൈൽഡിന്റെ സപ്ലൈ കൂടെ കണ്ടിട്ട് എന്നിട്ട് അതിന്റെ കോൺട്രിബ്യൂഷനുമാണ് കാൽക്കുലേറ്റ് ചെയ്തത്. മാർച്ച് മാസത്തേക്ക്. അപ്പൊ ഏപ്രിലിന്റെ ഡാറ്റ വായിക്കേണ്ട കാര്യമല്ലോ. ഓക്കെ. അപ്പൊ എന്താണോ സഫീഷ്യന്റ് ആയിട്ടുള്ളത് നമ്മുടെ മനസ്സിൽ, എന്താണോ റിക്വയർമെന്റ് അത് പ്രോസസ്സ് ചെയ്യുന്ന കൂട്ടത്തില് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ സെനാരിയോ വായിക്കുന്നു. അപ്പൊ നമ്മൾക്ക് കുറച്ചുകൂടെ പിക്ചറായി. ഓക്കെ. സോ ഇവിടെ ഫസ്റ്റ് തിങ്, ലിമിറ്റിംഗ് ഫാക്ടറിൽ ഞാൻ ആ ടോപ്പിക്കിലേക്ക് വീണ്ടും കിടക്കുകയാണ്. ലിമിറ്റിംഗ് ഫാക്ടറിൽ നമ്മൾ ആക്ച്വലി 2 കാര്യമേ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ വളരെ നല്ല രീതിയിൽ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ എന്താണെന്നും മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടർ എന്താണെന്നും.
സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ, മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പഠിച്ചതല്ലേ. ദ സൊല്യൂഷൻ ഫോർ സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ ഇസ് കീ ഫാക്ടർ അനാലിസിസ് അല്ലേ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത വാട്ട് ഈസ് ദ സൊല്യൂഷൻ, പെട്ടെന്ന് കമന്റ് ചെയ്ത എല്ലാവരും. വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ, റെക്കോർഡിങ്സ് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എടാ ഒന്ന് പോസ് ചെയ്തിട്ട് താഴെ കമന്റ് ബോക്സില്ലേ ഒന്നതിന് കമന്റ് ചെയ്തോ അല്ലെ. അതെന്തായാലും ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്തോ കേട്ടോ. ഓക്കെ, പറഞ്ഞേ. സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ സൊല്യൂഷൻ കീ ഫാക്ടർ അനാലിസിസ് ആണെന്നും മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്, ഒന്നിലധികം കൺസ്ട്രെയിൻസ് കമ്പനിയിൽ ഉണ്ടെങ്കിൽ, ഒന്നിലധികം ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് കമ്പനിയിൽ ഉണ്ടെങ്കിൽ ദ സൊല്യൂഷൻ ഇസ് ലീനിയർ പ്രോഗ്രാമിംഗ് അല്ലേ. ലീനിയർ പ്രോഗ്രാമിംഗ് ഓർക്കുന്നുണ്ടോ? ഒരു ഗ്രാഫ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നില്ലേ? ദാറ്റ് ഈസ് ദ മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടർ സൊല്യൂഷൻ, ലീനിയർ പ്രോഗ്രാമിംഗ്. ഇപ്പൊ നമുക്കിവിടെ അറിയില്ല ഓക്കെ വെദർ ബെല്ലൗസ്റ്റൺ കമ്പനി, നമ്മുടെ കമ്പനിയുടെ പേരാണ്, അങ്ങനെ ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു. വെദർ ബെല്ലൗസ്റ്റൺ കമ്പനിയെ സംബന്ധിച്ച് ഇത് സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ ആണോ മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടർ ആണോ എന്നൊന്നും അറിയില്ല. നമ്മളുടെ റിസോഴ്സസ് ആണല്ലോ യൂഷ്വലി ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മളെ ഇവർക്ക് ആക്ച്വലി ലിമിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ് ലിമിറ്റിംഗ് ഫാക്ടർ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്, എപ്പോഴും നമ്മൾ ചെയ്യുന്നത്. സെയിം കാര്യം ഞാൻ ഇവിടെയും ചെയ്യണം. ബെല്ലൗസ്റ്റൺ കമ്പനി ഫസ്റ്റ് റിക്വയർമെന്റ് എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാണ്. വി ആർ ഗോയിങ് ടു ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് ഫാക്ടർ. ഓക്കെ, ആരാണ് നമ്മളുടെ ലിമിറ്റിംഗ് ഫാക്ടർ? നമുക്കിവിടെ റോഡ് എന്നുള്ളതും സ്പൈക്ക് എന്നുള്ളതും ട്രെയിൽ എന്നുള്ളതുമാണ് നമ്മളുടെ 3 വെറൈറ്റീസ് ഓഫ് ഷൂസ്. ഇവരുടെയൊക്കെ ഡിമാൻഡ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മാർക്കറ്റ് ഡിമാൻഡും അതേപോലെ റൺ വൈൽഡിന്റെ ഓർഡർ കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, പ്രൊഡക്ഷൻ പ്ലാൻ ഒപ്റ്റിമൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്തേണ്ടത് ശരിക്കും എത്രത്തോളം എന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ കുറച്ചും കൂടെ ഈ സൈഡിലേക്ക് നീക്കിടാം. കാണുന്നില്ലേ? ഓക്കെ, മാർക്കറ്റിലുള്ള ഡിമാൻഡ് എത്രയാടാ? 2300 ആണ് റോഡിന്റെ കേസ്. സോ 2300 മാത്രമല്ല, അതിന്റെ കൂടെ 200 അഡീഷൻ വരും. 2500 റോഡ് ഉണ്ടാക്കണം. വാട്ട് അബൌട്ട് സ്പൈക്സ്? 1600 സ്പൈക്സ് ഉണ്ടാക്കണം. വാട്ട് അബൌട്ട് ട്രെയിൽ? 1650 പോരല്ലോ. 1650 കൂടെ നോക്കി ആ 200 കൂടെ ആഡ് ചെയ്യണ്ടേ. അപ്പൊ ടോട്ടൽ 1850. ഇത്രയാണ് ശരിക്കും എനിക്ക് പ്രൊഡക്ഷൻ നടത്തേണ്ടത്, എന്റെ ഡിമാൻഡും ഓർഡറൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ. ഇനി ഇതിനുള്ള റിസോഴ്സസ് ഉണ്ടോ എന്ന് നോക്കാം. റിസോഴ്സ് എന്തൊക്കെയാ പറയുന്നത്? മെറ്റീരിയൽ ഒരു റിസോഴ്സ് ആണ്, ലേബർ ഒരു റിസോഴ്സ് ആണ്, മെഷീൻ ടൈം റിസോഴ്സ് ആണ്. മെറ്റീരിയൽ എന്ന സംഗതി ആദ്യം എടുക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? 1 മീറ്ററിന് 5 ആണ് അല്ലെ. $5 പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററിന് $5 ആണ്. റോഡിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തത് 7.5 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം ചെയ്യാൻ. ശ്രദ്ധിച്ചോ, 1 മീറ്ററിന് $5 ചെലവ് വരും. ഓക്കെ, നിങ്ങൾ ആ കഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ദിസ് കാൽക്കുലേഷൻ ദാറ്റ് ഐ ആം ഡൂയിങ് റൈറ്റ് നൗ, ബേസിക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളത്. 1 മാങ്ങയ്ക്ക് 5 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 7.5 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ എത്ര മാംഗോസ്, 7.5 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ പെർസെന്റേജ്. ഓക്കെ, 7 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ എത്ര മാംഗോസ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാൽക്കുലേഷൻ അല്ലെ. സെയിം കാൽക്കുലേഷൻ ആണ് ഇവിടെ വീണ്ടും. 1 മീറ്റർ പ്രൊഡക്ഷൻ നടത്തിയപ്പോൾ, ഒരു മീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ, പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, മെറ്റീരിയൽ വാങ്ങുകയാണെങ്കിൽ അതിന് $5 ആണ് ചെലവ്. അങ്ങനെയാണെങ്കിൽ $7.5 നമ്മൾ ചെലവാക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? റോഡിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നുണ്ടെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവ എത്ര മീറ്റേഴ്സ് ആണ്? ഹൗ മെനി മീറ്റേഴ്സ്? കാൽക്കുലേറ്റ് ചെയ്തൂടെ? ഇത് ചെയ്യാൻ നമ്മൾ ക്ലാസ്സിലൊക്കെ പലതവണ കണ്ടതാണ്, ചെയ്തതാണ് അല്ലെ. എന്താ ചെയ്യേണ്ടത്? ഇത് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു എന്താണോ നമുക്ക് അറിയാത്ത അൺനോൺ ആയിട്ടുള്ള അതിന് ഈക്വൽ ടു ഇടുക. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ 1 into 7.5 ഡിവൈഡഡ് ബൈ 5. ഇത് ചെയ്താൽ മതി. 1.5. ഇപ്പൊ നമുക്ക് മനസ്സിലായി 1.5 ഈസ് ദ മെറ്റീരിയൽ റിക്വയർഡ്. മെറ്റീരിയൽസ് 1.5. മെറ്റീരിയൽസ് നമ്മൾ ഇപ്പൊ എഴുതിയത് മീറ്റേഴ്സിലാണ് അല്ലെ. മീറ്റേഴ്സിലാണ്. 1.5 മീറ്റർ ആണ് ഒരു റോഡ് ഉണ്ടാക്കണമെങ്കിൽ ആവശ്യം വരുന്നത്. വാട്ട് അബൌട്ട് ഇൻ കേസ് ഓഫ് സ്പൈക്ക്?
സ്പൈക്കിന്റെ കേസ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. എത്രയാ? $3. ഒരു മീറ്ററിന് $5 തന്നെയാണ് അല്ലെ? സെയിം മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ക്വസ്റ്റ്യനിൽ. ഇപ്പൊ സ്പൈക്കിന്റെ കേസിൽ അവർ $3 ആണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ, ഈക്വൽ ടു 1 into 3 divided by 5. എത്ര? 0.6 meters of material is used by to manufacture one spike, one pair of spike. സിമിലർലി ട്രെയിലിന്റെ കേസും കണ്ടുപിടിക്കാം. ട്രെയിലിന്റെ കേസിൽ എത്രയാ? 6 എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ? അവർ 6 സ്പെൻഡ് ചെയ്യുന്നുണ്ട്. 6 നമ്മൾ സ്പെൻഡ് ചെയ്യാണ്. അപ്പൊ എത്ര ഫിഗർ ആയി? 1.2. ഇനി നമുക്ക് ഇതൊക്കെ കളയാം, ഇതിന്റെ ആവശ്യമില്ലെങ്കിൽ അല്ലെ? അപ്പോ ഇത്രയൊക്കെയാണ് മീറ്റേഴ്സ്. ഇത് മീറ്റേഴ്സ് ആണ് അല്ലെ? 1.5 മീറ്റർ ഉണ്ടെങ്കിലേ ഒരു റോഡ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. 0.6 മീറ്റർ ഉണ്ടെങ്കിലേ ഒരു സ്പൈക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. 1.2 മീറ്റർ ഉണ്ടെങ്കിലേ ഒരു ട്രെയിൽ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, നമ്മൾ ഒരു ട്രെയിലോ അല്ലെങ്കിൽ ഒരു സ്പൈക്ക് ഒരു റോഡോ അല്ല, നമ്മൾ വി ആർ മേക്കിംഗ് 2500 റോഡ്സ്. സോ ദ ടോട്ടൽ മെറ്റീരിയൽസ് ദാറ്റ് വി റിക്വയർഡ് ഇസ് 3750 just in respect for rods. Okay, do the same for spike and rail. എന്നിട്ട് ഇവിടെ നമുക്ക് എഴുതി വെക്കാം material required is 3750 pertains to road, 960 pertains to spike, and 2220 pertains to trail. So what is the total amount? It is 6930 is the total meters that we require. അല്ലെ? നമുക്ക് അവൈലബിലിറ്റി എത്രയുള്ള മെറ്റീരിയലിന്റെ കേസിൽ അവൈലബിൾ മെറ്റീരിയൽസ് നമുക്ക് നോക്കാം. അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് വി ഹാവ് 7200 of meters for month of March. അപ്പൊ ഇവിടെ തന്നെ എഴുതി വെക്കാം, മെറ്റീരിയൽസ് available with the company is 7200 അല്ലെ? അപ്പൊ നമ്മൾക്ക് ഇത്രയും പ്രൊഡക്ഷൻ ഒക്കെ നടത്താൻ ഇവരുടെ ഈ മാർക്കറ്റ് ഡിമാൻഡും റൺ വേൾഡിന്റെ കോൺട്രാക്റ്റും കൂടെ മീറ്റ് ചെയ്ത് കാര്യങ്ങൾ റൺ ചെയ്യാൻ നമുക്ക് ആവശ്യം എത്രയാ നോക്കിയേ? 6930 meters ഓഫ് ക്ലോത്ത് ആണ് നമുക്ക് ആവശ്യം. നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? വി ഹാവ് 7200. അപ്പൊ ഇവിടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും രീതിയിൽ ഷോർട്ടേജ് ഉണ്ടോ? ഇല്ല, ഇവിടെ ശരിക്കും ഷോർട്ടേജ് അല്ല, ഇവിടെ നമുക്ക് സ്പെയർ കപ്പാസിറ്റി ആണുള്ളത്. ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പൊ തൽക്കാലം ലേണിംഗ് സമയമായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കിവിടെ മിച്ചമാണുള്ളത് 270 മീറ്റേഴ്സോളം അധികമായിട്ട് നമുക്കുണ്ട് ഇവിടെ. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിർബന്ധമില്ല കേട്ടോ. 270 അധികമായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഹെൻസ് വി ഐഡന്റിഫൈഡ് ദാറ്റ് മെറ്റീരിയൽസ് ഇസ് നോട്ട് എ ലിമിറ്റിംഗ് ഫാക്ടർ. മെറ്റീരിയൽസ് നമ്മളെ ലിമിറ്റ് ചെയ്യുന്നില്ല. പിന്നെ ആരായിരിക്കും പ്രശ്നം? പിന്നെ 2 റിസോഴ്സും കൂടി ഉള്ളൂ. ഒന്ന് ലേബർ. ഓക്കെ, ലേബർ ആണോ ഇനി പ്രശ്നം? ചെക്കിങ് ഓൺ ലേബർ. ലേബറിന്റെ ചെയ്യുമ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെയാണ് വേണ്ടത്, ശരിയല്ലേ? ഇതേ കാര്യങ്ങൾ തന്നെയാണ് വേണ്ടത്. സോ ഐ എം copy paste the same things. Instead of material, just type labor hours. Labor hours required, labor hours available. പിന്നെ സ്റ്റുഡൻസ് യൂഷ്വലി ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാർ ഇവിടെ ലേബർ അവേഴ്സ് എന്ന് ഇവിടെ LHR എന്ന് യൂസ് ചെയ്യാൻ പറ്റും? ഇവിടെ ലേബർ അവർ എന്ന് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ LHR is enough. ബിക്കോസ് എക്സാമിനർക്ക് അതോടെ മനസ്സിലായി, ഒരു തവണ നമ്മൾ എഴുതിയില്ല ലേബർ അവർ ആണെന്നുള്ളത്. അപ്പൊ LHR യൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, അതിനൊന്നും നമ്മളെ പീനലൈസ് ചെയ്തില്ല. യു വിൽ ഗെറ്റ് ദ മാർക്സ് ഫോർ ദാറ്റ്. ബിക്കോസ് ഇവിടെ ഈ ഒരു കാൽക്കുലേഷൻ കിട്ടുന്നത് 2500 ഇൻറ്റു ഈ ഒരു ലേബർ അവർ ചെയ്യുമ്പോഴാണ്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ നമ്മുടെ എക്സാമിനർക്കുണ്ട്. സോ പ്ലീസ് ഡോണ്ട് വെറി ഫോർ ദാറ്റ്. ഇനി ലേബർ അവേഴ്സ് പെർ യൂണിറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ് നോക്കാം. 1 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ യൂഷ്വലി പേ ചെയ്യുന്നത് $7 ആണ്. റോഡിന് $7 നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയപ്പം 1 മണിക്കൂർ വർക്ക് ചെയ്താൽ $7 കൊടുക്കും. റോഡിന് നമ്മൾ $7 കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര മണിക്കൂർ റോഡിന് വേണ്ടിയിട്ട് ഒരു റോഡിന്റെ പ്രൊഡക്ഷൻ അല്ലെ നടത്താൻ വേണ്ടി എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? അതിന് 1 into 7 divided by 7 എന്ന രീതിയിൽ ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും അത് 1 തന്നെയാണെന്നുള്ളത് പെട്ടെന്ന് കിട്ടും അല്ലെ. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കി വെക്കുന്നത് എന്തിനാ?
അടുത്ത 10.5ന്റെയും 7ന്റെയും ഒക്കെ കേസ് വരുന്ന സമയത്ത് അത് നേരെ അങ്ങോട്ട് ഇൻപുട്ട് കൊടുത്താൽ മതി. 10.5 അല്ലെ? സ്പൈക്കിന് നമ്മൾ 10.5 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 1.5 hours ഓഫ് ലേബർ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. സിമിലർലി അടുത്ത തേർഡ് കേസിൽ 7 അഗെയിൻ അവിടെ വീണ്ടും 7 ആണല്ലേ? 7 വരുമ്പോൾ വീണ്ടും 1. അപ്പൊ ദിസ് ഈസ് ദ ലേബർ അവേഴ്സ് ഫോർ producing each of road, spike and trail respectively. 1 hour is required to manufacture 1 road. 1.5 labor hours is required to manufacture 1 spike. 1 hour is required to manufacture 1 trail എന്നുള്ളത് നമുക്ക് കിട്ടി. ഈ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ ഈസി അല്ലേ? ഈക്വൽ ടു 2500 into 1 copy and paste, which means the total hours എത്ര വന്നു? Total labor hours required is 6750. What is the available labor hours? Question നോക്കാം. എത്ര ലേബർ അവേഴ്സ് നമ്മുടെ കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്? എവിടെ പോയി? ലേബർ അവേഴ്സിന്റെ അവൈലബിലിറ്റി 6900 അവേഴ്സ് അവൈലബിൾ ആണ്. അവൈലബിലിറ്റി 6900. ഓക്കെ, വി ആർ ഓൺലി യൂസിങ് അല്ലെങ്കിൽ വി ഓൺലി റിക്വയർ 6750 ടു മീറ്റ് ദ പ്രൊഡക്ഷൻ ഡിമാൻഡ്, ടു മീറ്റ് ദ ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ് ആസ് വെൽ ആസ് ദ ഓർഡർ വിത്ത് ദ റൺവൈൽഡ്. ശരിയല്ലേ? അല്ലെ? 6750 ആൻഡ് 6900 ആണ്, റൈറ്റ്? വിച്ച് മീൻസ് ഇവിടെയും നമുക്ക് എന്താ വരുന്നത്? ഇവിടെയും നമ്മളെ ആരും ഒന്നിനും തടയുന്നില്ല. ഇവിടെയും നമുക്കുള്ള സ്പെയർ കപ്പാസിറ്റി തന്നെയല്ലേ 6900 മൈനസ് 6750. ശ്രദ്ധിച്ചിരിക്കണേ, 150 നമുക്ക് സ്പെയർ കപ്പാസിറ്റി തന്നെയാണുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് രണ്ടും എന്നെ ലിമിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അല്ലെ ആരെങ്കിലും ഒരു ലിമിറ്റിംഗ് ഫാക്ടർ എങ്കിലും ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ എന്നോട് ചോദിച്ചത്. ഇനി ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ഇല്ല എന്ന് വിചാരിച്ചു, അസ്യൂം ഇവിടെ ലിമിറ്റിംഗ് ഫാക്ടർ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിയിട്ട് നിങ്ങൾക്ക് അല്ലെ അങ്ങനെയൊക്കെ സംഭവിച്ചൂടെ? അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം. ഇവിടെയും എല്ലായിടത്തും സ്പെയർ കപ്പാസിറ്റി, മെറ്റീരിയൽ ചെയ്തപ്പോൾ സ്പെയർ കപ്പാസിറ്റി, ലേബർ അവർ ചെയ്തപ്പോൾ സ്പെയർ കപ്പാസിറ്റി, മെഷീൻ അവർ ചെയ്തപ്പോഴും സ്പെയർ കപ്പാസിറ്റി തന്നെ വന്നു എന്ന് വിചാരിച്ചോ? നിങ്ങൾ എഴുതി വെക്കേണ്ട ആൻസർ എന്താ? ദ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ ഈസ് ടു പ്രൊഡ്യൂസ് 2500 റോഡ് ഉണ്ടാക്കുക, 1600 സ്പൈക്ക് ഉണ്ടാക്കുക, 1850 ട്രെയിൽ ഉണ്ടാക്കുക. ഇത്രയും ഉണ്ടാക്കുമ്പോഴുള്ള കോൺട്രിബ്യൂഷൻ എഴുതി വെക്കുക. ഡൺ. മനസ്സിലായില്ലേ? അതായത് നിങ്ങളെ ഒന്നും ലിമിറ്റ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ഇല്ല എന്നൊരു ആൻസറിലേക്ക് നിങ്ങൾ എത്തിയത്. നിങ്ങളുടെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കൊണ്ടാണ്. പക്ഷെ ആൻസറായി. ആ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്ന ആ ഒരു പോയിന്റിന് ഒരു 1-2 മാർക്സ് ആയിരിക്കും ചിലപ്പോൾ പീനലൈസ് ചെയ്യത്തുള്ളൂ. അതാണ് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ. ഇവിടെ എക്സാം ടെക്നിക്ക് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ളത്. ദിസ് ഇസ് ജസ്റ്റ് എക്സാം ടെക്നിക് സെഷൻ. കോൺസെപ്ച്വലി നിങ്ങൾ സൂപ്പർ ബ്രില്യൻ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതെന്തായാലും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഹോപ്പ്ഫുള്ളി നിങ്ങൾ റിവിഷൻ ഫേസിലായിരിക്കും. ഇവിടെ നിങ്ങൾ ഡെലിവർ ചെയ്യേണ്ടത്, എക്സാമിന് ഡെലിവർ ചെയ്യേണ്ടത് എക്സാം ടെക്നിക്സ് മതി. നിങ്ങൾ എന്ത് ക്വസ്റ്റ്യനിൽ എങ്ങനെ സ്റ്റക്ക് ആയി കഴിഞ്ഞാലും ഇഫ് യു ആർ ഹാവിങ് സം നോളജ് ഓഫ് ദ എക്സാം ടെക്നിക്സ്, ഓൺ ഫിഗർ റൂൾ, അസംഷൻസ് എടുത്ത് മുന്നോട്ട് പോകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ യെസ് യു ഗെറ്റ് മോർ ദാൻ 50% ഓഫ് ദ മാർക്സ്. ദാറ്റ് ഇസ് ഇനഫ് ഫോർ എ പാസ്. യു ഡോണ്ട് നീഡ് എ പെർഫെക്റ്റ് ആൻസർ. വീണ്ടും പറയാണ്, നമ്മുടെ കേസിൽ നമ്മൾ ഇനി അടുത്തത് ഒരാളെയും കൂടെ നോക്കാനുള്ളൂ, വിച്ച് ഇസ് മെഷീൻ അവേഴ്സ്. അഗെയിൻ റിപ്പീറ്റ് ചെയ്യാം, ഇത് തന്നെ അല്ലെ. ലേബർ അവേഴ്സ് മാറി എന്തായി? മെഷീൻ അവേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. മെഷീൻ അവേഴ്സ് ഇവിടെ MHR റിക്വയർഡ്, ദെൻ MHRs അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതി വെക്കാം. സ്പെയർ കപ്പാസിറ്റി ആണോ അതോ കൺസ്ട്രെയിൻഡ് ഷോർട്ടേജ് ലിമിറ്റിംഗ് ഫാക്ടർ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഇതൊക്കെ മാറി, റൈറ്റ്. ടോട്ടൽ അവൈലബിൾ മെഷീൻ അവേഴ്സ് ഇസ്, അത് വേണമെങ്കിൽ ആദ്യം തന്നെ എഴുതി വെച്ചാൽ 1815 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1815. ശരി. ഇനി മെഷീൻ അവേഴ്സ് പെർ യൂണിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. സിനാരിയോയിൽ തന്നിട്ടുണ്ട് ഒരു വർക്ക്, 1 അവർ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, 1 അവർ നമ്മളല്ല, നമ്മളുടെ മെഷീൻ ഇങ്ങനെ വർക്ക് ചെയ്യണം. 1 അവർ വർക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ $10 ചെലവ് വരുന്നുണ്ട്. തിങ്ക്, $10 ചെലവ് വരുന്നുണ്ട്. അങ്ങനെ $4 ചെലവാക്കുന്നുണ്ട് റോഡ്. $10 ചെലവായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം 1 മണിക്കൂറാണ് റോഡിന് വേണ്ടിയിട്ട് ആ മെഷീൻ റൺ ചെയ്യുന്നത് കേട്ടോ. ഒരു റോഡ് ഉണ്ടാക്കാൻ മെഷീൻ റൺ ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ 4 എന്ന് പറയുമ്പോഴേക്കും അല്ലെ വളരെ കുറഞ്ഞു. അപ്പൊ അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ 1 മെഷീൻ അവർ കൊണ്ട് $10 ചെലവ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ
നമുക്കിപ്പോൾ ഇവിടെ $4 ചെലവ് വരുമ്പോൾ അത് എത്ര മെഷീൻ അവർ ആണെന്ന് കണ്ടെത്താൻ എഗെയിൻ ക്രോസ് മൾട്ടിപ്പിൾ 1 × 4/10 വളരെ ഈസിലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. യെസ്, ഇറ്റ് ഈസ് 0.4 എന്നുള്ളത് കിട്ടി. ഡു ദ സെയിം ഫോർ സ്പൈക്ക് ആൻഡ് ട്രെയിൽ. സ്പൈക്കിന്റെ കേസിൽ ഇറ്റ് ഇസ് 2, ട്രെയിലിന്റെ കേസിൽ ഇറ്റ് ഇസ് 3. സോ ജസ്റ്റ് ഇവിടെ 2 എന്നിടുന്നു, ആൻസർ ഇവിടെ 0.2 എന്ന് എഴുതുന്നു, ഇവിടെ 3 എന്ന് കൊടുക്കുന്നു, ആൻസർ ഇവിടെ 0.3. സോ നോക്കിയേ, ലുക്ക് അറ്റ് ദ ആൻസർ, ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നല്ലേ. ടോട്ടൽ മെഷീൻ അവർ റിക്വയർഡ് 1875 ആണ്. അത്രയും നമുക്ക് ആവശ്യമുണ്ട്. ഇത്രയൊക്കെ ഡിമാൻഡ് ഒക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ വി റിക്വയർ 1875 ഓഫ് ദ മെഷീൻ അവർ. ബട്ട് ദ അവൈലബിൾ മെഷീൻ അവർ ഇസ് ഓൺലി 1815, വിച്ച് മീൻസ് there is a limiting factor. There is a shortage. There is a shortage of, എത്ര ഷോർട്ടേജ്? ഷോർട്ടേജ് എന്ന് നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ -60 എന്ന് എഴുതേണ്ട കാര്യമില്ല. ഷോർട്ടേജ് ആണെങ്കിൽ എത്രയാ ഷോർട്ടേജ് എന്നുള്ളത് എഴുതി വെച്ചാൽ മതി. 60 അവേഴ്സിന്റെ ഷോർട്ട് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ വെച്ച് നമ്മൾ മനസ്സിലായി മെഷീൻ അവേഴ്സ് ഇസ് ദ ലിമിറ്റിംഗ് ഫാക്ടർ. മെഷീൻ അവർ ആണ് നമ്മളെ ലിമിറ്റ് ചെയ്യുന്നത്, ഒരേ ഒരു ഫാക്ടർ. സോ ഇത് സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടറിന്റെ സൊല്യൂഷൻ കീ ഫാക്ടർ അനാലിസിസ് ആയിരുന്നു. അവിടെയുള്ള സ്റ്റെപ്പ് നമ്പർ 1 ആയിരുന്നു, നമ്മൾ പഠിച്ചതാണ്. ഏതാ? ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് ഫാക്ടർ. അതാണ് നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്തത്. ഐഡന്റിഫൈ ചെയ്ത്, കണ്ടോ? ലിമിറ്റിംഗ് ഫാക്ടർ ഐഡന്റിഫൈ ചെയ്തു. മെഷീൻ അവേഴ്സ് ഇസ് ദ ലിമിറ്റിംഗ് ഫാക്ടർ ഐഡന്റിഫൈഡ്. Okay, then now what? എന്താ സെക്കൻഡ് വൺ? ഐ കാൽക്കുലേറ്റ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. സോ റോഡിന്റെയും സ്പൈക്കിന്റെയും ട്രെയിലിന്റെ കേസിലും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചു വെച്ച സ്റ്റെപ്പ് നമ്പർ 2. ഈ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന? സാധാരണ നമ്മൾ ചെയ്ത സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, മെറ്റീരിയൽ, ലേബർ, മെഷീൻ അവേഴ്സ്. ഫിക്സഡ് വരുമോ? ഫിക്സഡ് എടുക്കാറില്ല അല്ലെ, വേരിയബിൾ കോസ്റ്റ് മാത്രമേ എടുക്കാറ് കോൺട്രിബ്യൂഷനിലേക്ക് എത്താൻ. ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രോഫിറ്റ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ പ്രോഫിറ്റിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? ഫിക്സഡ് ഓവർ കൂടെ ആഡ് ചെയ്താൽ മതി. പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് ഓവർ കോൺട്രിബ്യൂഷൻ ആയില്ലേ അല്ലെ? ഒന്ന് ആലോചിക്കേ. സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, വി ഗെറ്റ് കോൺട്രിബ്യൂഷൻ. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കൂടെ കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആയി. സോ പ്രോഫിറ്റും ഫിക്സഡ് കോസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ കോൺട്രിബ്യൂഷൻ തിങ്. ശരിയല്ലേ? റൈറ്റ്. സോ നമുക്ക് ക്വിക്ക്ലി ചെയ്ത് തീർക്കാം. കോൺട്രിബ്യൂഷനും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് നോക്കാം. 37.5 plus 4. 37.5 plus 4 means it is 41.5. ഇവിടെ കേട്ടോ, അറിയാതെ ഞാൻ 41.5 എന്നാണ് ടൈപ്പ് ചെയ്തെങ്കിലും ചിലപ്പോൾ 41.4 എന്നാ വരുന്നുണ്ട് അല്ലെ. അപ്പൊ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മാറ്റുക. അത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കി വെക്കുക. കാൽക്കുലേഷൻ മൊത്തം തെറ്റാൻ പോകുന്നത് അത് പെട്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അതിന് സമയമൊന്നും എടുക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ദാറ്റ്, അതിനൊരു പ്രശ്നമില്ല. അത് ആ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണല്ലേ, എറേഴ്സ് ആണ്. ഓക്കെ ഫൈൻ, ചെറിയ മാർക്സ് പോട്ടെ കേട്ടോ. സിമിലർലി ഇൻ കേസ് ഓഫ് സ്പൈക്ക് ഇറ്റ് ഈസ് 23.5 plus 6, it would be 29.5. And in case of trails 36. സെക്കൻഡ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നുള്ളതായിരുന്നു. നമ്മളിവിടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാം. തേർഡ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ വേണം. ഇവിടെ നമ്മളുടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്നുള്ളത് മെഷീൻ അവർ പെർ യൂണിറ്റ് എന്നുള്ളതാണ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടിയതിന് ശേഷം മെഷീൻ അവർ പെർ യൂണിറ്റ് എന്നുള്ളതാണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. മെഷീൻ അവർ പെർ യൂണിറ്റ് 0.4, 0.2 and 0.3 അല്ലെ. അപ്പൊ തേർഡ് സ്റ്റെപ്പ് കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ എന്നതാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ 41.5 ഡിവൈഡഡ് ബൈ 0.4 കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ കിട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റെപ്പ് നമ്പർ 4 നമ്മൾ റാങ്ക് ചെയ്തല്ലേ. ഇതിന്റെയൊക്കെ തിയറി എന്തുകൊണ്ടാണ് ഈ സ്റ്റെപ്സ് വന്നത് എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതിലേക്ക് ഞാൻ വീണ്ടും എക്സ്പ്ലനേഷനിലേക്ക് കിടക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് നമ്മൾ റാങ്ക് ചെയ്യാണ്. ഫസ്റ്റ് റാങ്ക് വിൽ ഗോ ടു സ്പൈക്ക്, സെക്കൻഡ് റാങ്ക് ഗോസ് ടു ട്രെയിൽ, തേർഡ് റാങ്ക് ഇസ് ടു റോഡ്സ് അല്ലെ. 147 ആണ് ഏറ്റവും ആദ്യം കൂടുതൽ വന്നതിന് ആദ്യം റാങ്ക് ചെയ്തു. റാങ്കിങ് കഴിഞ്ഞു. നൗ വി ഹാവ് ടു മേക്ക് ദ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ. ഈ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? നമുക്കൊരു സ്കെഡ്യൂൾ നമ്മൾ വരച്ചു അല്ലെ. എന്തൊക്കെയായിരുന്നു? പ്രോഡക്റ്റ്, എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കും ആദ്യം,
എത്ര യൂണിറ്റ്സ് ഉണ്ടാക്കും, അതിനു വേണ്ടിയിട്ട് എത്രത്തോളം മെഷീൻ അവേഴ്സ് ചെലവാക്കും, എത്രത്തോളം റിമൈനിങ് മെഷീൻ അവേഴ്സ് ഉണ്ടാവും. ഓക്കെ അല്ലെ? ഇത് ചെയ്തു പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. സോ ഇവിടെ വേണമെങ്കിൽ റാങ്ക് എന്നോ അല്ലെങ്കിൽ ഒക്കെ കൊടുക്കാം. പ്രയോറിറ്റി എന്നൊരു ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം. നിർബന്ധമില്ല കേട്ടോ, ഇതിനൊന്നും ഒരു നിർബന്ധമില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രസന്റേഷൻ അടിപൊളിയാവും. പ്രയോറിറ്റി നമ്മൾ ആദ്യം പോളിസി റൺ വൈൽഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിനാണ് പ്രയോറിറ്റി കൊടുക്കുക. റൺ വൈൽഡ് ആയിട്ടുള്ള കോൺട്രാക്ട് പ്രകാരം വി വിൽ ഡെഫിനറ്റ്ലി ബി മേക്കിംഗ് സ്പൈക്ക്, റോഡ് ആൻഡ് ട്രെയിൽ. ഇത് മൂന്നും 200 വെച്ച് സപ്ലൈ ചെയ്യണം അല്ലെ? അതായിരുന്നു റൺ വൈൽഡ് ആയിട്ടുള്ള കോൺട്രാക്ട്. അപ്പൊ നമുക്ക് ആദ്യം അത് ചെയ്യാം. ഇനി അതിൽ തന്നെ ആദ്യം എന്ത് ചെയ്യാം, സ്പൈക്ക് ആദ്യം കൊടുത്തേക്കാം. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഒക്കെ അതിൽ നിന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, സോ 200 കൊടുത്തു. മെഷീൻ അവേഴ്സ്, ഈ 200 യൂണിറ്റ്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എത്ര മെഷീൻ അവർ ചെലവായി? 200 യൂണിറ്റ്സ് ഉണ്ടാക്കിയപ്പോൾ സ്പൈക്കാണ് ഉണ്ടായത്. സ്പൈക്കിന് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 0.2 മെഷീൻ അവർ ആണ്. അങ്ങനെ 40 മെഷീൻ അവേഴ്സ് തീർന്നു. ബാക്കി എത്രയുള്ളത്? നമ്മുടെ കമ്പനിയിൽ ആകെ വി ആർ ഹാവിംഗ് 1815 അവേഴ്സ്. അതിൽ നിന്ന് ഇപ്പോൾ 40 പോയി. ബാക്കി ഇനി 1775 അവേഴ്സ് ആണുള്ളത്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ അല്ലെ? 200 യൂണിറ്റ് സ്പൈക്ക് ഉണ്ടാക്കി, അതിനടുത്തത് 40 അവേഴ്സ്, ബാക്കി 1775. അഗെയിൻ റൺ വൈൽഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ നമുക്ക് ഇനി അടുത്ത ഐറ്റം ട്രെയിൽ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. വി വിൽ സ്റ്റിൽ ബി സപ്ലൈങ് 200 യൂണിറ്റ്സ് ഓഫ് ട്രെയിൽ. 200 യൂണിറ്റ്സ് ഓഫ് ട്രെയിൽ സപ്ലൈ ചെയ്യും. ട്രെയിൽ എന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കുവാൻ നമുക്ക് ആവശ്യമായ മെഷീൻ അവേഴ്സ് 0.3 പെർ യൂണിറ്റ്. വി വിൽ ബി യൂസിങ് 60 അവേഴ്സ്. ബാക്കി എത്ര അവേഴ്സ് ആ ഉള്ളത് നോക്കിയോ? 1715. തേർഡ് കേസ് വി വിൽ, അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിട്ട് ചെയ്യണം. തേർഡ് കേസ് നമ്മളുടെ പ്രോഡക്റ്റ് എന്നുള്ളത് റോഡ് എന്നുള്ളതാണ്. വി വിൽ ബി സപ്ലൈങ് 200 യൂണിറ്റ്സ് ഓഫ് റോഡ്. ഇത് സ്പീഡ് ആക്കണേ. ഇത് നിങ്ങൾ കാൽക്കുലേഷൻ സ്പീഡിൽ ചെയ്തു പോവുക, കാരണം ഡയറക്റ്റ് പെട്ടെന്ന് എടുക്കാവുന്നതാണ്. സോ 80 അവേഴ്സ് 175 മൈനസ് 80 1635. ഇങ്ങനെ നമ്മൾ റൺ വൈൽഡിനെ പ്രയോറിറ്റൈസ് ചെയ്ത് ഓർഡർ ആദ്യം ആ പോളിസി മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലേ? റൺ വൈൽഡ് ഓർഡർ എന്തായാലും ഫുൾ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ടേ മാർക്കറ്റിലെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഡിമാൻഡ് വെച്ചിട്ട് നമ്മൾ ഇനി കൊടുക്കാൻ പോവാണ്, ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് റാങ്ക് വന്നത് സ്പൈക്കിനായതുകൊണ്ട് ഫസ്റ്റ് റാങ്ക് വന്നതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അഗെയിൻ സ്പൈക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. ഇനി എത്ര സ്പൈക്ക് കൊടുക്കും? ഓക്കെ ലെറ്റ് മീ ചെക്ക് ഹൗ മെനി സ്പൈക്ക് ഹാവ് ടു ബി സോൾഡ് ടു ദ മാർക്കറ്റ്. 1400 pairs. So ഇവിടെ 1400 pairs of spike. To make each spike, the company require 0.2 per hour, which means 280 hours. So 1635 minus 280. Remaining we have 1355 hours. മാർക്കറ്റിലെ ഡിമാൻഡ് പ്രകാരം ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ സെക്കൻഡ് റാങ്ക് ഉള്ള ട്രെയിൽ എന്ന പ്രോഡക്റ്റിലേക്ക് കിടക്കാണ്. ട്രെയിൽ എന്ന പ്രോഡക്റ്റിലേക്ക് കിടക്കാണ്. എത്രയായിരുന്നു ട്രെയിലിന്റെ മാർക്കറ്റിലുള്ള ഡിമാൻഡ്? ഇറ്റ് ഈസ് 1650 എന്നുള്ളതാണ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ 1400ഉം 1650 ഒക്കെയാണ് എടുത്തത്. അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത ആ ടോട്ടൽ ഫിഗർ എത്ര? 2500ഉം 1600 അല്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഡിമാൻഡ് എസ്റ്റിമേറ്റ്സ് ഓൾറെഡി നമ്മൾ കൊടുത്തല്ലോ. റൺ വൈൽഡ് ആയിട്ടുള്ള കോൺട്രാക്ട് നമ്മൾ ഓൾറെഡി കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള മാർക്കറ്റ് ഡിമാൻഡ് മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ റൺ വൈൽഡിന് കൊടുക്കേണ്ടത് ഡിമാൻഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ചില ക്വസ്റ്റ്യൻ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും തരിക. അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് വേണം ഇവിടെ നിങ്ങൾ എഴുതി വെക്കുവാൻ. ശ്രദ്ധിച്ചോ? കേട്ടോ? ഒന്നും കൂടെ ഒന്ന് റിമൈൻഡ് അടിച്ച് കേൾക്കണമെങ്കിൽ കേട്ടോ. ഓക്കെ, ഇനി ട്രെയിലിന്റെ കേസിൽ 1650 ഇൻറ്റു എത്രയാ ട്രെയിൽ? മെഷീൻ അവർ പെർ യൂണിറ്റ് 0.3 ആണെങ്കിൽ 495. ബാക്കി എത്ര അവേഴ്സ്? 1355 മൈനസ് 495 + 860. 860 അവേഴ്സ് ബാക്കിയുണ്ട്. ഡിമാൻഡ് 3 തേർഡ് റാങ്ക് ഉള്ള റോഡിനെ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ആഗ്രഹം മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള 2300 റോഡ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. 2300 റോഡ്സ് ഉണ്ടാക്കണമെങ്കിൽ 2300 റോഡ്സ് ഉണ്ടാക്കണമെങ്കിൽ എത്ര സമയം വേണം? വി റിക്വയർ 920 അവേഴ്സ്, ബട്ട് വി ഡോണ്ട് ഹാവ് ദിസ് മച്ച് അല്ലെ. വി ഓൺലി ഹാവ് 860 അവേഴ്സ്. അപ്പൊ ഇവിടെ എപ്പോഴും സ്റ്റുഡൻസ് പലരും സ്റ്റക്ക് ആവാറുള്ളതാണ്. ഈ ഒരു ഏരിയ എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ 860 ഉള്ളൂ, നമുക്ക് 920 വേണമായിരുന്നു. അപ്പൊ എന്തായാലും പ്രൊഡക്ഷൻ നടക്കില്ല. ഓക്കെ, ലെറ്റ്സ് മേക്ക് ദിസ് 860.
അങ്ങനെയാണെങ്കിൽ 2300 എത്ര റോഡ്സ് അല്ലെ? ഇവിടെ ചെയ്യേണ്ടത്, ഒരു റോഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻ അവർ എത്രയായിരുന്നു? 0.4 ആയിരുന്നു അല്ലെ? 0.4, യെസ്. ഒരു റോഡ് ഉണ്ടാക്കണമെങ്കിൽ 0.4 മെഷീൻ അവേഴ്സ് ആണുള്ളത് എടുക്കുന്നത്. നമുക്കിപ്പോ കമ്പനിയിൽ ഇനി അവൈലബിൾ ആയിട്ടുള്ളത് 860 മെഷീൻ അവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര റോഡ് ഉണ്ടാക്കാൻ കഴിയും? നേരത്തെ സെയിം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കഥയാണ്. പി എമ്മിൽ ത്രൂ ഔട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതേ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും യു ക്യാൻ ഡു ദിസ്. ഈക്വൽ ടു 1 into 860 ഡിവൈഡഡ് ബൈ 0.4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2150 റോഡ്സേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ കേട്ടോ. നമുക്ക് ഒരുപാട് 2300 ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു 150 കുറഞ്ഞിട്ട് 2150 റോഡ്സേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. എന്തെങ്കിലും അവേഴ്സ് ബാക്കിയുണ്ടോ? ഇല്ല, 0 അവേഴ്സ് ബാക്കി. സോ ദിസ് വിൽ ബി ദ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ. ഇപ്പൊ നമ്മൾ ഈ ചെയ്തതാണ് പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ, ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിങ്ങനെ ചെയ്തു വെച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്സ് കിട്ടും. നമ്മളോട് ചോദിച്ചത് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ ആയിരുന്നു. ഓക്കെ, നമ്മൾ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ നമ്മൾ കണ്ടെത്തി വെച്ചു. ദിസ് ഈസ് ദ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ നമ്മൾ ചെയ്തു അല്ലെ? എത്ര സ്പൈക്ക് ഉണ്ടാക്കണം? വി വിൽ ബി മേക്കിംഗ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ എടുത്തെഴുതാം. സ്പൈക്ക് എത്രയാണ് ഉണ്ടാക്കും? 1600 സ്പൈക്ക് ഉണ്ടാക്കും. ട്രെയിൽ എത്ര ഉണ്ടാക്കും? ട്രെയിൽസിന്റെ കേസിലും 1850 ട്രെയിൽസ് ഉണ്ടാക്കും. എന്നാൽ റോഡിന്റെ കേസിൽ അല്ലെ, റോഡിന്റെ കേസിൽ മാത്രം 2500 നിന്ന് അത് പറ്റുമോ? ഇല്ല. റോഡിന്റെ കേസിൽ മാത്രം ഈ 2150 പ്ലസ് ഇത്രയുമേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ, 2350, വിച്ച് ഈസ് അല്ലെ. അങ്ങനെ ഇതാണ് നമ്മളുടെ പ്രൊഡക്ഷൻ, ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ. ഇങ്ങനെയായിരിക്കും നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇനി ഇത്ര പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ, റിസൾട്ടിങ് കോൺട്രിബ്യൂഷൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കോൺട്രിബ്യൂഷൻ കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻ എന്താണെന്നറിയോ? കോൺട്രിബ്യൂഷൻ എന്നൊരു കോളം ഇവിടെ അഡീഷണലി ആഡ് ചെയ്യുക. ഓക്കെ, കോൺട്രിബ്യൂഷൻ എന്നുള്ളൊരു കോളം അഡീഷണലി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ഇതൊന്നും വേണ്ട, സോറി. ഇവിടെ നമ്മൾ ആ കോൺട്രിബ്യൂഷൻ വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈക്വൽ ടു സ്പൈക്കിന്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? 200 into സ്പൈക്കിന്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 29.5. ട്രെയിലിന്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? 200 into ട്രെയിലിന്റെ കോൺട്രിബ്യൂഷൻ 36. റോഡിന്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? 200 into 41.5. ശരിയാണോ? ഇത് ചെയ്ത് ശരിയാണോ? നിങ്ങൾ ചിലപ്പോൾ ചെയ്തു വരുമ്പോൾ ഈ ഒരു ഓളത്തിൽ അങ്ങനെ ചെയ്തു പോകും. പക്ഷെ ഇവിടെ അഡീഷണലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? റൺവൈൽഡിനുള്ള കോൺട്രാക്റ്റുകളിൽ ഒരു സ്പെഷ്യൽ കേസാണ്. റൺവൈൽഡിനുള്ള കോൺട്രാക്റ്റിൽ നമ്മൾക്ക് ഇത്രയും കോൺട്രിബ്യൂഷൻ കിട്ടില്ല. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഇവിടെ ഒരു ഡിസ്കൗണ്ടിലാണ് ഇവർക്ക് കൊടുക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറയുന്നില്ലേ, ഡിസ്കൗണ്ട് ഓഫ് $8 ഓൺ സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് എല്ലാ ഷൂസിലും, ഓൺ ഈച്ച് ടൈപ്പ് ഓഫ് ഷൂസ്. അതായത് റോഡ് എന്ന സാധനം വിൽക്കുന്നത്, റോഡ് എന്ന ഷൂ നമ്മൾ സെല് ചെയ്യുന്നത്, ഇറ്റ് ഇസ് നോട്ട് ഓൺ 60, വി വിൽ ബി സെല്ലിംഗ് അറ്റ് എ പ്രൈസ് ഓഫ് 52. $8 കുറച്ചിട്ടുള്ള 52 എന്നുള്ള സെല്ലിംഗ് പ്രൈസിലാണ്. 52 നിന്ന് ഈ 7.5 7 4 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ കോൺട്രിബ്യൂഷൻ. അപ്പൊ എളുപ്പത്തിന് നമുക്ക് ചെയ്യാം. നമ്മളിവിടെ ഓൾറെഡി എന്ത് കണ്ടെത്തി വെച്ചിട്ടുണ്ട്? നമ്മളിവിടെ കോൺട്രിബ്യൂഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ? ജസ്റ്റ് ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഈക്വൽ ടു 200 into, ഓക്കെ, നിങ്ങൾ കണ്ടെത്തി എഴുതിയെടുത്ത കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിന്റെ ഫിഗർ ഉണ്ടല്ലോ, അതിൽ നിന്നൊരു $8 ഇവിടെ കുറയ്ക്കണം. ദിസ് വിൽ ബി ദ ആൻസർ. ഇവിടെയും എന്ത് ചെയ്യണം? ഇത് ബ്രാക്കറ്റ്സിൽ ഇടണം, അല്ലെങ്കിൽ ആൻസർ മാറിപ്പോ കേട്ടോ. ജസ്റ്റ് 8 മാത്രം കുറച്ച്, ഫൈനൽ ആൻസറിൽ നിന്ന് 8 കുറഞ്ഞു പോകും. അപ്പൊ എത്രയാണോ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, അതിൽ നിന്ന് ആ $8 കോൺട്രിബ്യൂഷൻ കുറയും നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നത് എന്ന രീതിയിൽ ഇത് മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ടോപ്പ് മാർക്സിലേക്ക് 90+ മാർക്കിലേക്ക് സ്കോർ ചെയ്യുന്ന ഏരിയാസ് ആണ് ഈ കാൽക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആക്കിയാൽ. പിന്നെ ഇവിടെ സ്പൈക്കിന്റെ കേസിൽ അഗൈൻ 1400 into, ഇനി എന്ത് ചെയ്താൽ മതി? പഴയ കോൺട്രിബ്യൂഷൻ 29.5 എന്ന കോൺട്രിബ്യൂഷൻ. കാരണം ഇത് ഡിമാൻഡ് മാർക്കറ്റിലേക്ക് വിൽക്കുന്നതിന് നമ്മൾ ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കുന്നില്ലല്ലോ. 1650 ട്രെയിൽ വിൽക്കുന്നുണ്ട്. ട്രെയിൽ മാർക്കറ്റിലാണ് വിൽക്കുന്നത്, മാർക്കറ്റിൽ ഒരു ഡിസ്കൗണ്ടും ഇല്ല, നമ്മൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ വിൽക്കും. ഇപ്പൊ 36 തന്നെ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. റോഡിന്റെ കേസിൽ 2150 റോഡ് വിൽക്കുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ 41.5 ആണ്. സോ ടോട്ടൽ കോൺട്രിബ്യൂഷൻ റിസൾട്ടിങ് ഫ്രം ദിസ് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ ഇസ്, നോക്കി എത്രയാണ്? ഇറ്റ് ഇസ് 206525 ആണ്.
ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന, ഓക്കെ, നിങ്ങൾക്ക് എന്റെ തല കാരണം കാണുന്നില്ല അല്ലെ, ഇപ്പൊ കാണാലോ, ചെയ്യാൻ മനസ്സിലായല്ലോ അല്ലെ, ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെയാണ്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് എന്ത് അല്ലെ, ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ. ഉണ്ട് അതിൽ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ ഇതുണ്ടോ, ദിസ് ഈസ് ദ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ. പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ ഉണ്ട്, അതേപോലെ റിസൾട്ടിങ് കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇതായിരുന്നു റിക്വയർമെന്റ്. ഇത് ചെയ്തു വെക്കുന്നതിനാണ് എത്ര മാർക്കാന്ന് നോക്കിയേ, 7 മാർക്സ്. കുറച്ച് സമയം എടുത്തില്ലേ? കുറച്ച് ടൈം എടുത്താലും ആ സ്റ്റെപ്സ് മനസ്സിലുള്ളത് കൊണ്ട് ആ സ്റ്റെപ്സിൽ തന്നെ പോയി. ഈവൻ ദോ നിങ്ങളുടെ കാൽക്കുലേഷൻ എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാലും ഈ ആൻസർ ഒക്കെ മാറില്ലേ, 5 മാർക്ക് എന്തായാലും കിട്ടും. കാൽക്കുലേഷൻ മൊത്തം തെറ്റിയാലും നിങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ 5 മാർക്സ് കിട്ടും. ഓക്കെ, ഇപ്പൊ ഈസി അല്ലേ? PM സത്യം പറഞ്ഞാൽ ഈസിയാണ്, മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, നമുക്കിപ്പോ ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അടുത്ത റിക്വയർമെന്റിലേക്ക് ജമ്പ് ചെയ്യാണ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. പെട്ടെന്നൊന്ന് ലൈക്ക് പറയോ, പെട്ടെന്നൊന്ന് നിങ്ങൾ ലൈക്ക് പറയോ, ഒന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യോ. ക്ലിയർ ആണ് സർ, എനിക്ക് ക്ലിയർ ആണെന്ന് ഒന്ന് പറഞ്ഞാൽ ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, പെർഫെക്റ്റ്, താങ്ക് യു, ഫൈൻ. ഓക്കെ ഗായ്സ്, കൂൾ. ഇനി അടുത്ത ഒരു റിക്വയർമെന്റിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ മാക്സിമം ഫൈനാൻഷ്യൽ പെനാൽറ്റി the company would be prepared to accept from Runwild if it does not complete the order in full. നമ്മൾ റൺവൈൽഡ് എന്ന നമ്മളുടെ ഒരു കസ്റ്റമർ ഉണ്ടല്ലേ, ഇവരുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരുന്നു. 200 ഷൂ വെച്ച് ഞങ്ങൾ തന്നുകൊള്ളാം കേട്ടോ എന്ന് ഇവരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ഇൻ കേസ് ഞാൻ ഈ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവരെ ഞാൻ സപ്ലൈ ചെയ്യുന്നില്ല, ഇവരുടെ അല്ലെ, ഇവർക്ക് ഓൾറെഡി ഞാൻ ഡിസ്കൗണ്ടിലൊക്കെ അല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഇൻ കേസ് ഇവരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് പകരം ഞാൻ മാർക്കറ്റിൽ എന്തെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിട്ട് ബാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, അങ്ങനെ ഞാൻ വിചാരിച്ച ഈ കോൺട്രാക്ട് ബ്രേക്ക് ആയി. ഇൻ കേസ് അങ്ങനെ കോൺട്രാക്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻ കേസ് ഈ കോൺട്രാക്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്കൊരു പെനാൽറ്റി വരും. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ നോക്കിയേ, കാൽക്കുലേറ്റ് ദ മാക്സിമം ഫൈനാൻഷ്യൽ പെനാൽറ്റി. പെനാൽറ്റി എത്ര എമൗണ്ട് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും ചോദ്യം തന്നിട്ടുണ്ടോ? എത്ര എമൗണ്ടാ പെനാൽറ്റി എന്നോ അല്ലെങ്കിൽ ഏകദേശം പോലും തന്നിട്ടില്ല. നമ്മളോട് ചോദ്യം, റിക്വയർമെന്റ് ഇതാണ്, വാട്ട് കാൽക്കുലേറ്റ് ദ മാക്സിമം ഫൈനാൻഷ്യൽ പെനാൽറ്റി ദ കമ്പനി വുഡ് ബി പ്രിപ്പയർഡ് ടു അക്സെപ്റ്റ്. നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയാവുന്ന മാക്സിമം പെനാൽറ്റി എത്രയാണ്, അല്ലെങ്കിൽ അല്ലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന മാക്സിമം പെനാൽറ്റി. നമുക്കറിയാം ഈ കോൺട്രാക്ട് ബ്രേക്ക് ആക്കി കഴിഞ്ഞാൽ പെനാൽറ്റി എന്തായാലും വരും. ഈ പെനാൽറ്റി ഒരു കോടി രൂപയാണ് പെനാൽറ്റി. 1 crore ആണ് പെനാൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, 1 crore പെനാൽറ്റി, 1 crore ആണോ? എന്തായാലും ഒബ്വിയസ്ലി ഞാൻ റൺവൈൽഡ് ആയിട്ടുള്ള കോൺട്രാക്ട് ഒബ്വിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യും. 1 crore ഒക്കെ അല്ലെ, അത്രയും വലിയ ഫിഗർ ഒന്നും പെനാൽറ്റി ആയോ? അതൊന്നും നമ്മളെ കൊണ്ട് താങ്ങത്തില്ല. നമ്മൾ ആകെപ്പാടെ നമുക്ക് കിട്ടുന്ന ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഒക്കെ എത്രയാ? 2 ലക്ഷം ഡോളേഴ്സിന്റെ കളികളൊക്കെ നമ്മളുള്ളൂ. അന്നേരം 1 crore ഒക്കെ പെനാൽറ്റി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്വിയസ്ലി, അയ്യോ, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഐ വിൽ ഒബ്വിയസ്ലി മീറ്റിംഗ് യുവർ ഡിമാൻഡ്സ്. 200 വെച്ച് ഷൂസ് അല്ല വേണ്ടേ, റോഡും സ്പൈക്കും ട്രെയിലൊക്കെ 200 വെച്ച് ഞാൻ റൺവൈൽഡിന് തരാം എന്നായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന 5 രൂപ പെനാൽറ്റി എന്ന് വെച്ചോ, $5 പോട്ടെ, ലെറ്റ് പെനാൽറ്റി ബി $5. $5 ആണോ പെനാൽറ്റി ഉള്ളൂ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പെനാൽറ്റി അടിച്ചു അല്ലെ. നമ്മൾ തന്നെ അങ്ങനെയല്ലേ, നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ പണ്ട് ഹെൽമെറ്റ് ഒന്നും ഇല്ലെങ്കിൽ അല്ലെ 50 രൂപ 100 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നൊരു കാലമുണ്ട്. പോട്ടെ, ഹെൽമെറ്റ് ഇങ്ങനെ വെച്ചില്ല. പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പോലീസ് പിടിച്ചാൽ തന്നെ എത്ര കൊടുക്കേണ്ടി വരത്തുള്ളൂ? ഓക്കെ, 50 100 കൊടുത്താൽ മതി, ഓട്ട് അങ്ങനെ വെക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ 500,000 എന്നുള്ള രീതിയിലൊക്കെ ഫൈൻ വരുമ്പോഴേക്കും ഓക്കെ, നമ്മൾ അത് പാലിക്കാൻ തയ്യാറാവും, കാരണം സീരിയസ്നെസ് കൂടി. സിമിലർലി ഇവിടെ റൺവൈൽഡ് നമുക്ക് എത്രത്തോളം ഈ ഒരു കോൺട്രാക്ടിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണ് എന്നത് മനസ്സിലാക്കി തരുന്നത് ഈ പെനാൽറ്റിയുടെ എമൗണ്ട്. ആ പെനാൽറ്റിയുടെ എമൗണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായതാണ് കണ്ടെത്തേണ്ടത്. അതെങ്ങനെ കണ്ടെത്തും എന്നുള്ളതിന്റെ ഒരു ഹിന്റ് ഞാൻ പറഞ്ഞു തരാം. ഈ ക്വസ്റ്റ്യനിലെ ഹാർഡ് മാർക്സ് എന്നുള്ളത് ഈ ഇപ്പൊ ചെയ്യാൻ പോകുന്ന റിക്വയർമെന്റ് ബി ആണ്. ഏതാ? പെനാൽറ്റി കാൽക്കുലേഷൻ ആണ്. ഇതെങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഹിന്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്, നമ്മളിവിടെ റൺവൈൽഡിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പിന്നീടാണ് മാർക്കറ്റിലേക്ക് പോയത് അല്ലെ. ശരിക്കും എനിക്ക് ഏറ്റവും നല്ലത് എന്താ? ശരിക്കും എനിക്ക് നല്ലത് മാർക്കറ്റിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പിന്നെ റൺവൈൽഡിന്റെ അടുത്ത് പോകുന്നല്ലേ നല്ലത്.
അല്ലെ? കാരണം റൺ വൈൽഡിന് കൊടുക്കുമ്പോൾ $8 ഡിസ്കൗണ്ടിലല്ലേ കൊടുക്കേണ്ടി വരും. എനിക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ റോഡിൽ നിന്നായിക്കോട്ടെ, സ്പൈക്കിൽ നിന്നായിക്കോട്ടെ, ട്രെയിലിൽ നിന്നായിക്കോട്ടെ, $8 വെച്ച് കോൺട്രിബ്യൂഷൻ കുറവല്ലേ കിട്ടുന്നത്. അപ്പൊ ഞാൻ പിന്നെ എന്തിനാണ് ഇവരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം മാർക്കറ്റ് ഡിമാൻഡ് ഒക്കെ മീറ്റ് ചെയ്യാം നമുക്ക്. അപ്പൊ റോഡ് 2150 അല്ല, റോഡ് 2300 തന്നെ മീറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിന് ശേഷം ബാക്കിയുള്ള മെഷീൻ അവേഴ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതേപോലെ സ്പൈക്കും അതേപോലെ ട്രെയിലൊക്കെ റൺ വൈൽഡിന് നമ്മൾ കൊടുക്കാൻ നിൽക്കണം. അപ്പൊ റോഡ് ഇത്രയൊന്നും കൊടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ റോഡ് ഒരു അല്ലെ, റോഡിന്റെ പ്രിപ്പറേഷനിൽ ഒരു 150 അവേഴ്സ് കുറഞ്ഞ ഒരു 50 റോഡ്സ് നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ കഴിയണമെന്നുള്ളൂ. ഇങ്ങനെ പ്രൊഡക്ഷൻ നടത്തിയാൽ, എന്റെ ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന കണക്കിന് പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മളുടെ കോൺട്രിബ്യൂഷൻ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? എന്താ വ്യത്യാസം വന്ന്? ഇപ്പൊ ഞാൻ മാർക്കറ്റിലേക്ക് കൂടുതൽ റോഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്, റൺ വൈൽഡിന് കുറച്ച് റോഡേ കൊടുക്കുന്നുള്ളൂ. മാർക്കറ്റിൽ നിന്ന് റോഡിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ കൂടുതലാണ് അല്ലെ? അപ്പൊ എൻഡ് ഓഫ് ദി ഡേ ഇത് നിങ്ങൾ ഇതെല്ലാം ഈ കാൽക്കുലേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇവിടെ തന്നിരിക്കുന്ന ഈ ഫിഗറിനേക്കാളും കൂടിയ ഒരു ഫിഗർ, അസ്യൂം ഒരു 1000 എല്ലാം കൂടുതൽ വന്നു എന്ന് വിചാരിച്ചു. ജസ്റ്റ് അസംഷൻ ആട്ടോ, 1000 ഒന്നും ആയിരിക്കണമെന്നില്ല. യു ഹാവ് ടു കാൽക്കുലേറ്റ് ദാറ്റ്. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരാണ്. ഓക്കെ, ഇത് നമ്മുടെ ഒരു ഹോംവർക്ക് പാർട്ടായിട്ട് കൺസിഡർ ചെയ്തു. ഇത് മൊത്തം ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾ. എത്ര കോൺട്രിബ്യൂഷൻ കിട്ടും, എത്ര അവേഴ്സ് യൂസ്ഡ് ആണ്, എത്ര ബാക്കിയുണ്ട്, ലാസ്റ്റ് എത്ര കോൺട്രിബ്യൂഷൻ കിട്ടുന്നുള്ള കാൽക്കുലേറ്റ്. ഇപ്പൊ തൽക്കാലം നമുക്ക് ടോട്ടൽ കിട്ടിയ എമൗണ്ട് 207,525, ഒരു 1000 രൂപ അഡീഷണൽ കിട്ടിയെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കേ, റൺ വൈൽഡിന്റെ കോൺട്രാക്ട് സാറ്റിസ്ഫൈ ചെയ്യാതെ, റൺ വൈൽഡിന് വിലയൊന്നും കൽപ്പിക്കാതെ നമ്മൾ മാർക്കറ്റിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട്, അതായിരിക്കും ഒബിയസ്ലി എനിക്ക് ആഗ്രഹം. അങ്ങനെ ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയ ലാഭം എന്ന് പറയുന്നത് ഏകദേശം 1000 രൂപയാണ്. ഇപ്പൊ പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 1000 രൂപയാണ് അല്ലെ? 1000 രൂപയുടെ ബെനിഫിറ്റ് ഞാൻ ഉണ്ടാക്കി. എപ്പോഴാ? മാർക്കറ്റിനെ പ്രയോറിറ്റൈസ് ചെയ്തു. റൺ വൈൽഡിന് പകരം മാർക്കറ്റിനെ പ്രയോറിറ്റൈസ് ചെയ്തപ്പോൾ 1000 രൂപയുടെ ബെനിഫിറ്റ് ആണ് ഉണ്ടാക്കിയത്. ഈ 1000 രൂപയുടെ ബെനിഫിറ്റ് ഉണ്ടാക്കിയ പാടെ നമുക്കൊരു പെനാൽറ്റി വരികയാണ്, 1 കോടി രൂപ പെനാൽറ്റി. ഈ 1000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ ഈ പെനാൽറ്റി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവോ? അല്ലെ, 1 കോടി രൂപ പെനാൽറ്റിയാണ്. അപ്പൊ നമ്മൾ ഈ പണിക്ക് നിൽക്കുവോ? ഒരിക്കലും ഇല്ല. ഒരു 10 രൂപ പെനാൽറ്റി ഉള്ളൂ എന്ന് കേട്ടാലോ? ഞാനേ 1000 ബെനിഫിറ്റ് ഉണ്ടാക്കിയതാ അല്ലെ, 1000 ഞാനിവിടെ ബെനിഫിറ്റ് ഉണ്ടാക്കി, 10 രൂപയിലെ പെനാൽറ്റി, ഈ 1000-ൽ നിന്ന് 10 അങ്ങ് എടുത്ത് കൊടുക്കാം. അപ്പോഴും ബാക്കി $990 എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് ആണ്. ഞാനത് എങ്ങനെ കാര്യങ്ങൾ ചെയ്തോളാം എന്ന ഡിസിഷനിലേക്ക് പോകാം. ഫൈനാൻഷ്യൽ ഫാക്ടേഴ്സ് മാത്രം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ഫിഗർ എത്രയാണെന്ന് നോക്കുക. ഞാനിപ്പോൾ 1000 അസ്യൂംഡ് ഫിഗർ, എക്സാമിന് എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ സ്റ്റക്കായി, ഞാൻ ടോട്ടൽ കോൺട്രിബ്യൂഷൻ അസ്യൂം ചെയ്തു ഇത്രത്തോളം ബെനിഫിറ്റ്. എന്നിട്ട് ഞാൻ ഇവിടെ എഴുതി ദ മാക്സിമം പെനാൽറ്റി ദാറ്റ് ബെല്ലൗസ്റ്റൺ കമ്പനി is willing to accept is 1000. എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് 1000 അല്ലേ? അപ്പൊ പെനാൽറ്റി 1000 വരെ വന്ന എനിക്ക് കുഴപ്പമില്ല, ഈ കിട്ടിയ ബെനിഫിറ്റ് എടുത്താൽ കൊടുക്കാം, പ്രശ്നം തീർന്നു. മറിച്ച് 1000-ന്റെ ബെനിഫിറ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ 2000-ന്റെയോ 5000-ന്റെയോ 1 കോടി രൂപയുടെയും പെനാൽറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ റൺ വൈൽഡിന് തന്നെ വില കൽപ്പിച്ചു കൊള്ളാം അല്ലെ. ഐ വിൽ സാറ്റിസ്ഫൈ മൈ കോൺട്രാക്ട് വിത്ത് റൺ വൈൽഡ്. ശരിയല്ലേ? കിട്ടിയോ? കണക്ട് ആയോ? ഒന്നുകൂടെ കേട്ടോ. റെക്കോർഡിങ് കേട്ടോണ്ടിരിക്കുന്നവർ കണക്ട് ആയില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ബാക്ക് അടിച്ച് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എന്താ ഒന്നുകൂടെ പറയാം. റൺ വൈൽഡ് ആയിട്ടുള്ള പെനാൽറ്റി ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ, ഇത്രയല്ലേ പെനാൽറ്റി വരത്തുള്ളൂ, ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അല്ലെ 50 രൂപയല്ലേ ഫൈൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹെൽമെറ്റ് വെക്കാണ്ട് ഓടിക്കും എന്ന് പറയുന്നത് പോലെയാണ് റൺ വൈൽഡും ആയിട്ടുള്ള പെനാൽറ്റി. എത്രയാ? ചെറിയ വല്ലോ പെനാൽറ്റി, 10 രൂപ പെനാൽറ്റി എങ്കിൽ 10 രൂപയിലെ പെനാൽറ്റി. ഞാൻ എന്നാൽ മാർക്കറ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പോകും. ഞാൻ മാർക്കറ്റിനെ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് $1000 ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ലെറ്റ് മീ ഡു ദാറ്റ് എന്ന ഡിസിഷനിലേക്ക് പോകും. ഇഫ് ദ പെനാൽറ്റി എമൗണ്ട് ഇസ് വെരി ലെസ്, വളരെ ലെസ് സിഗ്നിഫിക്കന്റ് ആയ എമൗണ്ട് ആണെങ്കിൽ. അത് വലുതാണെങ്കിൽ പണി പാടും. മനസ്സിലാവുന്നോ? ഇപ്പൊ നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള മാക്സിമം പെനാൽറ്റി എന്നുള്ളത് ആക്ച്വലി ഈ 2 എമൗണ്ട് തമ്മിൽ ഡിഫറൻസ് ആണ്. ദാറ്റ് ഇസ് 1000. ഇവിടെ ഉണ്ടാക്കിയ ആ ഒരു നേട്ടം എന്നുള്ളതാണ്. കാരണം എനിക്ക് 1000-ന്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, പെനാൽറ്റി ഒന്നോ മാക്സിമം ഞാൻ 1000 തരത്തുള്ളൂ. അതിൽ കൂടുതൽ അല്ലെ, അതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഈ പണിക്ക് നിൽക്കില്ലായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മളുടെ റിക്വയർമെന്റ് വി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ 4 മാർക്കേ ഉള്ളൂ ഇതിന്. അതാണ് ഏറ്റവും വലിയ കോമഡി.
കഷ്ടപ്പെട്ട് ഈ ക്വസ്റ്റ്യൻ ഒക്കെ മനസ്സിലാക്കി എടുത്തിട്ട് ഇതിന് 4 മാർക്ക്. ഓക്കെ, എക്സാമിന് നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ കഴിയത്തില്ല, അത് പോയിക്കോട്ടെ 4 മാർക്ക്. ബട്ട് ആസ് ഓഫ് നൗ ഇറ്റ് ഇസ് ലേണിംഗ് ടൈം. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയമല്ലേ, ഇപ്പൊ നമുക്കിത് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോവാം. സോ കൈൻഡ്ലി കംപ്ലീറ്റ് ദിസ് ആസ് എ ഹോംവർക്ക്. അടുത്തത് ബി ആൻഡ് സി. ബിയും സിയും കൂടെ കൂട്ടി 9 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. നിങ്ങളൊന്ന് ആലോചിച്ച് 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി. ഇതെന്താ പറയുക, ഈ ക്വസ്റ്റ്യൻ എക്സാം 2021 ഡിസംബറിൽ ചോദിച്ച സമയത്ത് കുട്ടികളൊക്കെ പെനാൽറ്റിയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റക്കായി പോയി. ഇതിപ്പോ എങ്ങനെയാ പെനാൽറ്റി കാൽക്കുലേറ്റ് ചെയ്ത്? നമ്മൾ ക്ലാസ്സിൽ നോർമൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മറിച്ചു കഴിഞ്ഞാൽ ഈ പെനാൽറ്റി എന്നൊരു വാക്ക് പോലും നമുക്ക് ലിമിറ്റിംഗ് ഫാക്ടർ അനാലിസിസ് എന്ന കപ്ലാന്റെ ടെക്സ്റ്റ് ബുക്കിലോ BPPയുടെ ടെക്സ്റ്റ് ബുക്കിലോ ഒന്നും കാണത്തില്ല. ചേടാ, അപ്പൊ ഇത് കോമൺ സെൻസിൽ നിന്ന് ഉണ്ടാവേണ്ട ഒരു സാധനമാണ്. അത് ചിലപ്പോൾ നമുക്ക് എക്സാമിന്റെ പ്രഷറിൽ വരണം എന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ആ 4 മാർക്ക് അങ്ങ് പോയിക്കോട്ടെ, 4 മാർക്സിലെ പോട്ടെ, അടുത്ത ബിയും സിയും നോക്കാം. ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ പഠിച്ചു പെനാൽറ്റി വന്നാൽ ദിസ് ഇസ് ദ അപ്രോച്ച് എന്ന് നമ്മൾ പഠിച്ചു കേട്ടോ. അപ്പൊ ബി, ഡിസ്കസ് വെദർ ബെലൗസ് ആൻഡ് കമ്പനി ഷുഡ് ഫുൾഫിൽ റൺവൈൽഡ്സ് ഓർഡേഴ്സ് ഇൻ ഫുൾ ഇൻ മാർച്ച്. നമ്മള് റൺവൈൽഡിന്റെ ഓർഡർ മാർച്ചിൽ ഇതെന്തായാലും ഫുൾഫിൽ ചെയ്യണം. ഇവർക്ക് ഈ 200 റോഡും സ്പൈക്കും ട്രെയിലും കൊടുക്കുന്നത് നമ്മൾ ഇത് എന്തായാലും ചെയ്യണം. അതിനെ പറ്റി ഒരു ഡിസ്കഷനാണ് പറയുന്നത്. ഡിസ്കസ് എന്നൊരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ തിയറി ആയതുകൊണ്ട് യൂഷ്വലി സ്റ്റുഡൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് തിയറി എഴുതാൻ. നമ്മളെ കൊണ്ട് പറ്റൂല അല്ലെ, ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഞാൻ എങ്ങനെയാണ് എഴുതുന്നത് എന്നൊക്കെ ആലോചിച്ച് അവിടെ സ്റ്റക്ക് അടിച്ച് മനസ്സിലാക്കുക. ഇത് വളരെ ബേസിക് ലാംഗ്വേജിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രാമർ വെച്ച് ചെയ്താൽ മതി. ദിസ് ഈസ് വെരി വെരി ഈസി തിങ്. ഒരു കമ്പനിയായിട്ട് നിങ്ങളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് ആ കോൺട്രാക്ട് നിങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വരുന്ന പ്രശ്നം എന്താ? ഇപ്പൊ റൺവൈൽഡിന്റെ കേസിൽ നമുക്ക് വരുന്ന പ്രശ്നം നമ്മൾക്കൊരു അഭിമാന പ്രശ്നമായി മാറിയത്, റെപ്യൂട്ടേഷൻ അല്ലെ, നമുക്കിതൊരു അഭിമാന പ്രശ്നമാണ്. ഇഫ് ബെല്ലൗസ് ആൻഡ് കമ്പനി ബ്രേക്സ് ദ കോൺട്രാക്ട് വിത്ത് റൺവൈൽഡ്, ദർ വിൽ ബി എ ടോക്ക് ഇൻ ദ മാർക്കറ്റ്. ഒബ്വിയസ്ലി ഇവര് കോൺട്രാക്ട്സ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അതൊരു നമ്മൾ പറഞ്ഞൊരു വാക്ക് പാലിച്ചില്ല എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നെഗറ്റീവ് ഗുഡ് ആണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റെപ്യൂട്ടേഷൻ ആണ്. നമ്മുടെ റെപ്യൂട്ടേഷൻ ഡാമേജ് ആവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം 2 മാർക്സ് എഴുതി വെക്കും, ഒരു പാരഗ്രാഫായിട്ട്, ഒരു ഷോർട്ട് പാരഗ്രാഫായിട്ട്. If Bellhouse and Company is not able to fulfill the contract with Runwell, this will definitely result in negative reputation. Like this will result in reputational damage to the company. അല്ലെ, കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ റെപ്യൂട്ടേഷൻ ഡാമേജ് ആണ്. പിന്നെ അടുത്ത പാരഗ്രാഫ് എഴുതാം, അങ്ങനെ ഒരു കോൺട്രാക്ട് നമ്മൾ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരുപാട് ലീഗൽ കോസ്റ്റ്, ദാറ്റ് ഇസ് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് ഓൾറെഡി വരുന്നു പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു കോൺട്രാക്ട് ഉണ്ട്, അത് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ മോർ ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് വിൽ ബി കമ്മിങ്. കേസ് ആക്കി കഴിഞ്ഞാൽ വി മൈറ്റ് ഹാവ് ടു ഇൻകർ ലീഗൽ കോസ്റ്റ് ആസ് വെൽ. ഇത്ര എഴുതി വെച്ചാൽ മതി. അതുകൊണ്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും അല്ലെ, ഇറ്റ് ഇസ് ബെറ്റർ നോട്ട് ടു ബ്രീച്ച് ദ കോൺട്രാക്ട് എന്ന രീതിയിൽ നമ്മളുടേതായ ഒരു കൺക്ലൂഷൻ പറയും. കൺക്ലൂഷൻ റെക്കമെൻഡേഷൻ ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു എത്തിക്കൽ സെൻസിൽ നമ്മൾ ആൻസർ ചെയ്യണം. ഫൈനാൻഷ്യൽ സെൻസിൽ ആൻസർ ചെയ്താൽ നമ്മൾ പറയും ധൈര്യമായിട്ട് ബ്രീച്ച് ചെയ്തോ, ഇവിടെ 1000ന്റെ ബെനിഫിറ്റ് ഉണ്ടല്ലോ, ബ്രീച്ച് ചെയ്താൽ 1000ന്റെ ബെനിഫിറ്റ് ഉണ്ട്. അത് ഫൈനാൻഷ്യൽ തിങ് ആണ്, അത് നമുക്കൊരു പാരഗ്രാഫിൽ പറയാം. ബട്ട് കൺസിഡറിങ് ദ റെപ്യൂട്ടേഷണൽ ഡാമേജ്, അതൊന്നും മെഷർ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഗുഡ് വിൽ അല്ലെ, ലീഗൽ കോസ്റ്റ്, ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്, എത്രത്തോളമാണ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പെനാൽറ്റീസോ കാര്യങ്ങളോ വരിക എന്നുള്ളത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് നോട്ട് മെൻഷൻഡ് ഇൻ ദ സിനാരിയോ. ദിസ് മൈറ്റ് ബി വെരി ഹ്യൂജ്. സോ ഇറ്റ് ഇസ് ബെറ്റർ നോട്ട് ടു ബ്രീച്ച് ദ കോൺട്രാക്ട്. അത് മാത്രമല്ല, ഈ റൺവൈൽഡ് ഈ ഒരു ഓർഡർ സക്സസ്ഫുൾ ആണെങ്കിൽ ഫ്യൂച്ചറിൽ വീണ്ടും ഓർഡർ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വി ആർ ആക്ച്വലി ലോസിങ് എ പൊട്ടൻഷ്യൽ കസ്റ്റമർ. നമ്മളുമായിട്ടൊരു റെഗുലർ ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു നല്ലൊരു കസ്റ്റമറിനെ കൂടെ, പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് കസ്റ്റമർ ആകാൻ സാധ്യതയുള്ളവരെ പറയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറെ കൂടെ നമ്മൾ ലൂസ് ചെയ്തു എന്നുള്ളൊരു പോയിന്റ് കൂടെ നമുക്കിവിടെ പറയാം. 4 മാർക്സ് മീൻസ് 2 പാരഗ്രാഫ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ 4 കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞു, ഫൈനാൻഷ്യൽ കാര്യങ്ങളടക്കം 4 കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതി വെച്ചാൽ മതി. പല സ്റ്റുഡൻസും ചിലപ്പോൾ പോയിന്റുകൾ അങ്ങോട്ട് കിട്ടുമ്പോൾ അങ്ങോട്ട് അടിച്ചിറക്കുകയാണ്, ഇഷ്ടം പടി എഴുതാൻ. അങ്ങനെ പാരഗ്രാഫായിട്ട് എഴുതി പോയി, എനിക്കിതൊക്കെ അറിയാം സാറ്, ഞാൻ ഇതൊക്കെ കാണിച്ചോട്ടെ അല്ലെ, അത് അങ്ങനെ വരാറുള്ളതാണ്. ഒബിയസ്ലി നമുക്ക് ഡിഗ്രിക്ക് ഇങ്ങനെ എഴുതി പോകുന്ന, ഡിഗ്രി പഠിക്കുമ്പോഴും പ്ലസ് 2 പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതൊക്കെ നമുക്ക് അറിയാം എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കാൻ ശ്രമിക്കും. പക്ഷെ മാർക്സ് നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്നും കിട്ടാൻ പോകുന്നില്ല. മാക്സിമം 4 മാർക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന 2 പോയിന്റുകൾ ഏതാണോ, എനിക്ക് ഇതും
ഇതുമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഗോ ഫോർ ദാറ്റ് 2 points. ദാറ്റ്സ് ഇറ്റ്, ഡൺ. എഗെയിൻ ഇതൊക്കെ ഒരു സബ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ വളരെ ഈസി ആയിട്ട് കിട്ടിയ 4 മാർക്കാണ്. ഈ 4 മാർക്ക് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയാം അല്ലെ. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ 4 മാർക്ക് എത്ര ഈസിയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ശരിയല്ലേ അല്ലേ? ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സി, ഡിഫൈൻ ദ വേരിയബിൾസ് ആൻഡ് ഫോർമുലേറ്റ് ദ കൺസ്ട്രെയിന്റ്. എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ. ഡിഫൈൻ ദ വേരിയബിൾസ്, ഫോർമുലേറ്റ് ദ കൺസ്ട്രെയിന്റ്സ്, ഫോർമുലേറ്റ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, draw the graph and identify feasible region, അല്ലെ, solve for optimal production plan. These are actually the steps of linear programming. Multiple limiting factors വരുന്ന സമയത്തെ സൊല്യൂഷൻ ആയിട്ടുള്ള ലീനിയർ പ്രോഗ്രാമിംഗിന്റെ സ്റ്റെപ്സ് ആണല്ലോ അല്ലെ. അപ്പൊ ഈ സെഷൻ ഡിസംബർ 2021 സെഷനിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിച്ചിട്ട് സ്കേർഡ് ആയി കഴിഞ്ഞിട്ട് എക്സാം ഒക്കെ എന്തൊക്കെയോ ചെയ്തു വെച്ചതിന് ശേഷം പിള്ളേർ എന്നെ വിളിക്കുകയാണ്, സാറല്ലേ പറഞ്ഞത് ഒരിക്കലും 2 പ്രോഡക്ട്സ് കൂടുതലൊന്നും ലീനിയർ പ്രോഗ്രാമിംഗിൽ ചോദിക്കില്ല അല്ലെ. മാക്സിമം 2 പ്രോഡക്റ്റ്. നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ് എക്സ് ആക്സിസ് വൈ ആക്സിസ്. 2 ആക്സിസ് ആണെങ്കിൽ 2 പ്രോഡക്റ്റിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ റോഡും സ്പൈക്കും ട്രെയിലും ഉണ്ട്. 3 പ്രോഡക്റ്റ് വെച്ചിട്ട് ഗ്രാഫ് എങ്ങനെ വരയ്ക്കാനാണ് എന്ന് പറഞ്ഞ് സ്കേഡായി പാനിക് ആയിട്ട് എന്നെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ ACCA അത് കഴിഞ്ഞിട്ടല്ലേ ക്വസ്റ്റ്യൻ റിലീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 months ഒക്കെ കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ നമുക്ക് അവൈലബിൾ ആയത്. ക്വസ്റ്റ്യൻ അവൈലബിൾ ആയ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, യെസ് ദർ ആർ 3 പ്രോഡക്ട്സ്. 3 പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മളിവിടെ ഗ്രാഫ് വരയ്ക്കേണ്ട കാര്യമില്ല. റിക്വയർമെന്റ് വായിച്ചു നോക്കിയേ. ഡിഫൈൻ ദ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുക. എന്താ വേരിയബിൾസിൽ എഴുതണ്ടേ? ലെറ്റ് x be the number of roads and let y be the number of spikes and let z be the number of trails. ഇത് എഴുതി വെച്ച മാർക്കുണ്ട്. വേരിയബിൾസ് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇത് ഏപ്രിൽ മാസത്തെയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി വായിച്ചിട്ടുമില്ലല്ലോ അല്ലെ, അതും കൂടെ വായിക്കാം. ഇത് എഴുതി വെക്കുന്നതിനാണ് ഡിഫൈൻ ദ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി കൺസ്ട്രെയിൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ കൺസ്ട്രെയിൻസിനെ പറ്റി പറയുന്നുണ്ട്. The company predicted that resource availability in March would continue into April. മാർച്ചിലുള്ള സെയിം റിസോഴ്സ് അവൈലബിലിറ്റി ഏപ്രിലേക്കും കണ്ടിന്യൂഡ് ആവും. പക്ഷെ എന്ത് കണ്ടെത്തി? മെറ്റീരിയലിന്റെയും ലേബറിന്റെയും അവൈലബിലിറ്റി മാർച്ചിലുള്ളതിനേക്കാളും 15% കുറയും. മെറ്റീരിയൽ ലേബർ മാർച്ചിലുള്ളതിനേക്കാളും 15% കുറയും. മെറ്റീരിയൽ ആൻഡ് ലേബർ. ഓക്കെ, ഓൾറെഡി മെഷീൻ ടൈം നമ്മളെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പൊ മെറ്റീരിയലും ലേബറും കൂടെ മാർച്ചിലുള്ളതിനേക്കാളും 15% കുറയുമെന്ന് പറയുമ്പോൾ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, എന്താ, മെറ്റീരിയൽ അവൈലബിലിറ്റി എത്രയുള്ളൂ? 7200 ഇല്ല. 7200 15% കുറയുമെന്ന് പറയുമ്പോൾ 7200ന്റെ 85% എടുത്താൽ മതി. 6120 meters of material is available. അതേപോലെ ലേബർ അവേഴ്സിന്റെ കേസിൽ ഇത്രയും കാലം 6900 അവേഴ്സ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അതിന്റെയും 85% ഇപ്പൊ എത്രയുള്ളൂ അവൈലബിലിറ്റി? 5865 അവൈലബിലിറ്റി ഉള്ളൂ. മെഷീൻ അവേഴ്സിന് വ്യത്യാസങ്ങളൊന്നുമില്ല. മെഷീൻ അവേഴ്സ് നമുക്ക് അവൈലബിൾ ആയുള്ളത് 1815 അവേഴ്സ് തന്നെയാണ്. ഇതാണ് ഏപ്രിൽ മന്തിലെ പുതിയ ഡേറ്റ പ്രകാരമുള്ള നമ്മളുടെ അവൈലബിലിറ്റി. ഏപ്രിൽ മന്തിലെ നമ്മളുടെ അവൈലബിലിറ്റി ഇത്രയും അവൈലബിലിറ്റി എന്ന് പറയുമ്പോഴേക്കും ഒന്ന് ആലോചിക്കും. ഇപ്പൊ ആരൊക്കെയാ ലിമിറ്റിംഗ് ഫാക്ടർ? പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും നമുക്കിപ്പം പഠിക്കുന്ന സമയമായതുകൊണ്ട് നമുക്കല്ലേ, മെറ്റീരിയൽ നോക്കൂ, 6930 വേണമായിരുന്നു. ഇപ്പൊ എത്രയാ? 6930 പകരം 6120 ഉള്ളൂ. മെറ്റീരിയൽ ഇസ് നൗ എ ലിമിറ്റിംഗ് ഫാക്ടർ. വാട്ട് അബൌട്ട് ലേബർ അവേഴ്സ്? ലേബർ അവേഴ്സ് നമുക്ക് 6750 വേണമായിരുന്നു. നമുക്ക് എത്രയുള്ളൂ? 5000 സംതിങ് ഉള്ളൂ. 5865 ഉള്ളൂ. അപ്പൊ ഇപ്പൊ മെറ്റീരിയൽ, ലേബറും, മെഷീൻ അവേഴ്സ് ഇതൊക്കെ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആ. മൾട്ടിപ്പിൾ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. ദ സൊല്യൂഷൻ ഇസ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഗ്രാഫ് ഒക്കെ വരച്ചിട്ട് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ കണ്ടെത്തുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്നറിയോ? ഇതിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കാനൊന്നും പോകണ്ട. അതിന് മുന്നേ ഉള്ള സ്റ്റെപ്സ് ഇല്ലേ? ഡിഫൈൻ ദ വേരിയബിൾസ്, ഫോർമുലേറ്റ് ദ കൺസ്ട്രെയിൻസ്, ഫോർമുലേറ്റ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇത് എഴുതി വെച്ചാൽ മാത്രമാണ് 5 മാർക്ക് കിട്ടുന്നത്. സോ ഞാൻ എഴുതി വെക്കാൻ പോവാണ്. എന്താ എഴുതി വെക്കണ്ടേ? ലെറ്റ് എക്സ് ബി ദ നമ്പർ ഓഫ് റോഡ് ആൻഡ് y be the number of spikes
and z be the ഇത് എക്സും വൈ സെറ്റിന് പകരം എ ബി സിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ഡിഫൈൻ ദ വേരിയബിൾസ്. ഡിഫൈൻ ദ വേരിയബിൾസ് എന്നുള്ളതിന് നമ്മളുടെ ആൻസറാണ് വി ഡിഫൈൻഡ് ദ വേരിയബിൾസ്. ഓക്കെ, അടുത്തത് സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫോർമുലേറ്റ് ദ കൺസ്ട്രെയിൻസ്, റൈറ്റ്? ഫോർമുലേറ്റിംഗ് ദ കൺസ്ട്രെയിൻസ്. നമ്മൾ പഠിച്ചത് പ്രകാരം തന്നെ പോവാം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അല്ലേ ഇതിന് ശേഷം, എന്നെ ഓർഡർ ഒന്നും ഫോളോ ചെയ്യണമെന്നില്ല, എങ്കിലും ഫോർമുലേറ്റിംഗ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടോ? എങ്ങനെയായിരുന്നു? സി. സി എന്നാൽ കോൺട്രിബ്യൂഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന രീതിയിൽ സി ഈസ് ഈക്വൽ ടു എത്രയൊക്കെയായിരുന്നു നമ്മുടെ കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്? സി ഈസ് ഈക്വൽ ടു 41.5. വെയിറ്റ് കോപ്പി ചെയ്യാം. സി ഈസ് ഈക്വൽ ടു 41.5x plus 29.5y plus and 36z. ഇത് എഴുതി വെച്ചാൽ മതി. ഇത് എഴുതി വെക്കുന്നതിനാണ് 5 മാർക്ക്. 5 ആയിട്ടില്ല അല്ലെ, ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. വേരിയബിൾസ് ഡിഫൈൻ ചെയ്തു, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോർമുലേറ്റ് ചെയ്തു, കൺസ്ട്രെയിൻസ് കൂടെ ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ദ കൺസ്ട്രെയിൻസ്. ഡിഫൈൻ ദ കൺസ്ട്രെയിൻസ്, തേർഡ് സ്റ്റെപ്പ്. ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത് അല്ലെ. ഗ്രാഫ് വരയ്ക്കുന്നത് നമുക്ക് കഴിയില്ല, ബിക്കോസ് വി ആർ ഹാവിംഗ് 3 പ്രോഡക്ട്സ് ഹിയർ. റോഡും സ്പൈക്കും ട്രെയിലും ഉണ്ട്. 3 പ്രോഡക്റ്റ് നമുക്ക് ആകെ 2 ആക്സിസ് ഉള്ളൂ, എക്സും വൈയും ഉള്ളൂ. പിന്നെ ഇത് കണ്ടെത്താൻ പറ്റുമോ? കണ്ടെത്താൻ പറ്റും. കമ്പ്യൂട്ടറുകൾക്ക് കണ്ടെത്താൻ കഴിയും. ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽ കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു സിമുലേഷൻ എല്ലാ കേസും വെച്ച് കമ്പ്യൂട്ടർ കണ്ടെത്തും. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ പാനിക് ആവുന്നത്? ക്ഷമയോടെ വളരെ പേഷ്യൻസോടെ ക്വസ്റ്റ്യൻ വായിക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ. സോ കൺസ്ട്രെയിന്റ് ഡിഫൈൻ ചെയ്യാം. കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. മെറ്റീരിയൽ 6120. അപ്പൊ എങ്ങനെയായിരിക്കും? മെറ്റീരിയലിന്റെ കേസിൽ മെറ്റീരിയൽ പെർ യൂണിറ്റ് അല്ലെ, ഇത് നമ്മൾ എഴുതി വെച്ച് കൊടുക്കുന്നുണ്ടോ? മെറ്റീരിയൽ റിക്വയർഡ് എഴുതി വെച്ച് കൊടുക്കുന്നുണ്ടോ? 1.5, 0.6 ആൻഡ് 1.2. ഇത് നേരെ ഇക്വേഷനിലേക്ക് ആക്കി എഴുതിയാൽ മതി. എങ്ങനെയായിരിക്കും? 1.5x plus 0.6y plus 1.2z. okay, this should be less than or equal to എത്രയായിരിക്കും? മെറ്റീരിയൽസിന്റെ കേസിൽ ടോട്ടൽ ഫിഗർ വന്ന് എത്രയായിരുന്നു? ഇറ്റ് ഇസ് 6120. ഇത് എഴുതി വെക്കുന്നതിനാണ് മാർക്സ്. 6120. അങ്ങനെ മെറ്റീരിയൽസിനെ പറ്റിയിട്ടുള്ള കൺസ്ട്രെയിന്റ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തു. ഇനി അടുത്തത് ലേബർ അവേഴ്സ് ആണ്. അഗെയിൻ ഗോയിങ് ബാക്ക്, ലേബർ അവേഴ്സ് 1, 1.5 ആൻഡ് 1. വളരെ ഈസിയായിട്ട് എഴുതാം അല്ലെ. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ അറിയാം. ഇതൊക്കെ കളയണം ലാസ്റ്റ് കേട്ടോ, ഇത് നമുക്ക് ആവശ്യമില്ലല്ലോ, ഇത് കളയണം. 1, 1.5 ആൻഡ് 1. അപ്പൊ എങ്ങനെ എഴുതും? എക്സ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് അല്ലെ. 1 പ്ലസ് എക്സ് പ്ലസ് 1.5y plus z. This represent labor hours. This represent materials. This represent labor hours. അല്ലെ, കഴിഞ്ഞോ? This should be less than or equal to 5. എത്രയായിരുന്നു? 5895 അങ്ങനെ എന്തൊരു ഫിഗർ അല്ലേ? 5865. ഓക്കെ, മെറ്റീരിയലായി, ലേബർ അവേഴ്സ് ആയി. ലാസ്റ്റ് വൺ മെഷീൻ അവേഴ്സിന്റെ കേസിൽ കണ്ടോ, ഇത് എത്രയോ എളുപ്പത്തിൽ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണെന്ന് ആലോചിക്കുക അല്ലേ. മെഷീൻ അവേഴ്സോട് പെട്ടെന്ന് ഇതേപോലെ ചെയ്യാം. മെഷീൻ അവേഴ്സ് എവിടെ പോയി? 0.4, 0.2, 0.3. 0.4, 0.2 ആൻഡ് 0.3. എങ്ങനെ ചെയ്യാം? 0.4x പ്ലസ് 0.2y പ്ലസ് 0.3z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1815. ഇത്രയും ചെയ്താൽ മതി. 5 മാർക്ക് കംപ്ലീറ്റ് കിട്ടും. ഇതൊന്ന് ശ്രദ്ധയോടെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്തൂടെ? ഇത് ചെയ്യാം. അതിനുശേഷം ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ഇതിന്റെയൊക്കെ കൂടെ പഠിച്ച ഒരു നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിന്റ് ഉണ്ട്. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതി വെച്ചാൽ ഒരു 1/2 മാർക്കോ 1 മാർക്കോ കിട്ടിയേക്കാം. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിന്റ്, വാല്യൂ ഓഫ് എക്സ് വൈ ഇസഡ് അല്ലെ. എക്സിന്റെയും വൈന്റെയും വാല്യൂ എന്നുള്ളത് എന്തായാലും 0യെക്കാളും ഈക്വൽ അല്ലെങ്കിൽ 0യുടെ മുകളിലോ ആയിരിക്കണം എന്നുള്ള നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ്.
5 മാർക്ക് കിട്ടി. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ക്വസ്റ്റ്യൻ. റിക്വയർമെന്റ് നമ്പർ സി, ബെൽ ഹൗസ് ആൻഡ് കമ്പനിയുടെ റിക്വയർമെന്റ് സി ആണ്. ഇത് എഴുതി വെച്ചാൽ മതി. ഇനി അടുത്ത ഗ്രാഫാണ്, അത് നമുക്ക് വരയ്ക്കാൻ കഴിയും. എക്സും വൈയും ഉള്ളു. നമുക്ക് 2 പ്രോഡക്ട്സ് ആണെങ്കിൽ ചെയ്തേനെ, അതിലധികം ഉള്ളത് കൊണ്ട് ചെയ്യത്തില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, എത്ര ലിമിറ്റിംഗ് ഫാക്ടർ ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, ഗ്രാഫ് വരയ്ക്കാം. പക്ഷെ എത്ര പ്രോഡക്ട്സ് ആണെങ്കിലും കഴിയില്ല. 2 പ്രോഡക്ട്സ് ആണെങ്കിലേ ഗ്രാഫ് വരയ്ക്കാൻ കഴിയത്തുള്ളൂ. അതൊന്ന് ഓർത്തിരിക്കുന്നു കേട്ടോ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഈ ഒരു 5 മാർക്സ്. ഈ 5 മാർക്സ് നമുക്ക് എല്ലാവർക്കും അല്ലെ, ഈ 5 മാർക്ക് ഈസിലി അച്ചീവബിൾ ആണ്. ഈ 7 മാർക്കും അച്ചീവബിൾ ആണ്. ഈ 4 മാർക്കും അച്ചീവബിൾ ആണ്. പെനാൽറ്റി എന്നുള്ളത് നിങ്ങൾ ചിലപ്പം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, അത് വിട്ടേരും. അത് വിട്ടാൽ പോലും 7+4 11+5 16 മാർക്സോളം ഉണ്ട്. ടൈം ലിമിറ്റേഷൻസ് കൊണ്ടോ നിങ്ങളുടെ ശ്രദ്ധക്കുറവുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ കാൽക്കുലേഷൻ തെറ്റിയാൽ 1 or 2 മാർക്സ് അങ്ങനെയും പോകും. 14 പോസിബിൾ, 14 എപ്പോഴും പോസിബിൾ ആണുള്ളത്. ഓക്കെ, സോ ഗൈസ് ദിസ് ഇസ് ഓൾ അബൌട്ട് നമ്മൾ ഇന്ന് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് കമന്റ് ചെയ്ത് ക്ലിയർ ആയോ എന്നുള്ളത് കാര്യങ്ങള്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇവിടെ ആൻസേഴ്സ് ഒക്കെ വളരെ സൂപ്പർ ആയിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. സൽമാൻ, വെരി ഗുഡ് സൽമാൻ. ഓക്കെ, എടാ തിയറി കൂടുതലാണല്ലോ, ഒന്ന് പേടിക്കല്ലേ. തിയറി എന്ത് തിയറി? സി, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിച്ചാൽ പോലും ചെയ്യാൻ പറ്റാത്ത തിയറിയാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. അതായത് ഇത് നമ്മുടെ ലാംഗ്വേജിൽ നിന്ന് വരേണ്ടതാണ്. ഇത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കൊണ്ട് കിട്ടും. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് കറക്റ്റ്ലി പ്രാക്ടീസ് ചെയ്ത് ഈ തിയറി ഒക്കെ സെറ്റ് ആവും കേട്ടോ. ഇത് സെക്ഷൻ സിയിൽ വരുന്ന തിയറി, ഒട്ടും പേടിക്കേണ്ട. അതുകൊണ്ട് ഇന്നിപ്പോ നമ്മള് ടുഡേ വി ഹാവ് ഡിസ്കസ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ്. അതിൽ തന്നെ വളരെ റെലവെന്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. CVP എന്ന ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തു. ലിമിറ്റിംഗ് ഫാക്ടർ എന്നതിൽ സിംഗിളും മൾട്ടിപ്പിളും ആകപ്പാടേ ഉള്ളൂ. അത് 2 ഈ ക്വസ്റ്റ്യനിൽ വന്നു അല്ലെ. അപ്പൊ അത്യാവശ്യം ചാലഞ്ച് ഉള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിൽ തന്നെ ഞാൻ ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് ഹോംവർക്ക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് അബൌട്ട് ദിസ് പെനാൽറ്റി തിങ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുകൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നാളത്തെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ. പ്ലസ് ഈ നിങ്ങൾക്ക് അറിയാം ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സിൽ റെലവന്റ് കോസ്റ്റിംഗ് എന്ന ടോപ്പിക്കും പ്രൈസിംഗ് എന്ന ടോപ്പിക്കും റിസ്ക് എന്ന ടോപ്പിക്കും ഉണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് തന്നെ ആവട്ടെ. നാളെ നമ്മൾ സെക്ഷൻ ഡി, നമുക്ക് ആകെ 3 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെൽഫായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നാളെ നമ്മൾ സെക്ഷൻ ഡിയിൽ ഇതുപോലെ ക്വിക്കായിട്ട് 2 ടോപ്പിക്സ്, 2 വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? പറഞ്ഞേ ഓക്കെ അല്ലേ? ഒന്ന് കമന്റ് ചെയ്ത്, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ. അതേപോലെ സ്പെസിഫിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പറയൂ കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് സെഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഗൈസ്, അടിപൊളിയായിട്ട് നമുക്ക് 2 ദിവസത്തെ ക്വസ്റ്റ്യൻ മാരത്തൺ പ്രാക്ടീസും കൂടെ നിങ്ങൾ എല്ലാവരും എന്തായാലും ജോയിൻ ചെയ്യണം. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ PM ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള സെഷൻ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻ മിസ്സാക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞിട്ട് നാളെ അവരെയും കൂട്ടിക്കൊണ്ട് സെഷന് വരൂ. എന്നിട്ട് ഈ ഒരു 2-3 അവേഴ്സ് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പൊ ലാസ്റ്റ് ഒരു 2-3 അവേഴ്സും ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കേ, ഒരു 3 മണിക്കൂർ കണ്ടിന്യൂ സെഷനാണ് നമ്മൾ ചെയ്തത്. പക്ഷെ 3 മണിക്കൂറുണ്ട് CVPയുടെയും ലിമിറ്റിംഗ് ഫാക്ടറിന്റെയും. ഇനി എന്ത് ക്വസ്റ്റ്യൻ വന്നോട്ടെ, എനിക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയും എന്നൊരു കപ്പാസിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇല്ലേ? അത് കിട്ടിയിട്ടില്ലേ? അത് മാത്രമാണ് ഈ സെഷൻസിന്റെ പർപ്പസ്. ക്വസ്റ്റ്യൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടാക്കുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം നല്ല എനർജറ്റിക് ആയിട്ട്, ഇതേപോലെ സൂപ്പർ എനർജറ്റിക് ആയിട്ട് നാളത്തെ സെഷനെ നമുക്ക് ഇതേ സമയത്ത് തന്നെ കാണാം. വി വിൽ ബി ഡിസ്കസിങ് സെക്ഷൻ ഡി. ഇപ്പൊ സെക്ഷൻ ഡിയിലെ ബജറ്റിംഗ് ഏരിയ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഏരിയ, വേരിയൻസ് ഏരിയ, ഇതൊക്കെ ഒന്ന് പഠിച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് തറവാക്കിയിട്ട് നാളത്തെ സെഷൻ വരൂ. ഓക്കെ, എല്ലാവരും നാളെ കാണാം. നല്ല രീതിയിൽ പഠിച്ചു, നല്ല മാർക്സോടെ എല്ലാവർക്കും പാസ്സാവേണ്ടതാണ്. PM എന്നത് ഒരിക്കലും നോ മോർ, ഇറ്റ്സ് എ ഹാർഡ് സബ്ജക്ട് കേട്ടോ. നമുക്ക് നല്ല എളുപ്പത്തിൽ എടുക്കേണ്ട ഒരു പേപ്പറാണ്. ഓക്കെ, സോ ഗൈസ്, ഗുഡ് ലക്ക്.